ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഇൻട്രസ്റ്റ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരു ടെക് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജിസ്റ്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെ പുള്ളി ഒരു ഓണ്ടർപ്രനറാണ്. അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ടെക്നോളജിയെക്കുറിച്ച് കുറേ നന്നായിട്ട് സംസാരിക്കുന്നു. ടെക്നോളജി കുറച്ചുകൂടി നമ്മുടെ യങ് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഉമർ ബ്രോ. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന ഉമർ ബ്രോയ്ക്ക് തന്നെ ആയിരിക്കും അല്ലേ പുള്ളിയെ കുറിച്ച്. ബ്രോയെ കുറിച്ച് തന്നെ ഒന്ന് അല്ല, ഞാൻ അങ്ങനെ പുള്ളി പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കായിരുന്നേ, യങ് ഓഡിയൻസിനെക്കാളും എന്നെ ലിസൺ ചെയ്യുന്നത് ഇപ്പോൾ ലൈക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചും കൂടെ യങ് ഓഡിയൻസ് ആയിരുന്നു ലിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കൂടുന്ന കുറച്ചും കൂടെ ബെനഫിറ്റഡ് ആയിട്ട് ആൾക്കാർ സംസാരിക്കാറുള്ളത് മുതിർന്ന ആൾക്കാരാണ്. കാരണം എന്താ വെച്ചാൽ ഈ ടെക്നോളജിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യൂത്തിന് ശരിക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും പുതിയ കാര്യങ്ങൾ അറിയാൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ തന്നെ പറയാറുണ്ട്, കാറ്റലോഗ് ഇല്ലാണ്ട് എന്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അതിപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടിയാണെങ്കിലും ഈസി ആയിട്ട് യൂട്യൂബ് നാവിഗേറ്റ് ചെയ്യും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും, TV സ്മാർട്ട് റിമോട്ട് ഉപയോഗിക്കും, എന്തും ചെയ്യും. പക്ഷെ ഒരു മുതിർന്ന ജനറേഷൻ ഒരു ലെഫ്റ്റ് ഔട്ട് ഫീൽ ഉണ്ട് ആക്ച്വലി. അതായത് ചേഞ്ചിൻ്റെ പേസ്, പ്രത്യേകിച്ചും അവർ ജീവിതത്തിൽ ഭയങ്കര ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒഴിവ് സമയം ഉണ്ടാവില്ലേ ഈ ടെക്നോളജി അപ്ഡേറ്റഡ് ആവാൻ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ലെഫ്റ്റ് ഔട്ട് ഫീൽ ഉണ്ടാവാറുണ്ട്. ഇവർ പറയുന്ന ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ എന്നോട് എനിക്ക് ഫീഡ്ബാക്സ് ആട്ടോ ഞാൻ പറയുന്നത്. അതായത് നല്ലൊരു വിഭാഗം യൂത്ത് ഉണ്ടാകാം, പക്ഷേ ഒരു മുതിർന്ന ഓഡിയൻസ് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നതായിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഞാൻ അധികം സംസാരിക്കാറുള്ള ടോപ്പിക്ക് ഈ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആശയം എന്താണെന്ന് വെച്ചാൽ ലോകം ഇപ്പോൾ ഒരു 4ാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്തിലെത്തി. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ റോബോട്ടിക്സോ ഒക്കെ പറയുന്നൊരു കാലം. അതായത് നമ്മൾ കൃഷി തുടങ്ങിയിട്ടൊരു 12,000 കൊല്ലം മുന്നാണെങ്കിൽ മനുഷ്യൻ്റെ ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ അതിനുപയോഗിക്കുന്ന ടൂൾസ് ആണെങ്കിലും ഒക്കെ കഴിഞ്ഞൊരു 20-30 കൊല്ലത്തിനകത്ത്, അതും ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സിനകത്ത് ഉണ്ടായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. ചരിത്രത്തിൽ ബ്രോ പറഞ്ഞില്ലേ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അത് ഏതാണ്ട് ഒരു 1980s കമ്പ്യൂട്ടറിൻ്റെ തുടക്കത്തിലേ തുടങ്ങിയതല്ലായിരുന്നു? നമുക്ക് കുറച്ചും കൂടെ അതിനൊരു ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് മനുഷ്യന്മാർ സാമൂഹിക ജീവിതം ആരംഭിക്കുന്നത് കൃഷിയോട് കൂടിയിട്ടല്ലേ. അതിനു മുൻപ് നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സായിട്ട് ഭക്ഷണം ശേഖരിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശേഖരിച്ച് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ശരിക്കും സാമൂഹിക ജീവിതം ഉണ്ടാകാം, അവരുടേതായിട്ടുള്ളൊരു ട്രൈബൽ കൾച്ചർ ഉണ്ടാകാം. അതിന് പകരം ഒരു സെറ്റിൽഡ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരു മനുഷ്യൻ സാമൂഹിക ജീവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊപ്പോസിഷൻ ശരിക്കും വരുന്നപ്പോഴാണെന്ന് അറിയാം, നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. അതായത് ഒന്നിച്ച് ജീവിക്കുക, ഒരു കോമൺ എയിമിന് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ ഹണ്ടർ ഗ്യാദറർ ആകുമ്പോൾ നമ്മൾ ഹണ്ടേഴ്സായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ട്രൈബൽ ഇതുണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അന്നൊരു സ്ട്രക്ചേർഡ് ഭാഷ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, ആംഗ്യങ്ങൾ മതിയാവാം, കമ്മ്യൂണിക്കേഷന്. പക്ഷേ ഇതെല്ലാം കൃഷിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറുന്നത്. കാരണം നമ്മൾ ഒരു പ്രദേശത്ത് താമസം ആരംഭിക്കുന്നത്, ആ പ്രദേശത്തെ ജോഗ്രഫി, ഭൂപ്രദേശത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നത്. അപ്പം വേണ്ടി നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല. അത് അല്ല, അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഗോതമ്പ് കൾട്ടിവേറ്റ് ചെയ്ത് മനുഷ്യന്മാർ തുടങ്ങിയെന്ന് പറയുന്നു. ഇത് ഗോതമ്പിൻ്റെ വിജയം എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് വെറും ഒരു കാട്ടുചെടിയായിരുന്നു. ഗോതമ്പിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ സമയം ചിലവഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് മനുഷ്യൻ്റെ വിജയമല്ല, ഗോതമ്പിൻ്റെ വിജയമാണ്. കാരണം ഇന്നിപ്പോൾ എല്ലായിടത്തും കാണുന്ന രീതിയിലേക്ക് ഗോതമ്പിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഗോതമ്പിൻ്റെ വിജയം എന്ന് പറയാറുണ്ട്. അത് ഹരാരി പറയുന്നതാണ്. അപ്പോൾ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ കൃഷി തുടങ്ങിയപ്പോൾ സാമൂഹിക ജീവിതം ആരംഭിച്ചു, ഒരു പ്രദേശത്ത് സെറ്റിൽഡായി. അപ്പോൾ നമ്മൾ ജോഗ്രഫിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഇവിടെ എന്തൊക്കെ ഉണ്ടാകും, മറ്റുള്ള പ്രദേശങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകും, നമുക്ക് ബെറ്റർ ടൂൾസ് ആവശ്യം വന്നു. ഇപ്പോൾ നദീതടങ്ങളിൽ നമുക്ക് ബേസിക് ടൂൾസ് മതി, കാരണം മണ്ണൊരുക്കാൻ ഈസിയാണ്, കാരണം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകുമ്പോൾ ഈസിയാണ്. അതേസമയം കുറച്ചും കൂടെ ഹൈ റേഞ്ച് ഏരിയകളിലേക്കോ അല്ലെങ്കിൽ വരണ്ട പ്രദേശങ്ങളിലേക്കോ മാറുമ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ടൂൾസ് വേണം. അപ്പോൾ നമ്മൾ കൂടുതൽ ബെറ്റർ എക്യുപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. മനുഷ്യന് ഒരു നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത നാടുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു എക്കണോമിക് സിസ്റ്റം ഇവോൾവ് ചെയ്യുക, ട്രേഡിങ് ഇവോൾവ് ചെയ്യുക. അപ്പോൾ ചില ആളുകൾ കൃഷിയിൽ ഇൻവോൾവ് ആകുന്നു, ചില ആളുകൾ ട്രേഡിങ്ങിൽ ഇൻവോൾവ് ആകുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ഒക്കുപ്പേഷൻ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും.
ഇനി ഈ സമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാരിയർ ക്ലാസ് ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ സൊസൈറ്റി 4 ഫോൾഡ് ആയതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മുൻപ് ഈ സിവിൽ സർവീസസിനൊക്കെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ അറിവല്ല തിരിച്ചറിവാണ് പ്രധാനം എന്നാണ് എനിക്ക് അന്ന് കിട്ടിയ ഒരു വലിയ ഒരു ഇൻസൈറ്റ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഓരോ സബ്ജക്റ്റും ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റായിട്ട് പഠിക്കും. അതായത് ഫിസിക്സ് വേറെ, സയൻസ് വേറെ, ജോഗ്രഫി വേറെ, സോഷ്യൽ സയൻസ് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. പക്ഷേ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഇൻ്റർ കണക്റ്റഡ് ആണ് എവരിത്തിങ്. ഇപ്പോൾ കൃഷി, എന്തുകൊണ്ട് മനുഷ്യന്മാർ നദീതടങ്ങളിൽ കൃഷി എന്ന് പറയുമ്പോൾ അവിടെ ജോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ ഒരു പ്രദേശത്തെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അന്നത്തെ സയൻസ് വെച്ചിട്ട് നമുക്ക് മണ്ണൊരുക്കാൻ പറ്റിയിരുന്നത് നദീതടങ്ങളിലാണ് കൃഷി ചെയ്യാൻ പറ്റിയിരുന്നത്. ഒരു പ്രദേശത്തെ ആളുകൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾക്കിടയിൽ എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് വേണം? എൻ്റെ അവകാശം മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല. അപ്പോൾ അതിനിടയിൽ ഒരു ബൗണ്ടറി വേണം. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇവോൾവ് ചെയ്യണം. അതായത് ആളുകൾക്കിടയിൽ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടുന്ന ഒരു സിസ്റ്റം. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽഡ് ആവാത്തതുകൊണ്ട് അടുത്ത ഗ്രാമങ്ങളുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു എക്കണോമിക് സിസ്റ്റം ഇവോൾവ് ആകുകയാണ്. അപ്പോൾ ജോഗ്രഫി വന്നു, പൊളിറ്റി വന്നു, എക്കണോമിക്സ് വന്നു. ആളുകൾ ഇങ്ങനെ 2-3 ജനറേഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഹിസ്റ്ററി ഉണ്ടാവുകയാണ്, ചരിത്രം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ആളുകൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കൂടുമ്പോൾ റിക്വയർമെൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ശാസ്ത്രമെല്ലാം ഇവോൾവ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതിൻ്റെ ഒരു ഫസ്റ്റ് മേജർ ബ്രേക്ക് ത്രൂ ആണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വ്യവസായ വിപ്ലവത്തോടു കൂടി ഉണ്ടാകുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർത്തു മൃഗങ്ങളുടെയോ ശേഷി ഉപയോഗിച്ച് മാത്രം നമ്മൾ ജോലി ചെയ്തിരുന്നതെന്ന് മാറിയിട്ട് യന്ത്രങ്ങളുടെ ഒരു പവർ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രത്യേകത. അപ്പോൾ അന്ന് ഒരുപാട് പേർക്ക് പണി പോയിട്ടുണ്ടാവാം. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ പറയാം, ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ പണി പോകുന്നതെന്നുള്ള ഡേഞ്ചറിനെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ AI വരുന്നു, എത്ര ആയിരം പേരുടെ പണിയാണ് പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരുപാട് പേര് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ അന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാക്ടറിയിൽ ജോലി കണ്ടെത്താൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം അന്നത്തെ ഫാക്ടറിയുടെ റിക്വയർമെൻറ്റുകൾ അധികവും റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുകയും ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ടുപോവുകയും, അതായത് ഈ മെഷീൻസിന് വേണ്ടിയിട്ട് മെഷീൻസിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, അങ്ങനെ ഒരു വലിയ, അതായത് അതിൽ തന്നെ ഹൈടെക് ആൾക്കാർ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാകാം, കുറച്ചും കൂടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഭൂരിഭാഗം പേർക്കും വലിയ സ്കില്ലില്ലാണ്ട് തന്നെ സർവൈവ് ചെയ്യാൻ കഴിയുന്ന കാലമായിരുന്നു അന്ന്. കാരണം ഫാക്ടറികൾക്ക് അത് മതിയായിരുന്നു. പക്ഷേ ഒരു സ്ട്രക്ചേർഡ് ജോബ് കൾച്ചറൊക്കെ വന്നത് ഈ ഫാക്ടറികൾ വന്നോട് കൂടിയിട്ടാണ്. നമ്മുടെ നിലവിലെ എഡ്യൂക്കേഷൻ്റെ റിക്വയർമെൻറ്റും ജനിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ്. കാരണം ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മാസ് സ്കെയിലിൽ വന്നപ്പോൾ ലോകത്ത് എല്ലായിടത്തും അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൊരു എങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് കോളനൈസേഷൻ സർവൈവ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ചെറിയ രാജ്യം ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റഡീസ് ഉണ്ട്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കി, അതായത് അതിൻ്റെ യൂണിറ്റ്സ് മുഴുവൻ മനുഷ്യന്മാരാണ്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർ അക്കൗണ്ടിങ്, പ്രോപ്പർ കണക്ക്, എന്നിട്ട് എല്ലാ റൂൾസും റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് അതാത് ഭാഗങ്ങളിലേക്ക് ഷിപ്പ് ചെയ്ത് അവിടെ നിന്നുള്ള അക്കൗണ്ട്സ് അതാത് ഭാഗങ്ങളിൽ നിന്ന് വന്ന് അതിനെ പ്രോപ്പർ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി. അതിന് മാത്സ് ഇമ്പോർട്ടൻ്റ് അല്ലേ? അങ്ങനെയാണ് മാത്സ് എന്തുണ്ടായത്. അതിന് ഇത്ര വലിയ കണക്കപ്പിള്ള എന്നുള്ള ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷ് കാലത്ത് ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് മാത്സിന് ഇന്നും ഭയങ്കര ഗ്ലാമർ ഉള്ളത്. പക്ഷേ ഇന്ന് അത്ര തന്നെ ശരിക്കും നമുക്കറിയാം, മാത്സ് എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, മാത്സ് മാത്രമല്ല. മാത്സിന് അതിൻ്റെതായിട്ടുള്ള റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതത്തിലൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ കുറ്റമൊന്നുമല്ല, പക്ഷെ പറയുന്നത് മറ്റേതൊരു അക്കൗണ്ടിങ് എന്നൊരു സാധനമല്ലേ ഭയങ്കരമായിട്ട് അന്നത്തെ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വൈഡാണ്. മുന്നേ ഉണ്ട് അതിന്, ലൈക്ക് അതിന് വൈഡർ നീഡ്സ്, കോഡിങ്ങിന്റെ ഒക്കെ ബേസിലൊക്കെ നമുക്കത് കാണാം. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഈ ഭൂമിയുടെ ആകൃതി അളക്കുന്നതും ഭൂമി സ്പിയർ ആണെന്നൊക്കെ കണ്ടുപിടിച്ചാണ് മാത്സിൻ്റെ ഒരു. അല്ല, അന്നെന്താണെന്നറിയോ, ഒരു എഡ്യൂക്കേഷനിൽ ഇന്ത്യയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് അത്തരത്തിൽ പറയാനൊക്കെ പറ്റും. പക്ഷേ അന്നത്തെ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഒരാൾ ജനിച്ച് വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എഡ്യൂക്കേഷൻ നേടണമെന്ന് കമ്പൽസറി അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് ചെയ്തു വന്നിരുന്ന ജോലികളിൽ തുടരാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മളൊരു സ്ട്രക്ചേർഡ് എഡ്യൂക്കേഷനിലൂടെ പുറത്ത് പോയാൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ അവസരങ്ങൾ നേടാൻ കഴിയും. പക്ഷേ ആ കാലം ഇപ്പം മെല്ലെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം 10 പാസ്സാവാത്ത ആൾക്കാരും നല്ല ജോലികൾ ചെയ്യുന്നുണ്ട്. അതേസമയം BTechും MTechും കഴിഞ്ഞവർക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ലൈക്ക് പെർസ്പെക്റ്റീവ്സ് മാറും. പക്ഷെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു മേജർ ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റിന്ന് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചപ്പോൾ, വൈദ്യുതി കണ്ടുപിടിച്ചപ്പോഴാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ആവിയന്ത്രമാണെങ്കിൽ രണ്ടാമത്തേത് വൈദ്യുതിയാണ്. ഇത് രണ്ടിൻ്റെയും ബേസിക്
പോയിന്റ് എന്താണെന്നറിയോ, ആവിയന്ത്രം വന്ന സമയത്ത് ഒരുപാട് പേർക്ക് ജോലി മിസ്സായി. പക്ഷെ അവർക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്ന പുതിയ അവന്യൂസ് ഉണ്ടായിരുന്നു. അതൊരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. കാരണം ആവിയന്ത്രം ഏതൊക്കെ മേഖലയിൽ ഉപയോഗിക്കുമോ ആ മേഖലയിലൊക്കെ അതൊരു ഫോഴ്സാണ്, അതൊരു ശക്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേസമയം അടുത്ത മേഖല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈദ്യുതി വന്നപ്പോൾ എല്ലാ മേഖലയ്ക്കും കറണ്ട് കൊടുക്കുക എന്നുള്ള അന്നത്തെ ഭയങ്കര ഒരു റെവല്യൂഷനാണ്. ഇപ്പം എല്ലാത്തിനും AI കൊടുക്കല പണി, ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് കറണ്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര, എല്ലാത്തിനെയും പിടിച്ചിട്ട് ഇലക്ട്രിഫൈ ചെയ്യുക. 100 കൊല്ലം മുന്നെയാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അന്നത്തെ സൂപ്പർ റിച്ച് ആളാണ് നമ്മളെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ കറണ്ട് AC ഒന്നും അയാൾക്കില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് അയാൾക്കില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന യാത്രാ ഓപ്ഷൻസ് അയാൾക്കില്ല. കാരണം അയാൾക്ക് ഭയങ്കര പൈസ ഉണ്ട്, ഓക്കെ, അയാൾക്ക് വേണമെങ്കിൽ പല്ലക്കിൽ പോവാം. അയാൾ കുറച്ചും കൂടെ പൈസ ഉണ്ട്, ഓക്കെ, കുതിരവണ്ടിയിൽ പോകാം. ഇത്രയേ ഓപ്ഷനുള്ളൂ. ഇന്ന് നല്ല പൈസ ഉള്ളവന് പ്രൈവറ്റ് ജെറ്റിൽ പോവാം. അതല്ല, കുറച്ചും കൂടെ പൈസ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ ബഹിരാകാശത്തേക്ക് ടൂറ് പോകാം. അത് ചിന്തിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്ന് വാട്ട് മണി ക്യാൻ ഡു എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത് ടെക്നോളജി കൊണ്ടുവന്ന് തന്നെ, അല്ലാതെ ഇത് ഒരു ടെക്നോ ഒപ്റ്റിമിസ്റ്റുകൾ കൊണ്ടുവന്നതാണ്. അല്ലാതെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ ഇമ്മച്വർ ഫേസിൽ അത് കണ്ടിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറയുക, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ടെക്നോളജി പുതുതായിട്ട് വരുന്നത്, ഓക്കെ, അതൊന്നും നടക്കാൻ പോകണില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. അപ്പോൾ ഞാൻ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ഒരു ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് മീൻസ് ജീനോം സീക്വൻസിങ്, നമ്മുടെ ജനിതക ഘടന തിരിച്ചറിയാൻ പറ്റുന്നതിനെ കുറിച്ച്. പ്യുവർ സയൻസ്, അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത്, നമ്മുടെ DNA-യിലുള്ള ഡാറ്റ കിട്ടുക എന്നുള്ളത് അത് സയൻസാണ്, പ്യുവർ സയൻസ്. ഒരു ചങ്ങാതി അതിനെ കമ്പയർ ചെയ്ത് ആസ്ട്രോളജിന്നിട്ടാണ്. അപ്പോൾ ജ്യോതിഷം എന്നുവെച്ചാൽ ജ്യോതിഷം ശരിയാകാം തെറ്റാകാം, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇവിടെ വരുന്നത് നമ്മളൊന്ന് സയൻസിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ DNA-ൻ്റെ ഡാറ്റ വായിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ തെറ്റുണ്ട്, ഓക്കെ, തെറ്റുണ്ടാകാം. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൽ സ്ഥായി ആയിട്ടുള്ള സത്യങ്ങളില്ല എന്നാണ് പറയാം. അബ്സല്യൂട്ട് കറക്റ്റ് ഇല്ല, എക്സാക്ട്ലി. അതെന്താ വെച്ചാൽ പുതിയ ഫാക്റ്റുകളുടെ വെളിച്ചത്തിൽ എപ്പോഴും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യങ്ങൾ മാത്രമല്ല, അതിൽ സ്ഥായി ആയിട്ടുള്ള സത്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചേഞ്ച്, ആവിയന്ത്രം വന്നു, കറണ്ട് വന്നു, പിന്നീട് ഇൻ്റർനെറ്റ് വന്നു. ഇൻ്റർനെറ്റാണ് ശരിക്കും അബ്സല്യൂട്ട് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും അറിവ് ഷെയർ ചെയ്യുന്നതിൻ്റെയും ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ വന്നിട്ടുള്ള മാറ്റം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ അവിടെ എക്സാക്ട്ലി. അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ വാമൊഴിയായിട്ട് അറിവ് പങ്കുവെക്കുന്ന രീതിയുണ്ട്. അപ്പം എന്താ, നമ്മളിങ്ങനെ കൂട്ടിരിക്കും, നമ്മളിരുന്ന് വർത്താനം പറയും. അത് മാറിയിട്ട് ആൾക്കാർക്ക് കൈയെഴുത്ത് പ്രതികളായിട്ട് ബുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവില്ല. അതൊന്നൊരു വലിയ ഷിഫ്റ്റ് വന്നത് ശരിക്കും ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചപ്പോഴാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോഴും അത് റിയൽ ടൈം അല്ല, അപ്പോഴും അതിൽ ഷിപ്പിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല, കിട്ടുന്നത് എൻഡ് യൂസറിന് എഴുത്തും വായന അറിയില്ല, അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പം ഒരു റീജിയണൽ ലാംഗ്വേജ് ആണെങ്കിൽ ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടാവും, സ്ഥലത്ത് മാത്രമേ ഒതുങ്ങി. ഇനി ഫാസ്റ്റ് ഫോർവേഡ് ടു ഇൻ്റർനെറ്റ് ഇറ, അറിവ് റിയൽ ടൈമിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, സെയിം ടൈമിൽ അത് ലോകത്ത് എവിടെ നിന്നും കൺസ്യൂം ചെയ്യാൻ പറ്റുന്നു. ഭാഷാഭേദങ്ങളില്ല, അതായത് ഗൂഗിളോ ആരെങ്കിലുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് റിയൽ ടൈമിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ അത് കൺസ്യൂം ചെയ്യാൻ കഴിയുന്ന സാക്ഷരത കൂടി. അപ്പോൾ ലോകത്ത് കഴിഞ്ഞ 30 കൊല്ലത്തിനകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ 10,000 വർഷം കൊണ്ട് ലോകത്തുണ്ടായിട്ടില്ല. ദാറ്റ്സ് ദ ട്രൂത്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഇത്രയും നേരം പറഞ്ഞ ഈ പോയിന്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങേ ഡിഫറെൻ്റ് ആണ്. അതായത് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നവന് ചരിത്രം അറിയില്ല എന്നാണ് പറയുക. കാരണം ചരിത്രം നോക്കിയാൽ നമുക്കറിയാം 10,000 വർഷങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 30 വർഷത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പലതും ഇവിടെ മുൻപ് മാറിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് 3-4 ഇയേഴ്സിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പോയിൻ്റാണ്. അതായത് ഇവിടെ എന്താ വെച്ചാൽ ടെക്നോളജിയോ AIയോ എന്ത് വരുമ്പോഴും നമുക്ക് പേടിച്ചിട്ട് മാറി നിന്ന് നോക്കാം. ദാറ്റ്സ് വൺ ആംഗിൾ. ദ തിങ് ഈസ്, ആ ആംഗിളിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇനാക്റ്റീവായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ലൈക്ക് എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മളൊന്നും ചെയ്യണ്ട, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, ലൈക്ക് മാറിയിരുന്നാൽ മതി. ഇതൊരു പെസിമിസ്റ്റിൻ്റെ വ്യൂ ആണ്. കാരണം പെസിമിസം ഭയങ്കര ഈസി ഉള്ള പണിയാണ്, നടക്കൂല എന്ന് പറഞ്ഞാൽ മതി. അല്ല, പക്ഷേ ഒരു പെസിമിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ചെയ്താൽ ഇപ്പോൾ അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ
100%. അല്ല, ക്രിറ്റിസിസം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഏത് മേഖലയിലും ആവശ്യമാണ്. കാര്യം ഇപ്പോൾ ഒരു സാധനത്തിന് സേഫ്റ്റി കൺസേൺസ്, ഇപ്പോൾ പല കാര്യങ്ങളും സേഫ്റ്റി കൺസേൺസ് വരുന്നത് തന്നെ അത് പെസിമിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആസ്പെക്റ്റും അല്ല, ആ ആങ്കിൾ 100% അക്നോളജ് ചെയ്തിട്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ മലയാളികളുടെ ഏതെങ്കിലും ക്രിറ്റിസിസം ആവശ്യമുള്ള വേദികളിൽ എത്താറുണ്ടോ? നമ്മളുടെ ക്രിറ്റിസിസം മുഴുവൻ നമുക്കിടയിൽ നിന്നിട്ട് ഇങ്ങനെ പറയും, നമ്മളുടെ 4 ഗ്രൂപ്പിൽ പറയും. അല്ലാതെ ഒരു പ്രൊഡക്റ്റിനെ പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമാണ് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. ലൈക്ക് ഇപ്പോൾ നമ്മൾ എല്ലാത്തിനെയും തള്ളി പറഞ്ഞാൽ ശരിയല്ല. അതായത് ജസ്റ്റ് പെട്ടെന്നൊരു ആദ്യമേ ഒരു സംഭവം കേട്ടിട്ട് അതിനെ ഉടനെ നെഗറ്റീവ് പറയുന്നത് അത്ര മീൻസ് നമ്മൾ അതേ ചെയ്യുന്നുള്ളൂ. ഒരു സംഗതിയെ പഠിച്ച് അതിൻ്റെ എല്ലാം ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കത്തി കൊണ്ട് വേണമെങ്കിൽ ആപ്പിൾ മുറിക്കാം, ഒരാളെ കുത്തിക്കൊല്ലാം. ഇത് കത്തിയുടെ പ്രശ്നമല്ല, ഇത് രണ്ടും ഉപയോഗിക്കുന്ന ആളുടെ ധർമ്മം അനുസരിച്ചാണ്. അപ്പോൾ ദ തിങ് ഈസ്, അവിടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുക, അവബോധം സൃഷ്ടിക്കുക, ഇതിൻ്റെ ബെസ്റ്റ് യൂസ് കേസുകളെ പ്രൊമോട്ട് ചെയ്യുക. ഇത് കുറച്ച് പണിയുണ്ട്. അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അത്യാവശ്യം നയിപ്പുണ്ട്. അല്ല, ഇപ്പം ബീനു പറഞ്ഞില്ലേ നമ്മളൊരു ക്രിറ്റിസിസം പറയുന്നത്, അപ്പോൾ മലയാളിൽ മാത്രമല്ല, എനിക്കാണ് വേൾഡ് വൈഡിൽ ഒരു ഉള്ള സംഭവം ഉണ്ട്. പക്ഷേ നമുക്കാണിത് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് വെച്ചാൽ ഇപ്പം കുറച്ചുകൂടെ നമ്മൾ പുറത്തുനിന്നുള്ളത് കേൾക്കുന്നെങ്കിൽ, ഇപ്പം അമേരിക്കയോ അല്ലെങ്കിൽ അവിടെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ളവർ പറയുന്നത് മിക്കവരും ഈ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലേ പൊങ്ങി വരുള്ളൂ. നമ്മളിപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിലപ്പോൾ കണ്ടിട്ട് അത്രേ ഉള്ളൂ, കുറ്റം പറച്ചിൽ പോലെ ആയിപ്പോകും. ഞാൻ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയട്ടെ. കാറുകൾ ഓട്ടോണമസ് ആവുന്നു. ഞാൻ പൊതുവിൽ പങ്കുവെക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനൊരു എനിക്ക് ഭയങ്കര ഈ വിഷയത്തിലൊരു എന്തൂസിയാസം കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ അറിയാതെ എന്തോ പോകും, കുറച്ച് ചിരിച്ചിട്ടായിരിക്കും പറയാം, കുറേ പേരുടെ പണി പോകും. സംഗതി ഞാൻ കുറച്ച് സങ്കടത്തിൽ പറയേണ്ട സാധനമാണ്. അതായത് കുറേ പേരുടെ പണി പോകും കേട്ടോ. വിഷയം ഞാൻ അതിൽ ത്രില്ലടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ എന്തൂസിയാസം മാത്രം കണ്ടിട്ട് ഞാൻ അന്ധകനായിട്ടോ അല്ലെങ്കിൽ അപ്പോൾ ഒരു സാധനം എന്താ വെച്ചാൽ, ഞാനൊരു കാലാവസ്ഥാ പ്രവചകൻ മാത്രമാണ്. അതായത് കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ആളല്ല. ട്രെൻഡുകളിൽ നിന്ന് നമ്മൾ ഇതാണ് കാലാവസ്ഥ എന്ന് പറഞ്ഞു തരാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തേത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെക്കൊണ്ട് ബാധിക്കപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമല്ല. അപ്പോൾ ഇതിൽ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്നും നീറോ ചക്രവർത്തിമാരാകാതിരിക്കുക. അതായത് റോമ സാമ്രാജ്യം കത്തി എരിയുന്നുണ്ട്, പുള്ളി അപ്പുറത്തിരുന്ന് വീണ വായിക്കുകയാണ്. അത് 2 പെർസ്പെക്റ്റീവിൽ പറയാറുണ്ട്. ഒന്ന് പുള്ളി തന്നെയാണ് തീ കൊടുത്തത്, അതുകൊണ്ട് ഇപ്പുറത്ത് വന്നിരിക്കുക. നമ്മളൊക്കെ പണ്ടുണ്ടല്ലോ റിമോട്ട് തല്ലി പൊളിച്ചിട്ട് അപ്പുറത്ത് വന്നിട്ട് അറിയാത്ത പോലെ ഇരിക്കൂലേ, മീൻസ് വീട്ടിൽ അടിയൊക്കെ ഉണ്ടാകുമ്പോഴേ. അതുപോലെ വേണമെങ്കിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ഇതിനൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ മലയാളികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചേഞ്ച് വരുമ്പോഴും ഇതൊന്നും നമ്മളെ നാട്ടിൽ വരില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പറയലതാ. അതായത് ഇനിയിപ്പോൾ എവിടെയും വന്നോട്ടെ, അതൊക്കെ ഞങ്ങൾ അക്നോളജ് ചെയ്യും, ഞങ്ങളെ നാട്ടിലിത് വരില്ല, ഒന്നുകിൽ നമ്മൾ സമ്മതിക്കില്ല എന്നായിരിക്കും പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ്. പക്ഷേ ഈ ചേഞ്ചുകൾ അങ്ങനെയല്ല, ചേഞ്ചുകളുടെ സ്വഭാവം അങ്ങനെയല്ല. ചേഞ്ച് ഡിസ്റപ്റ്റീവ് ഫോഴ്സായിട്ടാണ് വരിക. ഇപ്പോൾ ഈ ടെക്നോ പാർക്ക് നമുക്ക് അടുത്തുണ്ട്. എത്രായിരം ആളുകൾ ചെയ്യുന്ന ജോലിയൊന്നും കേരളത്തിലെ ജോലികളായിരിക്കില്ല, വിദേശ രാജ്യങ്ങളിലെ ജോലിയായിരിക്കും. അപ്പോൾ ഒരു AI പോലെയുള്ള ഏതെങ്കിലും ഓട്ടോമേഷൻ ടൂളുകൾ വന്നാൽ ഇവിടുത്തെ ടെക്നോ പാർക്കും അതിനോടനുബന്ധമായി കിടക്കുന്ന ഇൻഡസ്ട്രിയുടെയും ഒരു ഇഷ്യൂ ആലോചിച്ച് നോക്കി. ലൈക്ക് അവരതിനുള്ള കോപ്പിംഗ് മെക്കാനിക്സ് അവരുടെ അടുത്ത് ഉണ്ടാകും, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ടെക്നോളജീനെ അറിയേണ്ടതിൻ്റെ നീഡാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇതിനൊരു ഒരു പെസിമിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് നിന്ന് മാറിയിട്ട് ഒരു ഒപ്റ്റിമിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ കാണാൻ തുടങ്ങിയാൽ നമുക്കതിൽ ഒരുപാട് സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എനിത്തിങ് എന്താ പറയുക, നേരത്തെ മൂവ് ചെയ്യുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ സംഭവമില്ലേ, നേരത്തെ ഒരു എക്സാമ്പിൾ, അതായത് ഒരു ഡ്രൈവറുടെ പെർസ്പെക്റ്റീവ്, പുള്ളിക്കാരന് ചിലപ്പം എന്തായിരിക്കും സാധ്യത എന്ന് അറിയില്ലായിരിക്കും, ചിലപ്പോൾ എക്സാക്ട്ലി. ഇതെന്താ വെച്ചാൽ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻസ്. അതായത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ ജോബ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായി. പക്ഷെ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി പോയതിനേക്കാൾ കൂടുതൽ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ജീവിത നിലവാരം മെച്ചപ്പെട്ടു. പക്ഷെ സംഭവം എന്താണെന്നറിയോ, ജോലി പോയ ആൾക്കാർക്ക് തന്നെ അല്ല പുതിയ ജോലി കിട്ടിയത്. അവരുടെ അടുത്ത ജനറേഷനായിരിക്കും അധികവും ബെറ്റർ ജോലി കിട്ടിയിട്ടുണ്ടാവുക. അവരുടെ അടുത്ത ജനറേഷനാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് അതിന് കോപ്പപ്പ് ചെയ്ത് പോയത്. എനിക്കൊന്ന് കുറച്ചുകൂടെ പറഞ്ഞ, ഇപ്പം അടുത്ത ജനറേഷൻ ആയിരിക്കും കുറച്ചുകൂടി ഈ എഡ്യൂക്കേഷൻ മാറുമല്ലോ. മാറും. കാര്യം ഇപ്പം ഈ ആദ്യത്തെ റെവല്യൂഷൻ്റെ ആ ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫോക്കസ് ചെയ്ത് ചിലപ്പോൾ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, എങ്ങനെ ഫാമിംഗ് അല്ലെങ്കിൽ എങ്ങനെ ഒരു സംഭവം എന്നുള്ള രീതിയിലായിരിക്കും. അല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ
വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ 100-200 കൊല്ലമായിട്ടുണ്ടായിട്ടില്ല. ഇല്ല. ഒരു ബേസിക് സിലബസ് ഉണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സിലബസും നമുക്കില്ല. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വെറുതെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങാം. കീബോർഡ്, മൗസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സിലബസ് ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ കാണാം. ആർക്ക്? 1 വയസ്സോ 1.5 വയസ്സിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന കുട്ടിയൊക്കെയാണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ ഒരു സ്കൂളിൽ പോയ സമയത്ത് അവിടെ ടീച്ചർ ബോർഡിൽ മൗസ് വരച്ച് പഠിപ്പിക്കുന്നു. ദിസ് ഈസ് മൗസ്, ദിസ് ആൻ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. എന്ത് പ്രഹസനമാണെന്ന് ആലോചിച്ച് നോക്കി. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് CPU വേറെ മോണിറ്റർ വേറെ എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം ഇല്ല. ഇപ്പോൾ എല്ലാം ഒന്നിലേക്ക് വന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട. അത് ബേസിക് തിങ്. അന്നത്തെ കമ്പ്യൂട്ടറുകളെക്കാളും 10 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ഭയങ്കരമായിട്ട് റീഡ്രോ ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഞാൻ കാണാൻ സാധ്യതയുള്ള പ്രതീക്ഷിക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി തകരും. അത് ചിരിച്ചിട്ട് പറയാമല്ലോ കേട്ടോ, കുറച്ച് സങ്കടത്തിൽ പറയാം. അതായത് സ്കൂളിംഗ് തകരും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മേഴ്സീവ് ടെക്നോളജികൾ, വിർച്വൽ റിയാലിറ്റി, നമുക്ക് ഒരു എക്സ്പീരിയൻസ് നൽകാൻ കഴിയുന്നതിൻ്റെ, സംവേദനം നൽകാൻ കഴിയുന്നതിൻ്റെ രീതി ഭയങ്കരമായിട്ട് മാറാൻ പോവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തനം പഠിപ്പിക്കുക. ഹൃദയത്തിൻ്റെ പ്രവർത്തനം പഠിപ്പിക്കുന്നത് നോർമൽ സിനാരിയോയിൽ ടീച്ചർ ബോർഡിൽ നല്ല ചിത്രം വരയ്ക്കും, ഒരു 2D ഡയഗ്രാം വരച്ചിട്ട് 2D ഡയഗ്രാം വരയ്ക്കും. നല്ല വരയ്ക്കാൻ അറിയുന്ന ടീച്ചറാണെങ്കിൽ വരയ്ക്കും. അതല്ലെങ്കിൽ ടീച്ചർ ചിത്രം കൊണ്ടുവരും, പരമാവധി അതിൻ്റെ ഒരു റെപ്ലിക്ക കൊണ്ടുവരും. എന്നിട്ട് ബ്ലഡ് ഇങ്ങനെ വരും, അങ്ങനെ പോകും, ഇവിടെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ പോലും ഒരു നോർമൽ സിനാരിയോയിൽ ആ 1 അവർ ക്ലാസ് കഴിയുമ്പോൾ കുട്ടിക്ക് ഒരുപാട് സംശയം ഉണ്ടാവും, കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോഴാണ് നമ്മളൊരു VR ഹെഡ്സെറ്റ് വെച്ചിട്ട് കുട്ടിയുടെ മുൻപിൽ ഒരു ആർട്ടിഫിഷ്യൽ ഹൃദയം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, റിയൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഹൃദയം. ആ ചങ്ങാതിക്ക് എവിടെ വേണമെങ്കിലും പിടിച്ച് വലിച്ചിട്ടൊക്കെ അതിനെ പരിശോധിക്കാം, ഡൈസെക്റ്റ് ചെയ്യുക. എന്നിട്ട് എന്താ, ഇങ്ങനെ വലിക്കുമ്പോൾ ബ്ലഡ് ലീക്കാവുന്ന, അത് ചെയ്യാൻ പാടില്ല, തിരിച്ചങ്ങോട്ട് തന്നെ വെച്ച്. എന്നിട്ട് അങ്ങനെ ഓരോ ഭാഗവും 5 മിനിറ്റ് എക്സ്പീരിയൻസിൽ അവന് ഒരു എൻറ്റയർ ന്യൂ വേൾഡ് അവന് മനസ്സിലാവുക. ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു സാധനം പ്രാക്ടിക്കൽ ലേണിങ്ങിൻ്റെ സാധ്യത ഞാൻ പറയുന്നത്, അതായത് വാട്ടെവർ നമ്മൾ തിയററ്റിക്കലായിട്ട് ഇത്രയും കാലം കൊണ്ട് പഠിച്ചോ, ബീറ്റ് സയൻസ്, ബീറ്റ് മാത്സ്, എനിത്തിങ്, നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഒരുപാട് അതിൻ്റെ ടൈം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു സ്കൂളിലെ കരിക്കുലം സാധാരണഗതിയിൽ ഡിസൈൻ ചെയ്യുന്നത് എന്താ, ഒരു ആവറേജ് കുട്ടിക്ക് 1 വർഷം കൊണ്ട് പഠിക്കാൻ കഴിയുന്ന സിലബസ്. കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നത് മാത്രമല്ല, ടീച്ചർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നതും 2 ഭാഗമുണ്ട്. കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ. അതിൽ എബോവ് ആവറേജും അതിൽ പെടുന്നില്ല, ബിലോ ആവറേജും പെടുന്നില്ല. ഇത് രണ്ടും മാറിയിട്ട് ഇന്നത്തെ കാലം പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ്റെ കാലമായിരിക്കും. AI വന്ന് പഠിപ്പിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട, ടീച്ചർമാർ തന്നെ വേണം. പക്ഷേ ഇന്നത്തെ പോലെ ഒരു ടീച്ചർ 60 പേരെ 100 പേരെ പഠിപ്പിക്കുന്ന പരിപാടി മാറും. കുറച്ച് പേർക്ക് ഒരു ടീച്ചർ, അപ്പം ജോലി കൂടുക ചെയ്യുക, കാരണം ഒരുപാട് ടീച്ചർമാർ വേണ്ടി വരും. ഇന്നത്തെ പോലെ എന്താ പറയുക, എല്ലാം അറിയുന്ന ടീച്ചറാകണ്ട, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ടീച്ചറായാൽ മതി, നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ടീച്ചറായാൽ മതി. ഓരോ കുട്ടിയുടെയും കൈ പിടിച്ചിട്ട് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ കെയർ കൊടുക്കുന്ന ടീച്ചർമാരായാൽ മതി. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഏതൊരു ചങ്ങാതിയും ഏറ്റവും കുറഞ്ഞത് 15 വർഷത്തെ എഡ്യൂക്കേഷനെങ്കിലും കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നത്. എന്നിട്ടും നാശമായിട്ടുണ്ടെങ്കിൽ അത് ടീച്ചർമാർ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്, എഡ്യൂക്കേഷനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. കാരണം ആ ടൈമിൽ നമുക്ക് അവരെ മോൾഡ് ചെയ്യാനുള്ള നല്ല ഒരു വേദി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ടീച്ചർമാർക്ക് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ പിറകെ അവരെ മാത്രം കുറ്റമല്ല, ഇന്ത്യ പോലെ ഒരുപാട് ജനങ്ങളുള്ള ഒരു നാട്ടിൽ നമുക്ക് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോസ്റ്റ് ഉണ്ട്. കാരണം 10 പേർക്ക് ഒരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ അത്രയും ടീച്ചർമാർ വേണ്ടേ. പക്ഷെ ആ ഗ്യാപ്പ് ഇന്ന് AIക്ക് ഫില്ല് ചെയ്യാൻ കഴിയും. അവിടെ നമ്മൾ AIനെ ഉപയോഗിക്കാം. ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വിർച്വൽ റിയാലിറ്റി ഉപയോഗിക്കാം. 5G വരുമ്പോൾ ഫാസ്റ്റർ ഇൻ്റർനെറ്റ് വരുന്നു. ഇവിടെയാണ് ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ഡിഫറൻസുകൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയെ പാടെ തകർക്കും. അപ്പോൾ ഈ ടെക്നോളജി ഇവിടെ വരാൻ സാധ്യതയില്ലെന്ന്, ഈ നാട്ടിൽ വരാൻ സാധ്യതയില്ലെന്ന് പറയൂലേ, അത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഓട്ടോമേഷൻ കാർ തന്നെ ഇന്ത്യയിൽ വരില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സാഹചര്യവും അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? അത് ഒരുപാട് പേര് പറയുന്ന ആർഗ്യുമെൻ്റ്, അതായത് നമ്മളെ റോട്ടിൽ പശു ഉണ്ടാവും, നമ്മുടെ റോട്ടിൽ, പക്ഷേ നമ്മളെ ഹൈവേകളൊക്കെ ഇപ്പോൾ നോക്കി, ഹൈവേകളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം. വലിയ വലിയ ഹൈവേകൾ ഇപ്പോൾ കൺസ്ട്രക്ഷനിലുണ്ട്, ഇഷ്ടം പോലെ ഹൈവേകൾ. ഇപ്പോൾ ഇവൻ ഞങ്ങളുടെ നാട്ടിലൂടെ ഒരു 6 വരിപ്പാത ഇപ്പോൾ കൺസ്ട്രക്ഷനിൽ വരുന്നുണ്ട്. അത് ഇവിടുന്ന് കാസർഗോഡ് വരെ എത്താൻ
ലൈക്ക് അതിവേഗപാത വരുന്നുണ്ട്. അപ്പോൾ ഹൈവേകളിലായിരിക്കാം ഒരു പക്ഷേ ഇത് ഫസ്റ്റ് യൂസ് കേസുകൾ വരിക. ഹൈവേകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാർ ആൾറെഡി അവൈലബിൾ ആണ്. ഇത് ഒരു പ്രശ്നം, ഇപ്പം ദാസൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പം ഇതൊരു പ്രശ്നമായിട്ട് പറയുന്നതല്ല, പക്ഷേ ഈ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൈവേ ഇന്ത്യയിൽ ആകുമ്പോഴ് ഒരു പീപ്പിള് ഒരാള് ക്രോസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ മാത്രം സ്കില്ലല്ല, അപ്പുറത്ത് വരുന്ന ഒരാളുടെയും കൂടെ സ്കിൽ അനുസരിച്ചിരിക്കും. നമ്മൾ എത്ര നന്നായാലും കാര്യമില്ല. അതാ അപ്പം ഈ ഓട്ടോണമസ്. പക്ഷെ എന്താണെന്നറിയോ, അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ശരിയാണ്. ലൈക്ക് ഇങ്ങനെയുള്ള സിനാരിയോസ് ഉണ്ട്. പക്ഷെ ഇത്രയൊക്കെ പഠിച്ച യന്ത്രത്തിന് ഇനി അത് പഠിക്കാൻ സമയം എടുക്കുന്നതാണോ നമ്മൾ പറയുന്നത്? അതായത് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് ഡാറ്റ അവൈലബിൾ ആയാൽ മതി. അതായത് ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കുറ്റമായിട്ട് പറയുന്നില്ല, പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പോലെ പുറത്തൊക്കെ പറയുന്നതാണ് ഈ ചാറ്റ് GPT ആയാലും ബിങ് ചാറ്റ് ആയാലും ഇത് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിപ്പോയി എന്നുള്ളൊരു സംഭവം. ഐ മീൻ ഒരു ഇപ്പോൾ അതിൽ കൊടുക്കുന്ന ഇപ്പം ഇൻപുട്ട് കൊടുക്കുന്ന ആളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് ഇതിനറിയില്ല, ചാറ്റിന് അറിയില്ല. ഇപ്പം പ്രോംപ്റ്റ് മാത്രമേ ചോദ്യം മാത്രമേ നോക്കുള്ളൂ. അത് ഇപ്പം ഒരു ഹ്യൂമൻ എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം അതാണ്. ഞാൻ അവനോട് സംസാരിക്കുന്നു, ഞാൻ അവനോട് സംസാരിക്കുന്നു, ഇമോഷൻ കൂടെ കൺവേഡ് ആണ്, ഡിഫറെൻ്റ് ആണ് കാര്യം. എനിക്കറിയാം അവൻ എന്തായിരിക്കും ഉദ്ദേശിക്കാൻ പോകുന്നത്, അവൻ എന്തായിരിക്കും ഉദ്ദേശിക്കാൻ പോകുന്നത്. അതൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഹ്യൂമൻലി ഡിഫറൻസ് ആണ്. അതേപോലെ പക്ഷേ ചാറ്റ് ഇപ്പം AI ചാറ്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആകുമ്പോൾ ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനൊരു ജനറൽ ആയിട്ടൊരു ആൻസർ മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു. അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അത് മീൻസ് ഒരു ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ ഓട്ടോണമസ് കാറിൻ്റെ കാര്യത്തിൽ, ഈ ഓട്ടോണമസ് കാറുകൾക്ക് ഇതെല്ലാം ഡാറ്റ പോയിൻറ്റ്സ്. ബേസിക്കലി ഒരു പാസ് ചെയ്യുന്ന ഹ്യൂമൻ അതൊരു ഡാറ്റ പോയിൻ്റ് ആണ്. നമ്മൾ ആക്ച്വലി അത്ര അൺപ്രഡിക്റ്റബിൾ അല്ല. നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ് ആ മനുഷ്യൻ അടുത്ത മൊമെൻറ്റിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത്. ശരിയാണ്, ഭ്രാന്തന്മാർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷേ അങ്ങനത്തെ ജനറേഷൻ ലൈക്ക് അവർ ചിലപ്പോൾ റോട്ടിൽ ഇറങ്ങി നടക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പലതും എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നല്ല വിസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ദൂരെ ഒരു മനുഷ്യനെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പോസിബിൾ ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതിനനുസരിച്ചിട്ട് സ്പീഡ് കുറയ്ക്കണം എന്നൊക്കെ ഒരു പക്ഷേ പ്രോഗ്രാമബിൾ ആയിരിക്കാം. ഇനി കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ കുതിര ഓടിച്ച് പോകാറില്ലല്ലോ. ഇപ്പോൾ കുതിര ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഏരിയയിലുള്ള ഒരു സ്പോർട്സാണ്. ഭാവിയിൽ മനുഷ്യന്മാർ ഡ്രൈവ് ചെയ്യുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലുള്ള സ്പോർട്സായിട്ട് മാറും. റോട്ടിലുള്ള വണ്ടികൾ മുഴുവൻ ഓട്ടോണമസ് ആവും എന്നുള്ളൊരു പൊട്ടൻഷ്യൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാറുകൾക്കിടയിൽ ഒരു ഇൻ്റർ കണക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ മുന്നിലൊരു കാറ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബാക്കിലെ കാറിന് സിഗ്നൽ പോയിട്ട് അതിനെ കൂടെ ബ്രേക്ക് ചെയ്യിപ്പിക്കാനുള്ള പക്ഷെ അതൊരു നിങ്ങൾ ഈ സ്റ്റാർലിങ്ക് എന്തിനാ വരുന്നതെന്ന് കരുതി ഇലോൺ മസ്ക് മാത്രം 10,000-20,000 സാറ്റലൈറ്റ് വിടുന്നത് വെറുതെയാണെന്ന് കരുതി. അതിൻ്റെ ഒരു മീൻസ് ഇത് കാണാൻ ലൈക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാം. സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു നെറ്റ് ഓഫ് സാറ്റലൈറ്റ്സ് ഭൂമിനെ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. എവറി പോയിന്റിൽ 5G സ്പീഡിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ ആക്കുക. അത് ലോകത്ത് എല്ലായിടത്തും ഇൻ്റർനെറ്റ് കൊടുക്കാൻ മാത്രമല്ല, ടെസ്ല ലോകത്ത് എവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് ഹൈ ഡെഫിനിഷൻ ഇൻ്റർനെറ്റ് ലാറ്റൻസി ഇല്ലാണ്ട് കിട്ടണം. ഓട്ടോമാറ്റിക്കലി ഈ കാറുകൾ AI ആകുന്നതിലൂടെ, കാറുകൾ ബ്ലോക്ക് ചെയിനിലേക്ക് വരുന്നതിലൂടെ ഒരു ഫ്യൂച്ചർ എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ കാറിൽ ഒരു ഓട്ടോണമസ് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. നിങ്ങളുടെ മുൻപിൽ ഒരു ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ പോയിൻ്റ് എന്ന് പോയിൻ്റ് ബിയിലേക്ക് നിങ്ങളുടെ മുൻപിൽ ഒരു 500 കാറുണ്ട്. ഇതൊക്കെ ഈ കാറുകൾ കണക്റ്റഡ് അല്ലേ? ആ ഇൻഫർമേഷൻ ഈസ് ഓൾറെഡി ഇത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര ടൈം കൊണ്ട് എത്തണം. ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ 30 മിനിറ്റ് കൊണ്ട് എത്തും ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ. അല്ല, ഈ 500 കാറുകൾക്ക് നിങ്ങളൊരു ബിഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതായത് ആ കാറുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ വഴിയിൽ നിന്ന് മൂവ് ചെയ്ത് തരാം, അല്ലാതെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു വഴി ഓപ്പൺ ആക്കി തരാം. അത് നിങ്ങളൊരു 500 രൂപ പേ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടികൾ നിങ്ങൾക്ക് മാറിത്തരും. അതായത് ഓരോ കാറിന് 1 രൂപയൊക്കെ ആയിരിക്കും കിട്ടുക, അല്ലാതെ ഒരുപാട് പൈസയൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ആകെ എത്ര ചെയ്യാനുള്ളൂ, ആ കാറിന് ഫാസ്റ്റ് ലൈനിൽ നിന്നൊന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഇതാക്കി തരാം. നമ്മൾ ഹോൺ അടിച്ച് വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാറുകൾ നമ്മൾ ചെല്ലുമ്പോൾ മാറിത്തരും. കൈൻഡ് ഓഫ് ഒരു ഹീറോയിക് എൻട്രി. അതായത് നമ്മളിങ്ങനെ വരുന്നു, കാറുകൾ ഇങ്ങനെ മാറുന്നു. പ്രീമിയം മെമ്പർഷിപ്പ് നമ്മുടെ അമ്പലത്തിലൂടെയൊക്കെ മറ്റേ VIP കൈൻഡ് ഓഫ് അതിന് ഒരുപാട് പൈസയൊന്നും വേണ്ട.
അപ്പോൾ എന്താ വെച്ചാൽ ഈ മുന്നിൽ നിന്ന് മാറുന്ന ആൾക്ക് പൈസ കിട്ടും, ഇൻസെൻറ്റീവ് ഉണ്ട്. അത് ബ്ലോക്ക് ചെയിനിലായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ, സ്മാർട്ട് കോൺട്രാക്റ്റുകളായിരിക്കും. അതായത് മാറിയാലേ പൈസ കയറും, മാറാത്തതിന് പൈസ കയറില്ല. സ്മാർട്ട് കോൺട്രാക്റ്റുകളായിരിക്കും, ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകളായിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസി വേണ്ടി വരും, നമ്മുടെ നോർമൽ കറൻസിനേക്കാളും ഡിജിറ്റൽ കറൻസികൾ വേണ്ടി വരും. ബേസിക്കലി ക്രിപ്റ്റോ എന്ന് മാത്രമല്ല, ഡിജിറ്റൽ കറൻസികൾ ബ്ലോക്ക് ചെയിനിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇത് എന്താ പറയുക, ഈ കാറുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പൊട്ടൻഷ്യലുള്ളൊരു സാധനമാണ്. അതായത് ആക്സിഡൻറ്റ് കുറയും. നമ്മൾ ഹൈലി കൊറിയോഗ്രാഫഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് കാണുന്ന പോലെ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ വീഴും തോന്നും, പക്ഷെ വീഴില്ല, തട്ടില്ല. ശരിക്കും ഇങ്ങനെ ഒരു നല്ല ഹൈ കൊറിയോഗ്രാഫഡ് ആയിട്ടുള്ള ഡാൻസ് കാണുന്ന പോലെ ഡ്രൈവിംഗ് കാണും. അപ്പോഴും അപകടം ഉണ്ടാവും. പക്ഷെ ഇന്നുണ്ടാകുന്നതിനേക്കാളും വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടായി. കാരണം 90% ആക്സിഡൻറ്റുകൾ മനുഷ്യന്മാരുണ്ടാക്കുന്നത്, മീൻസ് മെക്കാനിക്കൽ ഫെയിലിയേഴ്സിനേക്കാൾ കൂടുതലും. ഇത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കൊന്നുമില്ല. ഇനിയും ഒരു 10 yearsൊക്കെ ചിലപ്പോൾ ഈ ഒരു ടെക്നോളജി മെച്യൂർ ആവാൻ എടുത്തേക്കാം. പക്ഷെ ആൾറെഡി ഗൂഗിളിൻ്റെ വെയ്മോ മാർക്കറ്റിൽ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ പരീക്ഷിക്കുന്നുണ്ട്. ടെസ്ല ആൾറെഡി സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നേരത്തെ കുറേ കാലമായിട്ട് ആക്സിഡന്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഒരു അപകടം നടന്നു, ഓക്കെ, ആ അപകടം പിന്നെ റിപ്പീറ്റ് ചെയ്യാതെ നോക്കാം. ഇപ്പോൾ സച്ചിൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതായത് മുപ്പര ഇനി ആ രീതിയിൽ ഇനി ഔട്ടാക്കാൻ പറ്റില്ല. കാരണം പുള്ളി അത്രയും ട്രെയിൻഡ് ആയിരിക്കും, ആ ഒരു പെർട്ടിക്കുലർ വേല് പുള്ളിനെ ഔട്ടാക്കാൻ കഴിയും. ദാസൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അത് കുറച്ചുകൂടെ ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചാൽ ഈ AI ഫുള്ളി കൺട്രോൾ കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലതല്ലേ കുറച്ചുകൂടെ ഇറ്റ് ഷുഡ് ബി അസിസ്റ്റിങ് എ ഹ്യൂമൻ. അങ്ങനെയുണ്ട്, അതല്ലേ ഏറ്റവും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിഗ് ഡാറ്റാസ്, ഇപ്പം എല്ലാ ഡാറ്റാസും കൂടെ കളക്ട് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണ് നമ്മൾ മോൾഡ് ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ നല്ലത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ ബിഗ് ഡാറ്റാസ് അല്ല ഇങ്ങനെയുള്ള ഓരോ വലിയ വലിയ സാധനങ്ങളുണ്ടല്ലോ, അതിനെ എങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ നല്ലത്. അവിടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ, നമ്മൾ അത്ര നല്ല ഡിസിഷൻ മേക്കേഴ്സ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ മനുഷ്യന്മാർക്ക് ഒരുപാട് ബയാസുകളുണ്ട്, നമ്മൾ ഓരോ വ്യക്തിക്കും ബയാസുകളുണ്ട്. നമ്മൾ തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് ലോകത്ത് റേസിസം ഉണ്ടായതും, നമ്മൾ തീരുമാനം എടുക്കുന്നതുകൊണ്ടാണ് ലോകത്ത് കാണുന്ന പല ടൈപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അവിടെ ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അവിടെ അതാ നല്ലത്, മനുഷ്യന്മാരെക്കാളും നല്ലത് അതാ. മനുഷ്യന് എന്തൊക്കെ ട്രെയിനിങ് നേടിയാലും നിങ്ങൾ പഠിച്ചൊരു കാര്യം നിങ്ങൾക്ക് നേരെ അടുത്ത ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ ചിപ്പ് എടുത്ത് അടുത്ത ഇതിലേക്ക് വെച്ചാൽ മതി. ആ ഒരു സംഭവത്തില്ലേ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് ബയസ്ഡ് ആയിരിക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ബാധിക്കുന്നുള്ളത്. അപ്പോൾ എല്ലാ ഫീൽഡിലും അത് ആപ്ലിക്കബിൾ ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു കോടതി അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പം ലോ വെച്ചിട്ട് ചിലപ്പം നമ്മൾ അത് തന്നെ ലോ അതുപോലെ കോപ്പി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് മാക്സിമം ശിക്ഷ ആയിരിക്കാൻ കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ ഒരു ഹ്യൂമൻ എന്നുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഏജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൂടി നമുക്കില്ല. അത് ഇമോഷൻസ് വരുമോ? ഇതിനെ പറ്റി ഒരു ഭയങ്കര സ്റ്റഡി നടന്നിട്ടുണ്ട്. അതായത് ഈ ലീഗൽ മേഖലകളിൽ AI വന്നാലുള്ളൊരു പൊട്ടൻഷ്യൽ പറഞ്ഞിട്ടാ, ഭക്ഷണം കഴിച്ചതിന് ശേഷം ജഡ്ജി വിധി പറയുന്നതിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ട് വൈകി വിധി പറയുന്ന ജഡ്ജിയുടെയും വിധിവാചകങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട് അത്രേ. ഭാര്യനോട് തെറ്റിയിട്ട് വന്നിട്ട് വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജിമാരുടെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിധി പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെയും ജഡ്ജ്മെൻറ്റ്സ് തമ്മിൽ വലിയ അന്തരമുണ്ട് അത്രേ. ഞാൻ സിവിൽ സർവീസിന് പഠിച്ച കാലത്തെ ഞങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് സാൻസ്ക്രിറ്റ് കോളേജിലൊക്കെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പറയാറുള്ളത് ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് വീട്ടിൽ നല്ല സമാധാനം ഉണ്ടാവണമെന്ന്. കാരണം എന്താ വെച്ചാൽ ട്രിപ്പിൾ വാല്യുവേഷനൊക്കെയാണ്. പക്ഷേ ഫസ്റ്റത്തെ ഒരാൾ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വാല്യുവേഷൻസ് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾ തിരുത്താൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒന്നാമത് നോക്കിയ ആൾ നല്ല മൂഡിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മാർക്കിനെ അത് കാര്യമായിട്ട് ബാധിക്കും. ആൾറെഡി 10 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 5-6 ആയിരിക്കും മാക്സിമം കിട്ടുക. അപ്പോൾ അതൊരു 3 ആയാൽ റാങ്കിൽ നമ്മൾ എത്രയും ബാക്കിൽ പോകും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ബയാസുകൾക്ക് വലിയ കാര്യങ്ങളുണ്ട്. പിന്നെ അത്ര ലേണിംഗ് ട്രാൻസ്ഫർ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളാ പറഞ്ഞ ആ ബേസിക് പോയിന്റിലേക്കാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡ്രൈവറിന് ജോലി മിസ്സാവും, ഡ്രൈവറിന് പുതിയ ഏരിയകൾ കണ്ടെത്തേണ്ടി വരും. പണ്ട് ഇത് കണ്ടെത്താൻ ഈസി ആയിരുന്നു, കാരണം ലോ സ്കിൽഡ് ലേബർ അവൈലബിൾ ആയിരുന്നു, ഫാക്ടറിയിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ബേസിക് ജോബുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കിൽഡ് പണിയാണ്. അതായത് പണ്ടത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കൃഷിക്കാരനെ പോലല്ല.
ഇന്നത്തെ കൃഷിക്കാരന് കിസാൻ കൃഷിദീപ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ സിസ്റ്റംസ്, യന്ത്രങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, ഏത് വിത്ത് വേണം, ഏത് വിത്തിനാ പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ ആൾറെഡി സയൻസ് ഒരുപാട് സ്റ്റഡീസ് നടത്തി ഓല മുൻപിൽ ആ ഡാറ്റ ഉണ്ട്. പണ്ടത്തെ കർഷകന് ഇതൊക്കെ കണ്ണിൽ പറയാൻ കഴിയണം, മണ്ണ് നോക്കി പറയാൻ കഴിയണം, എപ്പം മഴ പെയ്യുന്നുള്ളത് ആകാശം നോക്കി പറയാൻ കഴിയണം. ആ സ്കില്ലേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അന്നത്തെ കർഷകന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്കില്ല് വേണ്ട ഒരു പണിയിൽ നിന്നുള്ള മോചനമാണ് ശരിക്കും പറഞ്ഞ ഫാക്ടറി. കാരണം കുറച്ച് സ്കില്ലുണ്ടായാൽ മതി. പക്ഷേ ഇന്ന് എന്താണെന്നറിയോ, ഇന്ന് ജോബിൻ്റെ സ്കിൽ റിക്വയർമെൻറ്റ് കൂടി വരികയാണ് വീണ്ടും. ഇപ്പോൾ ഒരു ഡ്രൈവർക്ക് ഇനി ഒരു ജോലി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. എവരിവൺ ഏതെങ്കിലും തരത്തിൽ കോഡിങ് അറിയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഡിജിറ്റൽ ആകുന്ന സമയത്ത് നമ്മൾ ഡിജിറ്റൽ റെവല്യൂഷൻ്റെ എവിടെ എത്തിയിട്ടില്ല എപ്പോഴും. അപ്പോൾ ഒരുപാട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകാനുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. കാരണം ഇന്നത്തെ ഫിസിക്കൽ വേൾഡ് ഉണ്ടാക്കാൻ എൻജിനീയർമാരും മറ്റുമൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഡിജിറ്റൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഗ്രൂപ്പിൻ്റെ ആവശ്യം. ഇപ്പോൾ ലോകത്ത് AI കോഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ AI കോഡിങ് മനുഷ്യന്മാരെ ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ടാണ് ഒന്ന്. രണ്ട്, ഡിമാൻഡ് എവർ ഗ്രോയിങ് ആണ്. നമ്മൾ വിചാരിക്കുക എപ്പോഴും എന്താണ്, ഇനി കോഡർമാർ ആവശ്യം ഉണ്ടാകുമോ, കാരണം എന്താ ഫുള്ളി AI എഴുതൂലേ? ഇല്ല. കാരണം എന്താ വെച്ചാൽ AI കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കോഡിങ്ങിൻ്റെ നീഡ്സ് അതിനേക്കാളും ഒരുപാട് മുകളിലാണ്. അതിൻ്റെ ഒരു എത്ര ടൈംസ് ആണ് അത്രയും ടൈംസ് മുകളിലാണ്. അത് എവർ എക്സ്പാൻഡിങ്. ഇപ്പോൾ ഡിജിറ്റൽ വേൾഡിൻ്റെ പൊട്ടൻഷ്യൽ നമ്മളിപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഈ ഡിജിറ്റൽ വേൾഡും ഫിസിക്കൽ വേൾഡും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മോഡലിൻ്റെ സാധ്യതകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ആ മേഖലയിലൊക്കെ സ്കിൽഡ് ലേബറിന് ഒരുപാട് തൊഴിൽ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതേസമയം ഒരുപാട് പേര് ഈ ബേസിക് സ്കിൽ സെറ്റുള്ള ആൾക്കാർ ഡിറെയിൽഡ് ആകപ്പെടും. ഇത് ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന പോസിറ്റീവ് കാര്യം. കാരണം ഹൗ ടു സർവൈവ് ഇൻ ലൈക്ക് പോസ്റ്റ് AI വേൾഡ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ. ബ്രോ ഇപ്പോൾ പറഞ്ഞില്ലേ സംഭവം, ഈ വർക്ക് ഫോഴ്സ് ഇപ്പോൾ ലൈക്ക് ഇവിടെ ഒരു 40 അല്ലെങ്കിൽ 45 ഏജിലുള്ള കുറച്ച് പേരുണ്ട്. ചിലപ്പോൾ അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രത്തോളം, അല്ലെങ്കിൽ അവർക്കിപ്പോൾ പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുകയാണ്. ലൈക്ക് ഒരു 1000 ആൾക്കാർ ഡ്രൈവേഴ്സിന്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഓല അല്ലെങ്കിൽ യൂബർ ഓടിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചു. അപ്പം നാളെ ഇപ്പം ഓല അല്ലെങ്കിൽ യൂബർ വിചാരിക്കുകയാണ് ഇനി തൊട്ട് സെൽഫ് ഡ്രൈവിംഗ് കാഴ്ച വരാം. അപ്പോൾ ഈ 1000 ആൾക്കാർ എന്തായാലും റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ ഇവർക്ക് പിന്നൊരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റീലേൺ അല്ലെങ്കിൽ പുതിയൊരു സംഭവം പഠിക്കണം. റിസ്ക് ആണ്. അത് എങ്ങനെ പഠിക്കുമായിരിക്കും? ലൈക്ക് അത് ആരുടെ ആയിരിക്കും ആ ഒരു ബാധ്യത, അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം. അതായത് ഇങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ജനറേഷൻ എന്ത് ചെയ്യും? കാര്യം അവർക്കും അവരെ എതിർക്കുന്നതിൻ്റെ കാരണം ഇതായിരിക്കും. മേ ബി അവർ എന്ത് ചെയ്യുമെന്ന് ഫ്യൂച്ചർ അല്ല, 100% അവരെതിർക്കുന്നതിൽ ലോജിക്കുണ്ട്. പക്ഷേ വളർന്നു വരുന്ന ഒരു കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ ചെയ്ത് അവർക്ക് അവരെ ലൈഫ് മാറ്റാൻ പറ്റും. ആ കമ്മ്യൂണിറ്റി എതിർക്കുന്നതിലാണ് ലോജിക്കില്ലാത്തത്. അതായത് എളുപ്പമാണ് കാര്യം, അവർക്ക് പഠിക്കാൻ പറ്റും, ഓപ്പർച്യൂണിറ്റി. പക്ഷെ അത് ചെയ്യുന്നില്ല. ഞാൻ ആ കമ്മ്യൂണിറ്റിനോടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ ഈ ചേഞ്ചുകളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഇതുകൊണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണത്തിലോട്ട് നിൽക്കുകയും ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ത്യ നല്ല രാജ്യമാണ്, നല്ല ഗവേണൻസ് ഉള്ള രാജ്യമാണ്. ഇന്ത്യ വിചാരിക്കുകയാണ് ഇത്തരം ടെക്നോളജികളൊന്നും ഡെവലപ്പ് ചെയ്യേണ്ട, ലൈക്ക് നാടിന് നല്ലതല്ല. ഓക്കെ, ഇന്ത്യയുടെ ശത്രു രാജ്യം, ബീറ്റ് എനി കൺട്രി, അവർക്ക് എന്ത് ഇൻസെൻറ്റീവായി ഇന്ത്യ ചെയ്യണില്ല എന്നാൽ നമുക്ക് ചെയ്യാം, നമുക്ക് മേലെ പോകാം. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ന്യൂക്ലിയർ ഡിപ്ലോമസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ആണവായുധം വേണം. കാരണം തുല്യ ശക്തികൾ മാത്രമേ തമ്മിലടിക്കാതിരിക്കുകയുള്ളൂ. അല്ലാത്തവന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും, അപ്പുറത്തോട്ടൊന്ന് കൊട്ടാം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ AIൻ്റെയും ടെക്നോളജിയുടെ ഒക്കെ കാര്യത്തിൽ അതാ, നമ്മൾ എപ്പോൾ ഇനാക്റ്റീവ് ആകുന്നോ ആ പോയിന്റിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനോ അല്ലെങ്കിൽ നമ്മളുടെ എതിർ രാജ്യത്തിനോ ശത്രു രാജ്യത്തിനോ ഒക്കെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ഇനി ഒരു രാജ്യം തന്നെ ആകണമെന്നില്ല, നാട്ടിലുള്ള മീൻസ് ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ടാവും. നാട്ടിൽ ഇതിനൊക്കെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ടാകും. ഇപ്പോൾ ക്രിപ്റ്റോ നമ്മുടെ നാട്ടിൽ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പോൾ ക്രിപ്റ്റോൻ്റെ ഫ്രോഡുകൾ ഇവിടെ കൂടുന്നു. സിമ്പിൾ. മലപ്പുറത്തിടയ്ക്ക് ഉണ്ടായിരുന്നില്ലേ ഒരു ഭയങ്കര ഒരു സ്കാം ഉണ്ടായിരുന്നു തോന്നുന്നു. മലപ്പുറത്ത്, പാലക്കാട് ആ ഒരു റേഞ്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു 1000 കോടിയുടെയോ 500 കോടിയുടെ ഒക്കെ കേട്ടിട്ടുണ്ട്. വലിയത് എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ ഇല്ലാഞ്ഞിട്ടാ. അതായത് ഇവിടെ ഈ സിസ്റ്റത്തിന് നേരത്തെ തന്നെ ഇതിനൊരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതിന് പകരം അതിന് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ഔട്ട് ആകരുതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചർച്ച നടക്കണം. അതായത് ഒരു വലിയ വിഭാഗം ആളുകൾക്ക് കോപ്പപ്പ് ചെയ്യാൻ പ്രയാസം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ AI കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് സ്ഥിരം ഉണ്ടാവാറുള്ളത് അതിൻ്റെ താഴെ വന്നിട്ട് ഏതെങ്കിലും കുറച്ച് പേര്
ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട് AI ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവരാണ് ഏറ്റവും വലിയ പൊട്ടന്മാർ. റീസൺ എന്താണെന്നറിയോ? ഈ ഇലോൺ മസ്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ചങ്ങാതി എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇന്ന് ChatGPT വൈറലായിട്ടുള്ള അതിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഇലോൺ മസ്ക് ഉണ്ട്, നമ്പർ 1. 2, ഇപ്പോൾ ChatGPTക്ക് റൈവലിനെ കൊണ്ടുവരാൻ ഇലോൺ മസ്ക് ഇറങ്ങിയിട്ടുണ്ട്. ChatGPTയുടെ ഒപ്പണൻറ്റിനെ കൊണ്ടുവരാൻ നോക്കുക. കാരണം പുള്ളിക്ക് മനസ്സിലായി ഇത് ജനറേറ്റീവ് AI ഭയങ്കര പൊട്ടൻഷ്യലുള്ളൊരു ലോകമാണ്, അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ പുള്ളി കൈ കെട്ടിയിരിക്കുന്നില്ല. പുള്ളി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്, പക്ഷെ പുള്ളി കൈ കെട്ടിയിരിക്കുന്നില്ല. നമ്മളെന്താ, പുള്ളി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, ഓക്കെ ഒന്നും ചെയ്യണ്ട കഴിഞ്ഞു. ഇതാണ് പൊട്ടത്തരം. അതായത് ഞാൻ ഇതിനെതിരെയാണ് സംസാരിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ പഠിക്കണം. അതാണ് ഒരു ടെക്നോ ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് സാധനം. അതെന്താ വെച്ചാൽ ഞാൻ പറയുന്നതിലധികവും കാലാവസ്ഥാ പ്രവചനമാണ്. അതായത് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരും എന്ന് മനസ്സിലായാൽ കുട എടുക്കാം. അല്ലാതെ മഴ വരില്ല എന്ന് പറഞ്ഞിട്ട് അതെ കുട എടുക്കാതിരിക്കേണ്ട. അപ്പം പോയിന്റ് അതാണ്. അതായത് ബി പ്രിപ്പയർഡ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അല്ല, ഈ EV ഇപ്പം ഫുൾ വരെയാണെങ്കിൽ IC എഞ്ചിൻ റിപ്പയർ ചെയ്യണ വർക്ക്ഷോപ്പ് ആൾക്ക് പണി പോകില്ലേ മൊത്തത്തിൽ? ആണോ? ഇത് മാത്രമല്ല, പടച്ചോനെ ഒരു എൻറ്റയർ പണികൾ പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓട്ടോണമസ് വണ്ടി വരികയാണ്, ഓക്കെ, സംഭവിക്കാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങൾ പറയാം. ഡ്രൈവറുടെ പണി, ഇത് എല്ലാവർക്കും അറിയുന്ന കോമൺ പണി. 2 ഓട്ടോണമസ് കാറുകൾ EV ആയിരിക്കും, ഓക്കെ. അപ്പോൾ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമി ഇല്ലാണ്ടാവുകയാണ്. പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഗ്യാസോലിൻ വണ്ടികൾ, എൻജിൻ സർവീസ് കാര്യങ്ങൾ, അതിലാണ് ഇന്ന് ഈ കംപ്ലീറ്റ് ഈ സർവീസ് സെൻറ്ററുകൾ പിടിച്ചു നിൽക്കുന്നത്. വണ്ടിക്ക് ഇങ്ങനത്തെ വരുന്നതുകൊണ്ടാണ് അല്ലേ? ഇലക്ട്രിക് മോട്ടോഴ്സ്, നമ്മളെ വീട്ടിലൊക്കെ കിണറ്റിൽ മോട്ടർ ഇല്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സർവീസ് ചെയ്യാറുണ്ടോ? ഇല്ല. അത് പ്രോപ്പർ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ വർക്ക് ചെയ്തോളൂ കാര്യമായിട്ടുള്ള. അപ്പോൾ ഇതേ സാധനമായിരിക്കും ഈ ഇലക്ട്രിക് കാറുകളിൽ വരിക. ഇപ്പോൾ ടെക്നോളജി എഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ടാണ്, ലൈക്ക് അതിൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ആകും. ടെസ്ലക്കൊക്കെ വളരെ കുറച്ച് കംപ്ലൈൻറ്റേ വരുന്നുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മതിയാവും ടെസ്ലക്കൊക്കെ. പിന്നെ ടയർ മാറ്റുക, വണ്ടി അങ്ങനെ കൊണ്ടുപോകുക. 8 വർഷമൊക്കെയാണ് ഇപ്പോൾ ബാറ്ററി ലൈഫ് പറയുന്നത്. ഒരു പക്ഷേ അതിനേക്കാളും കൂടുമെന്ന് പറയുന്നുണ്ട് ഇനി. അപ്പോൾ എന്തായാലും ചേഞ്ച് എന്താണ്? ഡ്രൈവർ പോയി, സർവീസ് ഇൻഡസ്ട്രി. ഇനി കാറുകൾ ഓട്ടോണമസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ കാര്യമായിട്ട് കുറയും. അപകടങ്ങൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിക്ക് കാര്യമായിട്ട് പണി കിട്ടും. കാരണം ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറയും. ഇപ്പം നമ്മൾ അപകടം ഉണ്ടാക്കാത്ത ആൾക്ക് ഇൻഷുറൻസിൽ ആൾറെഡി ഒരു സേവിങ് ഇല്ലേ. അപകടം ഉണ്ടാക്കാത്ത നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോവാം. ഇപ്പം ഞാനിപ്പോൾ ബസ് ബുക്ക് ചെയ്ത സമയത്ത് ബസ്സിൽ ഇൻഷുറൻസ് ആഡ് ചെയ്യണമെന്ന് ചോദിക്കും അല്ലേ? ഇൻഷുറൻസ് അപ്പോൾ നമുക്ക് ഒരു ധൈര്യമാണ്, KSRTCയിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഇന്ന വണ്ടിയിലാണ് പോകുന്നത്, അപകടമൊന്നും ഉണ്ടാവില്ല, ഇൻഷുറൻസ് വേണ്ട. ഇതേപോലെ എന്തുണ്ടാകും? ഇൻഷുറൻസ് ഒന്നെങ്കിൽ ഓപ്ഷണൽ ആകും, അല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം കാര്യമായിട്ട് കുറയും. ലൈക്ക് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ സൈസ് ഒരു ഭാഗത്ത് ഷ്രിങ്ക് ചെയ്യും. വെഹിക്കിൾ ഇൻഡസ്ട്രിയിലാണ് ഷ്രിങ്ക് ചെയ്യുന്നത്. അതിന് പൊട്ടൻഷ്യൽ വേറെ ഒരുപാട് ഭാഗത്തുണ്ട്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് പരിചയം ഉണ്ടാകുന്ന ഇൻഷുറൻസ് വെഹിക്കിൾ ഇൻഷുറൻസ് ആയിരിക്കും, അല്ലാതെ വേറെ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ടല്ലോ. വേണമെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അവർ വേറെ തുടങ്ങും. അവർക്ക് പോസിബിലിറ്റീസ് ആണ് ഇഷ്ടം പോലെ. അതായത് ഇൻഷുറൻസിന് ഒരുപാട് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഫ്ലിപ്കാർട്ടിൻ്റെ സച്ചിൻ ബൻസാൽ ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, 2 ആൾക്കാരിൽ 2 ബൻസാൽസ് ആയിരുന്നല്ലോ, ബിന്നി ബൻസാലും സച്ചിൻ ബൻസാലും. അല്ലെങ്കിൽ തോന്നുന്നു ഇതിൽ 2 ഏതോ ഒരാൾ തുടങ്ങിയത് ഇൻഷുറൻസ് കമ്പനിയാണ്. നാവിക് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് എന്താ വെച്ചാൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ട് ഡിസ്റപ്ഷൻസ് ഉണ്ടാകും, സർവീസ് ഇൻഡസ്ട്രിയിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാകും, കാർ ഓണർഷിപ്പിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാകും. കാരണം കാർ ഓൺ ചെയ്യേണ്ട. ഇപ്പോൾ ഊബർ വിളിക്കുമ്പോൾ ഊബറിലെ ഡ്രൈവർ ഉണ്ടാകുമല്ലോ, അതൊരു ബുദ്ധിമുട്ടല്ലേ? വേണ്ട, എനി ടൈമിൽ കാർ നിങ്ങൾ വിളിച്ചു കൊടുത്തേക്ക് വരും. മാത്രമല്ല നിങ്ങൾ കറക്റ്റായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ആൾറെഡി AIക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന ടൈം കണക്കാക്കിയിട്ട് AI പക്ഷേ ഒന്നും വേണ്ട, നിങ്ങൾ ഫോണ് ലാസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്കൊരു യൂട്യൂബ് നോക്കുന്ന സ്വഭാവമുണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത്. ഇത് AIക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്താൽ അടുത്തത് 5 മിനിറ്റിൽ ഇവിടെ നിന്ന് ഇറങ്ങും. ഇത് ഡാറ്റയാണ്. ഇപ്പം നിങ്ങൾ എന്നും രാവിലെ 10 മണിക്ക് ചായ കുടിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ എന്താ വിചാരിക്കുക? അതും തമ്മിൽ എന്താ ബന്ധം? നിങ്ങളെ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്, നിങ്ങളെ ഫോണിൻ്റെ എന്താ പറയുക നമ്പേഴ്സ്, എത്ര കോൺടാക്റ്റ് സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വേണ്ട, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് വരെ നമ്മൾ ഇറലവൻ്റ് ആണ് എന്ന് കരുതുന്ന കാര്യങ്ങളിൽ പോലും നമ്മുടെ ബിഹേവിയറൽ ഡാറ്റയുണ്ട്. ആ ഡാറ്റ വെച്ചിട്ടാണ് ഇന്ന് ഇൻ്റർനെറ്റ് വഴിയുള്ള മൈക്രോ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ചിന്തിക്കുക പോലുമില്ല, ഒരു സാധാരണക്കാരന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ടെക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓട്ടോണമസ് കാറ് വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്, സിറ്റിയിൽ പാർക്കിംഗ് സ്പേസ് വേണ്ടി വരില്ല, അർബൻ ട്രാഫിക്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും.
പിന്നെ കാർ ഓണർഷിപ്പിൽ കാര്യങ്ങൾ മാറ്റം ഉണ്ടാക്കും, സർവീസ് ഇൻഡസ്ട്രി ഡിസ്റപ്റ്റഡ് ആകും, ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഡിസ്റപ്റ്റഡ് ആകും. നിങ്ങൾ നഗരങ്ങളിൽ ജീവിക്കില്ല. കാരണം എന്താ, ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സബർബിൽ ജീവിച്ചാലും സാറ്റലൈറ്റ് സിറ്റീസിൽ ജീവിച്ചാലും കാറിൽ യാത്ര ചെയ്യുന്ന സമയം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവാണ്, വർക്ക് ചെയ്യുക, കാറിൽ മീറ്റിംഗ് നടത്തുന്നത് ചെയ്യാൻ, യു ആർ നോട്ട് ഡ്രൈവിങ്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റി തന്നെ ജീവിക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ സിറ്റി കേന്ദ്രീകൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പല സംവിധാനങ്ങളും, സ്കൂൾസ് ആയിക്കോട്ടെ ബാക്കിയുള്ളതായിക്കോട്ടെ, എല്ലാം സബർബിലേക്ക് മാറേണ്ടി വരും. കാറിന്റെ കാര്യത്തിൽ എത്ര ചേഞ്ചസ് ആണ് നോക്കി ഒറ്റ ടെക്നോളജി. കാറിന്റെ കാര്യത്തിൽ ഒരു ആസ്പിറേഷൻ ഒരു ഇതുണ്ടല്ലോ നമുക്ക്, കാറ് വാങ്ങണം, അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ജനറേഷൻ ബെൻസ് വാങ്ങണമെന്നൊരു ഇത് വരും. അല്ല, വേറെ റീസൺ ഉണ്ട്. അതുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം മനുഷ്യർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് അത് പൊങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ്. എപ്പോഴെന്നറിയോ നമ്മൾ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് കാണിക്കണം. എപ്പോഴെന്നറിയോ, നിങ്ങൾ നിർമ്മല സീതാരാമൻ ഉണ്ടല്ലോ നമ്മുടെ FM, പുള്ളിക്കാരി ഒരു 3 years ബാക്ക് പുള്ളിക്കാരിയുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് കാർ സെയിൽസ് കുറഞ്ഞു. ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നോക്കുന്ന, അപ്പോൾ മാരുതിൻ്റെ സെയിൽ ഡൗൺ ആയ സമയത്ത് ഈ വാർത്ത അതിനായിട്ട് അറ്റാച്ച് ചെയ്ത് പറഞ്ഞിരുന്നു. അതായത് ജനറേഷൻ Z, ലൈക്ക് ജെൻസി കാറ് വാങ്ങുന്നില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് ആസ്പിറേഷൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ട്, പുതിയ വേൾഡിലാണ്, പുതിയ വേ ഓഫ് ഒരു ഓൾഡർ ജനറേഷൻ കണ്ടിരുന്ന ടൈപ്പ് ഓഫ് ആസ്പിറേഷൻസ് അല്ല പുതിയ ജനറേഷൻ കാണുന്നത്. ഗെയിമേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ അവരെ കാര്യം നോക്കിയാൽ മതി. അവരെ ആസ്പിറേഷൻസ് ആ ഗെയിമിൻ്റെ അകത്ത് കിട്ടുന്ന പുതിയ സ്കിന്ന്, അല്ലെങ്കിൽ അതിലെ ടൈറ്റിൽസ്, അതിലെ അവതാറുകളുടെ രൂപം, ഇൻ ഗെയിം അഡ്വാൻറ്റേജസ്, അവരെ ആസ്പിറേഷൻസ് അതാ. ഇപ്പം ഇനി മെറ്റാവേഴ്സൊക്കെ വരാമെന്ന് വെക്കുക, നമ്മളെ ആസ്പിറേഷൻസ് മെറ്റാവേഴ്സിലൊരു ബെൻസ് വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ മെറ്റാവേഴ്സിൽ യുണീക്കായിട്ടുള്ള നെയിം വെക്കാനായിരിക്കും. അതായത് ആസ്പിറേഷൻസ് ഉണ്ടാവും, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് കാറിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് പുതിയ ഡെഫിനിഷൻസിലേക്ക് വരും. എക്സാക്ട്ലി. ഇപ്പം അത് വന്നു എന്നാണ് നമ്മുടെ FM പറഞ്ഞ ഊബറും മറ്റൊക്കെ വന്നപ്പോൾ ജെൻസിക്ക് എങ്ങനെ പറഞ്ഞു, ജെൻസിക്ക് കിച്ചണും വേണ്ട, കാറ് വേണ്ട, ന്യൂ ജനറേഷൻ സിനിമകൾക്ക് അമ്മ വേണ്ട, ലൈക്ക് കാരണം എന്താ വെച്ചാൽ അല്ലാത്ത കഥയല്ലേ പറയുന്നത്. മീൻസ് അത്ര ഇമ്പോർട്ടൻ്റ്, ഇതിനിവിടെ പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ പോലെ. എങ്കിലും എനിക്കൊന്ന് ചെറിയൊരു പോപ്പുലേഷൻ അത് ചിലപ്പോൾ സ്റ്റിൽ കാണുമായിരിക്കും അല്ലേ, ഒരു ഹോൾഡ് ചെയ്യുക, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണുന്ന ആൾക്കാർ. അതായത് ഇപ്പോൾ അങ്ങനെ ചെയ്യും, ഇല്ല എന്നല്ല. എപ്പോഴും എന്താ വെച്ചാൽ നമ്മളെ മാർക്കറ്റ് ഈസ് സോ ബിഗ്, എല്ലാവർക്കും സ്പേസ് ഉണ്ട്. അതായത് ഒരു മിനിറ്റ് ബ്രോ, ഇപ്പം ഈ ബ്രോ പറഞ്ഞായിരുന്നു ഇപ്പം നമ്മുടെ ഇങ്ങനെ മെട്രോ സിറ്റീസിലോ അങ്ങനെയുള്ള പോയി നിൽക്കേണ്ട ആവശ്യം വരത്തില്ല ഫ്യൂച്ചറിൽ. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് സ്ഥലമാണോ അവിടെ തന്നെ, അതായത് സാറ്റലൈറ്റ് സിറ്റീസിൽ പോലും, അതായത് ഇവൻ സിറ്റിയിലെ ഹൈ റെന്റോ കാര്യങ്ങളോ അഫോർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, സാറ്റലൈറ്റിൽ പോലും ജീവിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓട്ടോണമസ് കാർ എന്ന് പറയുന്ന സംഭവമില്ലേ, അത് കാറിൻ്റെ യൂസേജ് കുറയൂലേ? ഐ മീൻ ഒരു ഓട്ടോണമസ് പബ്ലിക് വെഹിക്കിൾ മതിയല്ലോ. അങ്ങനെയുണ്ട്, അല്ല അങ്ങനെയും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ മെട്രോ പോലെയുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഇനി ഫ്ലൈയിങ് സിസ്റ്റംസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ വെർച്വലി മീറ്റ് ചെയ്യാം. ഞങ്ങൾ 100% കോവിഡ് കാലത്ത് സൂം ഉണ്ടാക്കിയ ഒരു ചേഞ്ച്. കാർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഡിസ്റപ്റ്റഡ് ആകാം. അതായത് ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരത്തിൽ പറഞ്ഞിട്ടുള്ള എത്ര ഡിസ്റപ്ഷൻസ് പറഞ്ഞു നോക്കി. ഇതൊക്കെ പോസിബിൾ ആക്കാൻ ഇത് തിങ് ഈസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്നോളജി അല്ല ലോകത്ത് ഇനി മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഇതെല്ലാം കറണ്ട് പോലത്തെ ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കാലത്തെ കറണ്ടാണ്. AI ഏത് മേഖലയിലാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്വഭാവം. അതിപ്പോൾ മെഡിക്കൽ മേഖലയിൽ ഉപയോഗിക്കുന്ന സമയത്ത് രോഗം പ്രെഡിക്റ്റ് ചെയ്യാനോ, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനോ, അല്ലെങ്കിൽ പാൻഡമിക്സ് പ്രെഡിക്റ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാം. പാൻഡമിക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഗൂഗിളിന് ഭയങ്കര ഈസിയാണ്. കാരണം ഗൂഗിളിൽ കുറേ ആൾക്കാർ കോമൺ ആയിട്ട് ഒരു ഏരിയയിൽ നിന്ന് സ്നീസിങ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളിന് അലേർട്ട് കിട്ടി, ഹെൽത്ത് ഡാറ്റ കിട്ടി. കാരണം ഈ ഏരിയയിൽ കോമൺ ആയിട്ട് എല്ലാവരും ഒരേ സിംറ്റംസ് സെർച്ച് ചെയ്യുന്നുണ്ട്, സം കൈൻഡ് ഓഫ് എപ്പിഡമിക് ഈസ് ബ്രേക്കിംഗ് ഔട്ട് ദെയർ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഈ ഡാറ്റ ഇന്ന് ആക്ച്വലി അവൈലബിൾ ആണ്. ലൈക്ക് ആ ഡാറ്റ ഇന്ന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആ ഡാറ്റ ചെയ്യാനുള്ള എല്ലാ ടൂൾസും ഇന്ന് അവൈലബിൾ ആണ്. മീൻസ് ഇത് ഇനി വന്നിട്ട് വേണ്ട. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ IoT ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്യുന്ന എസ്കലേറ്റർ നമ്മൾ മാളുകളിലൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാവും. IoTയുടെ ഒരു ബേസിക് സാധനം. ഇനി ഗൂഗിൾ മാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഗൂഗിൾ മാപ്പ് ഒരു IoT ആണ്. അതായത് ഈ ഡിവൈസുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, നമ്മുടെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ വഴിയിൽ യാത്ര ചെയ്യുന്നവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ബേസിക്കലി അത് പ്രാവർത്തികമാക്കുന്നത്. ഇതിന് ഇനി ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂസ് കേസുകൾ വരും, ഓരോ തലത്തിൽ യൂസ് കേസുകൾ വരും. ഇവൻ ഞാൻ മുൻപ് ഒരു കൺസെപ്റ്റ് വെറുതെ വർക്കൗട്ട് ചെയ്തിരുന്നു, ഒരു സ്മാർട്ട് ബാൻഡ് ഉണ്ടാക്കുക. എന്നിട്ട് സ്കൂളിൽ സ്റ്റാൻഡേർഡ് ഫീസല്ല, പകരം നന്നായി ബിഹേവ് ചെയ്യുന്ന കുട്ടികൾക്ക് കുറഞ്ഞ ഫീസ്,
അതല്ല എല്ലാം തല്ലി പൊട്ടിച്ച് നടക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഫീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ എന്നല്ല എനി ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഞാൻ പറഞ്ഞ ഗവൺമെൻറ് സ്കൂളല്ല, പ്രൈവറ്റ് സ്കൂൾസ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആണല്ലോ. കാരണം അവർക്ക് ഗോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എന്താ പറയുക, ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ ബാൻഡ് കൊടുത്തു. എല്ലാവരും എന്താണെന്ന് പറയുക, ഇൻഷുറൻസ് എന്താ അത്ര വലിയ പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇൻഷുറൻസിൻ്റെ കവറേജ് കൂടെ അപകടം ഉണ്ടാക്കാത്ത ആൾക്കാർ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഇൻഷുറൻസ് പ്രീമിയം കൂടുതൽ. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സ്കൂളുകൾ ആവറേജ് എക്സ്പെൻസ് കണക്കൂട്ടുന്ന സമയത്ത് ഈ തല്ലി പൊട്ടിച്ച ടോയ്ലറ്റിൻ്റെ എക്സ്പെൻസ് വരെ അതിലുണ്ടാവും. അതിൻ്റെ മേലെ വേണം പ്രോഫിറ്റ് ഇടാൻ. പക്ഷേ ഈ തല്ലി പൊട്ടിച്ചതിൽ ഈ നല്ലവനായി നടക്കുന്ന കുട്ടിക്ക് ഒരു പങ്കുണ്ടാവില്ല. ഡെസ്ക് തല്ലി പൊളിച്ചതിലോ അല്ലെങ്കിൽ അതൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവില്ലേ ആ പിള്ളേർക്കിടയിൽ? 100%. പക്ഷേ ഇത് ഇതെല്ലാം പേഴ്സണൽ ഫ്രീഡത്തിനെതിരാണ്, ഒരു സംശയവുമില്ല. ഇതെല്ലാം പേഴ്സണൽ ഫ്രീഡത്തിനെതിരാണ്. പക്ഷേ ആൾറെഡി പേഴ്സണൽ ഫ്രീഡം ഹനിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ഇൻഷുറൻസ് പ്രീമിയം കൂടുതലാണ്, പക്ഷേ ഞാൻ നല്ല ഡ്രൈവറാണ്. ദെൻ വൈ ഐ ഹാവ് ടു പേ ദാറ്റ്? ഇതേ കാര്യമാണ്, ഞാൻ നല്ല സ്റ്റുഡൻറ്റാണ്, ഞാൻ ഒന്നും തല്ലി പൊളിക്കുന്നില്ല, പക്ഷേ മറ്റൊരു തല്ലി പൊളിച്ചതിൻ്റെ കോസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ബ്രോ നേരത്തെ പറഞ്ഞില്ലേ ഡേറ്റയുടെ യൂസ്. ഇപ്പം നമുക്ക് ഈ ഡേറ്റയാണല്ലോ ഇപ്പം ഈ കാലത്ത് മിക്ക കമ്പനീസ് യൂസ് ചെയ്യുന്ന ഡേറ്റ വെച്ചിട്ടാണ് അവർ സെല് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂറോപ്പിലൊക്കെ ആണെങ്കിൽ GDPR അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡേറ്റ എത്രത്തോളം ഇപ്പോൾ ഇവിടെ എത്രത്തോളം എക്സ്റ്റെൻഡ് വരെ അത് പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ എക്സ്റ്റെൻസീവായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. യൂറോപ്പിൽ അത് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. GDPR എല്ലാം വന്നതിന് ശേഷം ഇനി അതിൻ്റെ അടുത്ത ഘട്ടം പറയുന്നത് എന്താണെന്നറിയോ? ഇത് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല ചർച്ചകൾ ഉണ്ടാവുന്നത് നല്ലത്. അത് ഒരു എഗൈൻ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ള അല്ലെങ്കിൽ സൊല്യൂഷൻ പെർസ്പെക്റ്റീവിൽ. അപ്പോൾ ഞാനൊരു 3 years ബാക്ക് തന്നെ അതിൽ വായിച്ചിട്ടുണ്ട്. PDR എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പേഴ്സണൽ ഡാറ്റ റെപ്പോസിറ്ററീസ്. എൻ്റെ ഡാറ്റ ഞാൻ ഹോൾഡ് ചെയ്യുക, ഗൂഗിൾ ഹോൾഡ് ചെയ്യേണ്ട, ആപ്പിൾ ഹോൾഡ് ചെയ്യേണ്ട, ആരും ഹോൾഡ് ചെയ്യേണ്ട, ഞാൻ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇവർക്ക് ആക്സസ് കൊടുക്കുക. അതായത് ഇവർക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ അനാലിസിസ് തരണം. ഓക്കെ, ഞാൻ പെർമിഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ പെർമിഷൻ വേണമെങ്കിൽ എന്താ ചെയ്യുക, എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുക, എൻ്റെ മക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ലൈക്ക് എൻ്റെ ഹെൽത്ത് ഡാറ്റ കാരണം ജനറ്റിക്കലി എനിക്കുള്ള പല പ്രശ്നങ്ങളും എൻ്റെ മക്കൾക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഹെൽത്ത് ഡാറ്റ മക്കൾക്ക് ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ മക്കൾക്ക് ഷെയർ ചെയ്യുന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ഡാറ്റ റെപ്പോസിറ്ററീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ലോകത്തിന് ചർച്ച ചെയ്യപ്പെടും കൂടുതൽ, അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതായത് എൻ്റെ ഡാറ്റ ഞാൻ ഹോൾഡ് ചെയ്യാം, എന്നിട്ട് ആ ഡാറ്റയിലേക്ക് ബാക്കിയുള്ളവർക്ക് ആക്സസ് കൊടുക്കുക. അപ്പോൾ നിലവിൽ ഒരുപാട് കമ്പനികളിൽ നമ്മളെ ഡാറ്റ ഉണ്ട്, പക്ഷെ അതൊന്ന് മാറിയിട്ട് നമ്മൾ തന്നെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ആക്സസ് കൊടുക്കുക. അവർക്ക് സ്റ്റോർ ചെയ്യാൻ പാടില്ല, ആക്സസ് മാത്രം എടുക്കുക, എന്നിട്ട് അത് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ആ പെർട്ടിക്കുലർ പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സസ് കട്ട് ചെയ്യുക. ലൈക്ക് ഇങ്ങനെയൊക്കെ ഫ്യൂച്ചർ വരും. ലൈക്ക് ഇത് നടക്കണം. ക്രിറ്റിസിസം ഉണ്ടെങ്കിലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ ബ്ലൈൻഡായിട്ട് ഇപ്പോൾ ഒരാൾ നമ്മളോട് നിന്നിങ്ങനെ ലെക്ചർ അടിക്കുകയാണ്, അയാൾ പറഞ്ഞത് എന്തും വേദവാക്യം എന്നുള്ള അക്കാഡമീഷ്യൻസിൻ്റെ ഒരു പൊതുരീതി, എതിർപ്പുകൾ നമ്മൾ എടുക്കില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും റിസർച്ച് വളരില്ല. കാരണം എന്താണോ അയാൾ പറയുന്നത്, ഇന്ന് രാത്രി പ്രശ്നമില്ലല്ലോ, രാത്രിയാണല്ലോ, അല്ല ഇത് പകലാണെന്നുള്ളതും പകലാവാനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ള ഡിസ്കഷൻ വരുമ്പോഴാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പം ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉള്ളതുകൊണ്ടാണല്ലോ പാരച്യൂട്ട് വന്നത്. അല്ല, അതാണ് ഇതിൻ്റെ പോയിന്റ്. അതായത് ഈ തരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കണം. ബട്ട് അവിടെയാണ് നമ്മളെ നാട്ടിലുള്ള ഒരു ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതായത് നമ്മളെ നാട്ടിൽ പറയുന്ന ആളുടെ മുഖം നോക്കിയിട്ട് ഓൻ്റെ ചിരി എനിക്ക് ഇഷ്ടമായില്ല, ഓൻ പറഞ്ഞു ഒന്നും നമ്മൾ എടുക്കണ്ട. ലൈക്ക് ഈ ആറ്റിറ്റ്യൂഡാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് പേര് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ബയാസുകളുണ്ട്. കാരണം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ബയാസ് ഇല്ലാതെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ബയാസ് ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ ബയാസ് ഉണ്ടാവും. ദ തിങ് ഈസ് വി ഹാവ് മോർ തിങ്സ് ഇൻ കോമൺ. ബയാസുകളുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിമിലാരിറ്റി. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അതൊരു വലിയ സിമിലാരിറ്റി അല്ലേ? അങ്ങനെ അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റോങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇതുപോലെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയ ഒരുപാട് സിമിലാരിറ്റീസ് കാണാം. നമ്മൾ ചിലപ്പോൾ സെയിം മാസത്തിൽ ജനിച്ചവരായിരിക്കും, സെയിം വർഷത്തിൽ ജനിച്ചവരായിരിക്കും, സെയിം ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, സെയിം ഭക്ഷണമായിരിക്കും ഇഷ്ടം, സെയിം കളറായിരിക്കും ഇഷ്ടം, എത്ര സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അതാണ്, ഏതെങ്കിലും ഒരു മോശം പ്രശ്നത്തെ ഹൈലൈറ്റ് ചെയ്യാനായിരിക്കും നമുക്ക് താല്പര്യം ഉണ്ടാകുക. ദ തിങ് ഈസ് അത് പേഴ്സണലാക്കുക. എനിത്തിങ്, വിശ്വാസം ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ. അല്ല, ഇപ്പം ഇങ്ങനത്തെ ക്രിറ്റിസിസംസ് ഇപ്പം ബ്രോ പറഞ്ഞ പോലത്തെ ക്രിറ്റിസിസംസ് വരുന്നത് കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര. എനിക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സങ്ങ് വെറുതെ കൂടുതൽ, അതോ
എവിടെയാ കൂടുതൽ? എനിക്കും കൂടുതൽ പ്രശ്നം തോന്നിയിട്ടുള്ളത് യൂട്യൂബിലാണ്. യൂട്യൂബിലൊക്കെ യൂട്യൂബിലാണ്. ഫേസ്ബുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നീറ്റാണ്. എൻ്റെ ഓഡിയൻസ് ഉണ്ട്, ലൈക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും നീറ്റാണ്, ലൈക്ക് അവർക്കറിയാം ലൈക്ക് നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓഡിയൻസ് കുറച്ചും കൂടെ. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലേ, എല്ലാ ആൾക്കാർക്കും കോമൺ ആക്സസ് ഉള്ള സാധനം. സോഷ്യൽ മീഡിയൻ്റെ ഗുണം തന്നെ അതാണ്, അതായത് വൈവിധ്യങ്ങൾ വന്ന് സമ്മേളിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് നമുക്കിത് പ്രതീക്ഷിക്കാം. പക്ഷേ എഗൈൻ നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമുക്ക് ഈഗോ ഉണ്ടല്ലോ, നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഉണ്ടല്ലോ, നമ്മൾ ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു നല്ല ചൊറി ഡയലോഗ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അല്ല, ഈ നെഗറ്റീവ് വന്നെന്ന് പറഞ്ഞില്ലേ, അത് ഏത് കൈൻഡ് ഓഫ് ടോപ്പിക്കിലാണ് വരാറ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് നെഗറ്റിവിറ്റിയാണ് അവർ പറയുന്നത്? അതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ ടോപ്പിക്ക് AI ആണ്. എടാ സുഡാപ്പി എന്ന് പറയും. അപ്പം എന്താ, എൻ്റെ പേര് ഉമറാണ്. എന്ത് ബന്ധമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഇത് ആർക്ക് കമൻറ്റ് ഇട്ടാക്കാൻ അറിയണ്ടാവുള്ളൂ. എന്നാൽ ഇയാൾ ആരാന്ന് ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. യൂട്യൂബാണ്. മേ ബി ചിലപ്പോൾ AI ആയിരിക്കില്ല അവിടുത്തെ പ്രശ്നം, ചിലപ്പോൾ പേരായിരിക്കും പ്രശ്നം. അപ്പോൾ ഇത് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കുള്ള ബയാസ. ഇതെന്താ വെച്ചാൽ ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും മാറില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മതമോ അല്ലെങ്കിൽ പൊളിറ്റിക്സ് വേണം. പൊളിറ്റിക്സ് ഒരു കൺസ്ട്രക്റ്റീവ് വേയിൽ പൊളിറ്റിക്സ് വേണം. പക്ഷേ കൺസ്ട്രക്റ്റീവ് വേയിൽ മതം ആവശ്യമില്ല. മതം വളരെ പേഴ്സണൽ അഫെയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും അവരത് വിശ്വസിച്ചോട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരുന്നോട്ടെ. അതൊരു പേഴ്സണൽ അഫെയർ ആണെന്നുള്ളതും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അതെന്താ ടെക്നോളജി പറയുന്ന ആൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് റൂളുണ്ടോ? അത് ചോദ്യം അതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അപ്രോപ്രിയേഷനാണ്. അതായത് ഒരാൾ ടെക്നോളജി പറയുന്നു, സയൻസ് പറയുന്നു, ഓക്കെ അവൻ എന്തായാലും ദൈവവിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ഉണ്ടെന്നോ ഇല്ല എന്നല്ല പറയുന്നത്, അതായത് അസംഷൻസ് ആണ്. അതായത് ആൾക്കാർ അത് പുള്ളിക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് അതാണ് ഔട്ട്പുട്ട് വരുന്നത്. അങ്ങനെ ആയിരിക്കണം. എന്താണെന്നറിയോ, ഈ ഡാറ്റ എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാവരും ബയാസ്ഡാണ്. നമ്മൾ കണ്ട ലോകത്തു നിന്നാണ് നമ്മുടെ വീക്ഷണങ്ങൾ വരുന്നത്. ഇപ്പം ഞാൻ കാണുന്ന സോഷ്യൽ മീഡിയ ആവില്ല നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയ, അത് പേഴ്സണലൈസ്ഡാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണലൈസേഷൻ്റെ അകത്ത് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡിൽ നിന്നാണ് നമ്മൾ ചിലപ്പം പുള്ളിക്ക് കിട്ടിയ ഒരു ബന്ധങ്ങൾ വരെ. അപ്പോൾ എന്താണെന്നറിയോ ഇതിൻ്റെ കുഴപ്പം, ഞാൻ കുറേ നെഗറ്റീവ് കണ്ടൻറ്റിൻ്റെ മേലെ കുറച്ച് സമയം ചിലവഴിച്ചു നോക്കുക. ഈ സോഷ്യൽ മീഡിയൻ്റെ ഒരു സ്വഭാവം എന്താ, ഇനി കൂടുതൽ അതെന്നെ കാണിച്ചു തരും. പിന്നെ കൂടുതൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇവിടെ ഒന്നും നടക്കൂല എന്നുള്ളൊരു ചിന്ത വരും. ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് തന്നെ അതിന് എതിരിടണം. അതായത് നെഗറ്റീവ് ന്യൂസ് കണ്ടാൽ വായിക്കില്ല, പത്രത്തിൽ ഫ്രണ്ട് പേജ് വായിക്കരുത്. എന്താ വെച്ചാൽ അതിലതെല്ലാം ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് ന്യൂസെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ സംഭവം എന്താ, ഞാൻ പത്രം വായിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യും, ഓൺലൈനിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. പത്രം നമുക്ക് ഒരു ക്യാരിയിങ് ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെലക്ഷൻ ആവശ്യമാണ്. അവിടെ നമ്മൾ നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡിൽ ആരൊക്കെ വരണം തീരുമാനിക്കാം. ലൈക്ക് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ എവിടെയും നമ്മുടെ അറ്റൻഷൻ കൊടുക്കുന്നതാണ് നമ്മൾ ഏത് കാര്യങ്ങളിൽ അറ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊക്കെ ഉള്ളത് ലിമിറ്റഡ് സെറ്റ് ഓഫ് ഹവേഴ്സാണ്. ആ സമയത്തിനകത്ത് നമ്മൾ ആരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നു, അതിൻ്റെ ഔട്ട്കം നമുക്കുണ്ടാവും. അത് ഏത് സെക്ടറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം ഉണ്ടാവും. അപ്പോൾ ആ ആളും ഞാനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ സമപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനും അവനും തമ്മിൽ ഞങ്ങളുടെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്തതിലായിരിക്കും ഞങ്ങളുടെ ഡിഫറൻസ് ഉണ്ടാവുക. തുടങ്ങിയ സ്ഥലത്തിന് യുക്തി ഉണ്ടാവാം. ഇപ്പം നല്ല ഹൗസ് ഹോൾഡിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ മാറ്റങ്ങൾ ഉണ്ടാകാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആർക്കും ഇന്ന് ഏത് മനുഷ്യനും നാശമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കാതെ ഒരു മനുഷ്യനും നാടിനെ കുറ്റം പറയാൻ പറ്റില്ല. കണ്ണാടിയിൽ നോക്കിയിട്ട് തുടങ്ങണം. കാരണം എന്താ, ഇൻഫർമേഷൻ വിരൽത്തുമ്പിലുണ്ട്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അവൻ്റെ തെറ്റല്ലേ? അത്രയും വിവരങ്ങൾ അവൻ്റെ വിരൽത്തുമ്പിലുണ്ട്. ടീച്ചർ പഠിപ്പിച്ചില്ല, ഓക്കെ യൂട്യൂബ് പഠിപ്പിക്കൂലേ, എന്താ യൂട്യൂബ് മര്യാദ ഉപയോഗിക്കാതിരുന്ന്? അപ്പോൾ ഇന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂൾ ശരിയല്ല, ടീച്ചർ ശരിയല്ല, സിസ്റ്റം ശരിയല്ല എന്ന് പറയുന്നവൻ ശരിയല്ല. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള സംഭവം പറഞ്ഞു, അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം യൂട്യൂബ് ആയാലും ഇപ്പം ഇങ്ങനത്തെ അറ്റൻഷൻ എക്കോണമി മേടിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ അവരെന്തായാലും അങ്ങനെ സാധനങ്ങളല്ലേ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അവിടെ സെലക്ഷൻ നമ്മുടെ ആവശ്യമാണ്. സെലക്ഷൻ മാത്രമേ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ചിലപ്പം എന്തെങ്കിലും
ഇൻ്റലിജൻസ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നേരെ പോകുന്നത് ഏതെങ്കിലും ലോക്കൽ ഇഷ്യൂ ആയിരിക്കും. എവിടെ തുടങ്ങി എവിടെ എൻഡ് ചെയ്തെന്ന് അറിയാതെ അല്ല. അപ്പോൾ എന്താണെന്നറിയോ, ഇപ്പം ഈ നിങ്ങൾ പറഞ്ഞത് എക്സാക്ട് ഇഷ്യൂ, അതായത് എവിടെ തുടങ്ങി എന്നറിയാതെ എൻഡ് ചെയ്യുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും സ്ഥലത്ത്. കാര്യം അവര് നമ്മുടെ സജഷൻസ് ആയിരുന്നു അങ്ങനെയാണ്, ഒരു സൈഡ് ബാറിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. 100%. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ത് ആണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുമല്ലോ. ഇന്നത്തെ കാലത്ത് ഈ മാനസിക പക്വതയാണ് ആവശ്യം. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടുന്ന ഒരു മാനസിക പക്വത. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, മനുഷ്യന്മാർക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയലാണ് വലിയ സ്കില്ലെന്ന് പറയും. അല്ല, വലിയ സ്കില്ല് ആക്ച്വലി ശരികളിൽ നിന്ന് നല്ല ശരിയെ തിരിച്ചറിയാം. അതായത് ഒരുപാട് ശരികളുണ്ടാവും, അതൊന്ന് നല്ല ശരിയെ തിരിച്ചറിയാം. ലൈഫിലൊക്കെ കരിയറിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ, അതായത് ഈ കരിയർ മാത്രം ശരി, ആ കരിയർ മോശം, അങ്ങനല്ല. പല ടൈപ്പ് കരിയർ ഉണ്ടാവും. അതൊന്ന് നല്ല ശരി, അല്ലെങ്കിൽ നമുക്ക് നല്ല ശരി, നമ്മളെ നല്ല ശരി വേറൊരാളുടെ നല്ല ശരി ആകണമെന്നില്ല. തെറ്റിൻ്റെ കാര്യത്തിലും അതെ, ചെറിയ തെറ്റിനെ തിരഞ്ഞെടുക്കാം, അതായത് ലെസ്സർ ഈവൾ. ഇതിപ്പം ഈ അൽഗോരിതം എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ, അതാണല്ലോ തോന്നുന്നത് ഈ സാധനമായിരിക്കും കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ സാധനം 100% ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതും ഒരു അൽഗോരിതമാണ്, ഒരു അൽഗോരിതമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ അൽഗോരിതത്തിന് ചിലപ്പോൾ മിസ്റ്റേക്സ് വരാമല്ലോ. കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ, നമുക്ക് മുന്നിൽ സജഷൻ വരാം, ആ സജഷൻ എടുക്കാതിരിക്കാനുള്ള മാനസിക പക്വത നമുക്ക് ഉണ്ടായാൽ മതി. അതാണ് പോയിന്റ്. അതായത് നമുക്ക് നമ്മളെ ഗോളിനെ പറ്റി നല്ല ബോധം ഉണ്ടെന്ന് വെക്കാം, നമുക്ക് ഡിസ്ട്രാക്ഷൻ വരില്ലല്ലോ. സിമ്പിളായിട്ട് ചോദിക്കട്ടെ, വീട്ടിൽ നമുക്ക് നല്ല ശബ്ദം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിടന്നുറങ്ങാൻ നല്ല പ്രയാസമായിരിക്കും. ബസ്സിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര ശബ്ദം ഉണ്ടെങ്കിലും നമ്മൾ കിടന്നുറങ്ങും. ഫോക്കസാണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാനുണ്ട്, സത്യമാണ്. പക്ഷേ ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ അതിനകത്ത് നിന്നും ഈ തെരഞ്ഞെടുപ്പ് നടത്താനും ആ പാത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാനസിക പക്വത നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷെ ഞാൻ ചോദിച്ചത്, ഈ അൽഗോരിതം കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൽ അത് നമ്മുടെ കയ്യിലല്ല. റീസൺ എന്താ വെച്ചാൽ അൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മളെ മോശമാക്കാനല്ല, നമ്മളെ എൻഗേജ്മെന്റ് റേറ്റ് കൂട്ടാൻ, അറ്റൻഷൻ, അവരുടെ പ്രോഫിറ്റ് കൂട്ടാൻ. എക്സാക്ട്ലി. ഇപ്പോൾ ഗൂഗിളിനെ നമ്മൾ വിചാരിക്കും ഗൂഗിൾ നല്ലൊരു ടീമാട്ടോ, കാരണം എന്ത് ചോദിച്ചാലും മറുപടി തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, യൂട്യൂബ്, ഗൂഗിൾ മാപ്സ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ തരുന്നുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടും ഗൂഗിളിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ഗൂഗിളാണ്. നമ്മുടെ ബിഹേവിയറൽ ഡാറ്റ ഗൂഗിളിൻ്റെ അകത്തുണ്ട്. സർവെയിലൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ എവിടെയൊക്കെ പോയാലും അതൊക്കെ ഗൂഗിളിനറിയാം. അതിനനുസരിച്ചിട്ട് ഗൂഗിൾ നമുക്ക് പരസ്യങ്ങൾ വെക്കുന്നു. ആ പരസ്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മളുടെ പൈസ കളയുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഗൂഗിൾ ബെനിഫിറ്റഡ് ആണ്. ലോകത്തിലെ ടോപ്പ് 5 കമ്പനീസിൽ ഒന്നാണ് ഗൂഗിൾ. ഇതൊക്കെ വെറുതെ തന്നിട്ട് എങ്ങനെയാണ് ഗൂഗിൾ വലിയ കമ്പനി ആയത്? ഇതൊക്കെ വെറുതെ തന്നിട്ട് നമ്മളെ കൊണ്ട് നമ്മളെ ഡാറ്റ ഇങ്ങനെ കൊടുപ്പിച്ചു. നമ്മൾ എവിടെ പോകുന്നു, എവിടെ ഇരിക്കുന്നു, നിങ്ങളൊരു ഹോട്ടലിൽ നിന്ന് കയറി ഇറങ്ങിയാൽ ആ ഹോട്ടലിൻ്റെ റിവ്യൂ ചോദിക്കും. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വഴി പോയതെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് പോയി എന്നുള്ള ഡാറ്റ ഗൂഗിളിൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ഏതൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്തു, എല്ലാ സൈറ്റിലും ഗൂഗിളിൻ്റെ ക്യാഷ് മെമ്മറിയിലുണ്ടാവും. ലൈക്ക് ഗൂഗിളിന് എല്ലാം അറിയാം, ലൈക്ക് എവിടെയൊക്കെ നിങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. എന്തെങ്കിലും ഒന്ന് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ആദ്യം ആഡ് വരും. സർവൈലൻസ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സർവൈലൻസ് ക്യാപിറ്റലിസം എന്നാണ് പറയുക. അതായത് ആളുകൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്ത് അതിനെ പൈസയാക്കാം. ഓക്കെ, ഈ വേൾഡിൽ ഇന്നത്തെ ടോപ്പർമാർ ഗൂഗിളാണ്, രണ്ടാമത് ഫേസ്ബുക്കാണ്. ഇതിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ബെനിഫിറ്റഡ് ആണ്, നമ്മളെ ലൈഫ് കൂടുതൽ സ്മൂത്ത് ആവുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അൽഗോരിതത്തിൻ്റെ ബേസിക് ഒപ്റ്റിമൈസേഷൻ അവർക്ക് മണി മേക്കിംഗ് ആണ്, അതുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ ഇൻട്രസ്റ്റിനെ മാച്ച് ചെയ്യുന്നത് കാണിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, നമ്മളെ ഇൻട്രസ്റ്റിനെ മാച്ച് ചെയ്യുന്നതായിരിക്കില്ല അവരുടെയും ഗോൾസ്. അവരുടെ ചിലപ്പോൾ ഈ നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം 100% കുറച്ചുകൂടി ഈ മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഈ അൽഗോരിതം കാരണമാണ്. ഇൻസ്റ്റാഗ്രാമിനെ പറ്റി മുൻപ് അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു. അതായത് യുവാക്കളെ വഴി തെറ്റിക്കുന്നുണ്ട് തന്നെ പറഞ്ഞിട്ട് ടിക്ടോക്കിനുണ്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഈ ക്ലിക്ക് ബൈറ്റ് ആയാലും ക്ലിക്ക് ബൈറ്റ് സാധനങ്ങളൊക്കെ ആയാലും ഇത് ആൾക്കാർ കൂടുതൽ കണ്ടുപിടിക്കും എന്നുകൊണ്ട് അത് അൽഗോരിതം പുഷ് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർ അത് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാരണം ഇതാണ് ചിലവാകുക. അപ്പൊ നെഗറ്റീവ് തമ്പനയിൽ ഇട്ടാലേ ആൾക്കാർ കാണും, അറിഞ്ഞാൽ പിന്നെ അത് ഇടണല്ലോ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചിലപ്പോൾ ഒരു സാധനം ഇല്ലായിരിക്കും എന്നാലും അവർ അതിന്റെ റീസൺ എന്താണെന്നറിയോ? അതിന്റെ ഒരു ബേസിക് റീസൺ അതിൽ കുറച്ച് സയൻസ് ഉണ്ട്. ഇപ്പോൾ മനുഷ്യന്മാർ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്ന കാലത്ത്
നമ്മൾ എപ്പോഴും ഈ വന്യമൃഗങ്ങളുടെ അറ്റാക്ക് പേടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു അമിഗ്ദാല എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട്, ഒരു ഫിയർ സെൻസിങ് റീജിയനാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡേഞ്ചർ, അതായത് ഉറങ്ങുകയാണെങ്കിൽ പോലും ഉണർന്നിരിക്കണം, കാരണം എപ്പോൾ വേണമെങ്കിലും സിംഹ അറ്റാക്ക് ചെയ്യുക, പുലി അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ജീവിച്ചിരുന്നൊരു ജനറേഷൻ. അതിനിടയ്ക്കാണ് പിന്നെ ഈ ടെക്നോളജി മറ്റൊക്കെ പറയുന്നത്, എന്ത് ജനറ്റിക് ചേഞ്ചും മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് സംഭവിക്കുന്നൊരു സാധനമാണ്. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് മനുഷ്യന്മാർ വളരെ പെട്ടെന്നാണ് ഒരു ഹണ്ടർ ഗ്യാദറേഴ്സ് നിന്ന് ഇന്നത്തെ കാലത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഫിയർ സെൻസിങ് ഇപ്പോഴും പോയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഭക്ഷണം ശരീരം സ്റ്റോർ ചെയ്യുന്ന കാര്യം. പണ്ട് ഫുഡിൽ സ്ഥിരത ഇല്ലാത്ത കാലത്ത് ഭക്ഷണം ശരീരം സ്റ്റോർ ചെയ്യണം, കാരണം എന്താ വെച്ചാൽ അടുത്ത ടൈമിൽ എപ്പോഴാണ് ഫുഡ് കിട്ടാനറിയില്ല. പക്ഷേ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചാലും ഉച്ചയ്ക്ക് നമ്മൾ നല്ലോണം കഴിക്കും, ഇതിൻ്റെ ഇടയിലൊക്കെ ചായ വേറെ കുടിക്കും, ഇനി വൈകുന്നേരം വീണ്ടും കഴിക്കും. അപ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ചെയ്യും. ആ സ്റ്റോറിങ് ബിഹേവിയർ ഭക്ഷണം ഇല്ലാത്തൊരു കാലത്തിന് വേണ്ടി ശരീരം ഡെവലപ്പ് ചെയ്ത ഒരു ജനറ്റിക് ഫീച്ചറാണ്. പക്ഷേ ഇന്നും നമ്മളത് തുടരുന്നത്, ഭക്ഷണം ഇത്രയും ലഭ്യമായ കാലത്തും തുടരുന്നത് കാരണം ഒട്ടുമിക്ക ആളുകളും ഭക്ഷണം കഴിച്ചാൽ തടിക്കും, അല്ലാതെ അതെന്താവുന്നില്ല, വേസ്റ്റായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിന് കുറേ എന്താ പറയുക, അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പെർസീവ് ചെയ്യുക നെഗറ്റീവ് ന്യൂസാണ്. അത് ബ്രെയിൻ വയേർഡാണ് അതിന്. നെഗറ്റീവ് ന്യൂസ് ആദ്യം സ്വീകരിക്കാൻ നമ്മൾ വയേർഡാണ്. പോസിറ്റീവ് ന്യൂസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് മാത്രം എന്ത് വേണം, ലൈക്ക് ഒരു ഉള്ളിൽ നിന്നൊരു ത്വര വേണം. അത് കിട്ടാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അൽഗോരിതത്തിന് ഒരാളെ നശിപ്പിക്കാൻ നല്ലോണം കഴിയും. ബട്ട് ഞാൻ അൽഗോരിതം കൊണ്ട് ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ലൈക്ക് അതിൻ്റെ ആ സൈഡ് പറയണല്ലോ, ഉണ്ട് ലൈക്ക് ഒരു വലിയ ശതമാനം ആളുകൾ. കാരണം ഞാൻ ഇന്ന് ഇടപെടുന്ന മേഖലയിലേക്ക് എത്താൻ കാരണമായത് യൂട്യൂബിൻ്റെ അൽഗോരിതം. അതാണ് ഞാനിത് ഇത്ര ക്ലിയർ ആയിട്ട് പറയാൻ കാരണം. യൂട്യൂബ് ഈ സിവിൽ സർവീസിന് പഠിച്ചിരുന്ന കാലത്ത് മുഴുവൻ നമ്മളെ നാട്ടിൽ നിന്നിട്ട് തന്നെയാണ് പഠിച്ചതല്ല. കോഴിക്കോട് ഫറൂഖ് കോളേജിലെ മറ്റായിരുന്നു. ഞാൻ ഒരു സെൽഫ് സ്റ്റഡി നന്നായിട്ട് ചെയ്യുമായിരുന്നു, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ എന്താ ചെയ്യാം, ഇങ്ങനെ റിസർച്ച് ചെയ്യും, ലൈക്ക് ഗൂഗിളിലും മറ്റൊക്കെ നോക്കി നമ്മുടേതായ നോട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കുകളിലൊക്കെ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്കൊക്കെ വേണ്ടി റിസർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഈ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ചിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുവരെ സ്കൂളിൽ പഠിച്ച രീതിയേ അല്ല ലോകം. സ്കൂളിൽ പഠിക്കുന്നത് എന്താ, ഒരു സ്കാഴ്സിറ്റി മെൻറ്റാലിറ്റി ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ പഠിപ്പിക്കുന്നത് ഒരു സ്കാഴ്സിറ്റി മെൻറ്റാലിറ്റി, അതായത് ലോകം അവസാനിക്കാൻ പോകുന്നു, പെട്രോൾ കഴിയാൻ പോകുന്നു, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. എക്സാക്ട്ലി. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു സ്കാഴ്സിറ്റി മെൻറ്റാലിറ്റി നമ്മൾ റൂൾ ചെയ്യുന്നത് കാണാം. പൈസ എടുത്തു വെക്കണം, എന്താ നാളെ പൈസ ഇല്ലെങ്കിലോ, വെള്ളം എടുത്ത് വെക്കണം, എന്താ നാളെ ഇല്ലെങ്കിലോ. അത് ശരിയായിരിക്കാം, സ്കാഴ്സിറ്റി മെൻറ്റാലിറ്റി മോശം കാര്യമല്ല, കാരണം നമ്മളതിന് ട്രെയിൻഡാണ്. നേരത്തെ പറഞ്ഞ പോലെ അത് ഇല്ലാത്ത ഒരു കാലത്തിന് ട്രെയിൻഡാണ്. എന്തിനാ ഗവൺമെൻറ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത്? സേഫ്റ്റി. അഗെയിൻ ഈ സ്കാഴ്സിറ്റി മെൻറ്റാലിറ്റിയാണ്. അതായത് ഇത് ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെ സർവൈവ് ചെയ്യും. അപ്പോൾ ഒരു ഇന്ത്യ പോലെ ഒരു ഇപ്പോൾ എന്തിനാ IASന് ഇത്ര വലിയ പ്രാധാന്യം? ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് നേഷൻസിന് നമുക്ക് പല കാര്യങ്ങളും ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ നമുക്ക് വേണ്ടുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആണെന്ന് മറന്നിട്ട് അവരെ ദൈവത്തിന് സമാനമായിട്ട് നമ്മൾ കാണുന്നത്, നമുക്ക് പലതും നമ്മുടേതാണ്, അവകാശമാണെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതൊക്കെ അവർ നമുക്ക് തരുന്നതാണ്. അല്ല, ഇത് നമ്മൾ ടാക്സ് കൊടുക്കുന്നു, ആ സിസ്റ്റത്തെ ഗവേൺ ചെയ്യുന്ന ഒരു ബോഡി മാത്രമാണ് അത്. ബേസിക്കലി അവർ നമ്മുടെ പണിക്കാരാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ ഇന്നും എത്തിയിട്ടില്ല. അത് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എവല്യൂഷൻ നടക്കാനുണ്ട്. ഇത് ഡെവലപ്ഡ് നേഷൻസിൽ എത്തുന്നതുകൊണ്ടാണ് അവിടെ ഗവൺമെൻറ് ജോബ് പ്രൈവറ്റിൽ കിട്ടാത്ത നോക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇൻകം വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് ഇന്ത്യക്ക് എത്താൻ ഇനിയും ടൈം എടുക്കും. റീസൺ സിമ്പിളാണ്, ഇന്ത്യയിൽ ആൾക്കാർ കൂടുതലാണ്, അപ്പോൾ ലോ ഇൻകം എക്കോണമിയാണ്. അപ്പോൾ ലോ ഇൻകം എക്കോണമി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ അവിടെ കൂടുതൽ പേ കൊടുത്താലേ നല്ല ആൾക്കാരെ കിട്ടൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റിഫൈഡ് ആണ്. ഈ സിസ്റ്റം ഈസ് ലൈക്ക് നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല. ദർ ആർ റീസൺസ് വൈ ഇത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്. അപ്പോൾ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ കണക്ഷൻ പോയി ബ്രോ ഇൻഡിവിജ്വലി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. എക്സാക്ട്ലി. ഓക്കെ. പക്ഷേ അത് ശരിയാണ്, ചിലപ്പോൾ കുറേ ആൾക്കാർ, ഇപ്പോൾ ഞാനും ഇൻഡിവിജ്വലി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ. പക്ഷേ ഞാൻ ഒരു ഹോൾ ആസ്പെക്റ്റിലാണ് പറയുന്നത്, എല്ലാവരുടെയും കാര്യത്തിലാണ്, ആ ഒരു വലിയ ലാർജ് സ്കെയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ലാർജ് സ്കെയിൽ ഇപ്പോൾ ട്രെൻഡിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ, യൂട്യൂബ് ട്രെൻഡിങ് എന്ന് പറയുന്ന സാധനം എടുത്ത് നോക്കിയാൽ അതൊരു മാസീവ് പോപ്പുലേഷന് ആ സാധനമാണ് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100%. നമ്മൾ ഈ സീരിയലൊക്കെ കാണും. ആ ഒരു ഇപ്പം എനിക്ക് ഇൻഡിവിജ്വലി എനിക്ക് വേണമെങ്കിൽ ഓക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസീവ് പോപ്പുലേഷൻ ഇങ്ങനത്തെ ഒരു റോങ് ഇങ്ങനത്തെ സാധനങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്കായിരിക്കും അവർക്ക് വഴി തെറ്റാനുള്ള അല്ല അവർക്ക് വേർതിരിക്കാൻ അറിയില്ല.
ഇപ്പം ബ്രോ പറഞ്ഞായിരുന്നു മറ്റേ നമ്മുടെ അമിഗ്ഡാലയുടെ ഒരു സംഭവം ഫിയർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫിയർ എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ആവാം. കണ്ടീഷൻഡ് ആയിട്ട് കുറച്ച് നാൾ കഴിയുമ്പം ഈ ആദ്യം കണ്ട ഫിയറിന് നമുക്ക് ഫിയർ തോന്നൂല. അങ്ങനെ ഒരു പോരില്ല. അല്ല, ഈ ഹ്യൂമൻസ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ശരി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും ഹ്യൂമൻസ് വിൽ ഓവർകം ഇറ്റ്. അത് അഡാപ്റ്റബിലിറ്റി ഉണ്ട്. ഈ ഒരു അൽഗോറിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ല ഇത് അത് ഒരു ചോദ്യമില്ല. ലൈക്ക് നിങ്ങൾ പറഞ്ഞത് 100% വാലിഡാണ്. ലൈക്ക് ആ ഒരു കൺസേൺ വാലിഡാണ്. ദ തിങ് ഈസ്, നമ്മൾ ഇപ്പം ഇത്തരം ടെക്നോളജി ഒക്കെ വരുമ്പോൾ നമുക്കൊരു പേടിയുണ്ടല്ലോ, എല്ലാം യന്ത്രവൽകൃതമാവുമോ? അല്ല, ഞാൻ പറയുന്നത് യന്ത്രങ്ങൾ ചെയ്യേണ്ട പണി യന്ത്രങ്ങൾ എടുക്കും. പക്ഷേ മനുഷ്യന്മാർ രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോയി വൈകുന്നേരം 6 മണി വരെ ആ ജോലി ചെയ്യുന്ന അത് യന്ത്രം ചെയ്യുന്ന പണിയാണ്. അതായത് ഒരു യന്ത്രം പോലെ പണിയെടുക്കുക. അത്തരം പണികൾ യന്ത്രം എടുക്കട്ടെ. മനുഷ്യന്മാർ മാനുഷിക മൂല്യങ്ങളുടെ മേലെ കൂടുതൽ വർക്ക് ചെയ്യാം, നല്ല ഇൻഡിവിജ്വൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇന്ന് ഒരു രക്ഷിതാവിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സാധനമുള്ളൂ, നല്ല മക്കളുണ്ടാക്കുക. അതായത് മക്കൾക്ക് നല്ല മൂല്യബോധം കൊടുക്കുക. ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്? ടീച്ചേഴ്സും അതന്നെയാണ് ചെയ്യേണ്ടത്, നല്ല മൂല്യബോധം ഉണ്ടാക്കുക. സൊസൈറ്റി കൂട്ടമായിട്ട് പരിശ്രമിക്കേണ്ടത് മൂല്യബോധം കൊടുക്കാനാണ്. അതായത് ഒരുപാട് കണ്ടൻറ്റ് പഠിപ്പിക്കാനോ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യം ഇന്നില്ല. കാരണം ഇത് വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. കൊടുക്കാൻ കഴിയാത്ത സാധനങ്ങൾ ഈ പറഞ്ഞ കാര്യം, അതായത് ഇത്രയും ഡിസ്ട്രാക്ഷൻസ് മുൻപിൽ ഉണ്ടാകുമ്പോൾ ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കാം. അല്ലേ, അർജുന കണ്ണാണോ കാണുന്നത് പക്ഷിയാണോ കാണുന്നത് ചോദിക്കുമ്പോൾ ആ ഫോക്കസ് പഠിപ്പിക്കാം. ആ ഫോക്കസ് പഠിപ്പിക്കാനാണ് വിസ്ഡം ആവശ്യം, എക്സ്പീരിയൻസ് ആവശ്യം. അതാണ് നമ്മുടെ മുതിർന്ന ജനറേഷൻ താഴേക്ക് കൊടുക്കേണ്ടത്. മുതിർന്ന ജനറേഷൻ്റെ കാഴ്ചപ്പാട് കുത്തിവെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫീഡ് ചെയ്യാനാണ്. പക്ഷെ അത് ഇന്ന് ആവശ്യമില്ല. ഇൻഫർമേഷൻ എക്സാം തന്നെ അതിന് 100%. ഇപ്പോഴത്തെ പരീക്ഷ നടക്കുന്ന കാലമാണല്ലോ. ഇൻഫർമേഷൻ സ്കാഴ്സ് ആയിരുന്ന ഒരു കാലത്ത് ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്ന് ഇൻഫർമേഷൻ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു കാലമാണ്. വിരൽ തുമ്പിൽ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു കാലത്ത് എത്തിച്ചു കൊടുക്കുന്നതിന് വലിയ യുക്തിയില്ല, പകരം തിരഞ്ഞെടുപ്പിനെ പഠിപ്പിക്കുക. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് മൂല്യബോധം ആവശ്യം. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ സിംഗിൾ മോസ്റ്റ് റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ തിരഞ്ഞെടുപ്പിനെ പഠിപ്പിക്കുക, മൂല്യബോധം പഠിപ്പിക്കുക. രക്ഷിതാക്കൾ ഒരു നല്ല കുട്ടീനെ ഉണ്ടാവണമെന്ന് കുട്ടിക്ക് മൂല്യബോധം പഠിപ്പിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതായത് മൂല്യബോധം പഠിപ്പിച്ചാൽ തന്നെ ഒരുപാട് ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫിലുള്ള ഞാൻ ഉണ്ടായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ എന്നോട് ഒരിക്കലും സിഗരറ്റ് വലിക്കരുതെന്നോ കുടിക്കരുതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മൂപ്പരത് ചെയ്യില്ല. അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബസ്സിൽ പൈസ കൊടുക്കാതെ യാത്ര ചെയ്യരുത്, അല്ലെങ്കിൽ ഹോട്ടലിൽ കയറിയ ഭക്ഷണം കൊടുക്കാതെ പൈസ കൊടുക്കാതെ ഇതാക്കരുത്, അങ്ങനത്തെ പറയാറുണ്ട്. അത് ഞാൻ ചെയ്തിട്ടല്ല. പുള്ളി പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, പോയിൻ്റ് എന്താ വെച്ചാൽ, ഇന്നത്തെ ഹോട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു നിർബന്ധ ബുദ്ധി വേണം പൈസ കൊടുക്കണമെന്ന്. അല്ലാതെ ഒരാളും നമ്മളെ തടഞ്ഞു വെച്ചിട്ട് ഈ പൈസ കൊടുത്തൊന്ന് ചോദിക്കുന്ന സിസ്റ്റം ഇപ്പം ഇന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു നല്ല തിരക്കുണ്ടാവും, നല്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകാം. ഇവിടെയാണ് മൂല്യബോധം നമ്മളെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത്തരം വാല്യൂ സിസ്റ്റംസ് ഒരു രക്ഷിതാവ് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സക്സീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതല്ല, അവൻ്റെ എക്കോ സിസ്റ്റം അവന് നൽകുന്നത് ഒരുപാട് പെസിമിസ്റ്റ് വ്യൂ ആണ്, ഓൻ അതിന് കണ്ടീഷൻ ഉണ്ടാകും. അതിന്ന് നെഗറ്റീവ് ഔട്ട്കംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവൻ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ അവൻ്റെ മുൻപിൽ ഇതേ ആറ്റിറ്റ്യൂഡുള്ള കുറേ സംഗതികൾ കാണുമ്പോൾ, ഇപ്പം ബ്രോയ്ക്ക് ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ കമൻറ്റ് എഴുതുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ അങ്ങനത്തെ ഫീഡ്ബാക്ക് കൊണ്ടായിരിക്കുക ഇല്ലേ? ആവാം തീർച്ചയായിട്ടും. ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. അതായത് വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് സംഗതികൾ ചേർന്നതാണ് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ നമ്മളും, അല്ലെങ്കിൽ ഈവൻ എനിക്ക് പോലും പല കാര്യങ്ങളിലും ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷെ അത് ആ വിഷയത്തിലാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ മനുഷ്യന്മാരാണ്, നമുക്കിടയിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഈ പോയിൻറ്റിൻ്റെ മേലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആകും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സാവാൻ ഭയങ്കര ഈസിയാണ്. ലൈക്ക് എന്നെ ചീത്ത പറഞ്ഞു, എന്തിനാ എന്നെ പറഞ്ഞേ, ലൈക്ക് എന്നിട്ട് അതിൻ്റെ മേലെ മൂഡ് വേണമെങ്കിൽ വെറുതെ അങ്ങ് കളയാം. പക്ഷെ അതിന് പകരം ലൈക്ക് അതവൻ്റെ ഒപ്പീനിയനാണ്, ആവാം ലൈക്ക് അവൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെതുണ്ടല്ലോ. അപ്പോൾ അവൻ്റേതും എൻ്റേതും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലോകത്ത് സമാധാനം ഉണ്ടാവും. അതല്ല എൻ്റേത് മാത്രം എക്സിസ്റ്റ് ചെയ്യണമെന്ന് കരുതുന്നിടത്ത് പീസ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ ഈ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ മൂല്യബോധം കൊടുക്കാനാണ്. ഓക്കെ, അതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഫ്യൂച്ചർ ജനറേഷൻ്റെ ഒരു കാര്യം, ഞാൻ എയിൽ ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോഴത്തേക്കും കണ്ടതാണ്. പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ആണ് നമ്മുടെ റീപ്ലേസ് ചെയ്യുകയാണ് ജോലി അല്ലെങ്കിൽ എല്ലാം ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഹ്യൂമൻ പോപ്പുലേഷൻ കുറച്ചും കൂടി ലേസി അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ഒരു ചാൻസ് ഉണ്ട് എന്നൊക്കെ
ചിലർ വാദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ റിസർച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും, എക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഹ്യൂമൻസിന് പല കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഇതിലോട്ട് പോകും ഒരു കുറേ ജനറേഷൻസ് കഴിയുമ്പോൾ. ഞാൻ ഇതൊരു സോഷ്യൽ സർവേ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരു രസമുള്ള സർവേ ആണ്. ഞാൻ ഒരിക്കൽ ഇപ്പം നമ്മൾ മലപ്പുറത്തൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 100K മലപ്പുറം കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് മലപ്പുറത്ത് ദുബായ് ഒക്കെ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനൊക്കെ. എന്താ വെച്ചാൽ മലപ്പുറം എൻ്റെ ഹോം ടൗൺ ആണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മലപ്പുറം മാത്രം നിർത്തുക എന്നുള്ളതല്ല. ഇനി എപ്പോഴും എന്താണെന്ന് അറിയാം, വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കുക എന്ന് പറയും. അപ്പോൾ ആദ്യം അവിടുത്തെ തുടങ്ങി, ഇനി നാട് കേരളമാണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് വലുതാക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മോഡൽ എവിടെയും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മോഡലാക്കാം. പറഞ്ഞ പോയിൻ്റ് എന്താ വെച്ചാൽ 100K മലപ്പുറം കോഡേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനുകളിലും പോയിട്ട് ലോക്കൽസുമായിട്ട് സംസാരിച്ചു, ആ പ്രദേശവാസികളുമായിട്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ടാകും, അതുപോലെ പൊളിറ്റീഷ്യൻസ് ഉണ്ടാകും, വാർഡ് അതിൻ്റെയൊക്കെ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാകും. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുക. അപ്പോൾ ഞാൻ വെറുതെ അവരോട് ചോദിച്ചേ, വീട്ടിൽ ഭക്ഷണം എന്നുള്ള പ്രശ്നം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി ആയിരിക്കുമോ ചെയ്യുന്നുണ്ടാവുക എന്ന് ചോദിച്ചു. ഭൂരിഭാഗം ആൾക്കാരും അല്ല എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളെ ജനറേഷൻ, ഇന്നത്തെ വർക്കിംഗ് പോപ്പുലേഷൻ ചെയ്യുന്നത്, മീൻസ് അപ്കമ്മിങ് അല്ല കേട്ടോ, ലൈക്ക് പുതിയ വരുന്നല്ല, മുതിർന്ന ആൾക്കാർ, ഒരു 30+, 40+ ആ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകളും അവരുടെ ജോലി ഒരു തെരഞ്ഞെടുപ്പല്ല, പകരം നിവൃത്തികേടാണ്. അതായത് അവർ വർക്ക് ചെയ്തിട്ട് വേണം, സോൾ ഇൻകം ഏണർ ആയിരിക്കും, അവർ വർക്ക് ചെയ്തിട്ട് വേണം അവർ വീട് സർവൈവ് ചെയ്യാൻ. ഇനിയത്തെ ഒരു ജനറേഷൻ ഒരു പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. മെയിൻലി ഇപ്പോൾ ഇന്നത്തെ ആൾക്കാർ ഇന്ന് ഒരു ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ടെക്നോ പാർക്കിലൊരു മീറ്റിങ്ങിൽ ഒരു കോളേജ് പ്രിൻസിപ്പൾ പറയാം, നമ്മൾ കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളും കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്, പക്ഷേ ഈ കുട്ടികൾക്ക് ജോലി വേണ്ടേ, മീൻസ് ആവശ്യം വേണ്ടേ, ജോലി വേണമെന്നുള്ള ബോധം കുട്ടികൾക്കില്ല. അതായത് ആ ഒരു ജനറേഷൻ ജോലി വേണമെന്നില്ല, ജോലി ഇല്ലയെന്ന് നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യും, പക്ഷേ ഒരു ജോലി കിട്ടിയാൽ അത് ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ പട്ടിണി കിടക്കില്ല, ആ ഒരു ധൈര്യമുണ്ട്. അതായത് വെറുതെ ഇരുന്നാലും പട്ടിണി കിടക്കില്ല, കാരണം റേഷനറി കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും, ബിക്കോസ് മൈ ഡാഡ് ഈസ് വർക്കിംഗ്. ലൈക്ക് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണിയെടുത്തിട്ടില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിലേക്ക് വന്നപ്പോൾ പല ആളുകൾക്കും ജോലി ഒരു നിർബന്ധ ബുദ്ധി ആകുന്നില്ല. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? നമ്മൾ കൾച്ചർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും, ആർട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും, ആൾക്കാർ അവരുടെ സർഗാത്മക ശേഷികൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യട്ടെ. ഞാൻ പറയുന്നത് മനുഷ്യബന്ധം കൂടുതൽ സൃഷ്ടിക്കട്ടെ. ഇപ്പോൾ നമ്മൾ യന്ത്രം പോലെ പണിയെടുക്കുന്നതിന് പകരം ആളുകൾ പരസ്പരം കൂടുതൽ സംസാരിക്കട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ ആർട്ടിഫിഷ്യൽ അല്ല. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ റോബോട്ടുകളോടല്ല ഇൻറ്ററാക്ട് ചെയ്യുന്നത്, മനുഷ്യന്മാരോട് തന്നെയാണ്. പുതിയ തലത്തിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ പണ്ടത്തെ ആൾക്കാർ നേരിട്ട് വർത്താനം പറഞ്ഞിരുന്നതിന് പകരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. നമ്മൾ 100 ആളോട് വർത്താനം പറഞ്ഞതിന് പക്ഷേ ചിലപ്പോൾ 1,00,000 ആൾക്കാരോട് പറയുന്നു. അതെന്താ വെച്ചാൽ നിലവിൽ മനുഷ്യന്മാർ ഇൻ്ററാക്ട് ചെയ്യുന്നതിന് ഒരു പുതിയ തലം വന്നു. ആ തലം പഴയതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് മോശം അങ്ങനെയൊന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലത്തിലുള്ള സംവേദനം നമുക്ക് ലഭ്യമായി. അത് പണ്ടത്തെ ഒരു ജനറേഷന് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴും നമുക്ക് ലോകത്ത് എവിടെ നടക്കുന്നതും കാര്യങ്ങൾ അറിയാം, വ്യൂസ് അറിയാം, നമുക്ക് യാത്ര ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാടുകൾ വലുതാവല്ലേ. നേരെ മറിച്ച് ഒരു ഗ്രാമത്തിൽ മാത്രം ജീവിച്ച് മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ ലിമിറ്റഡ് വാൺസ്, ലിമിറ്റഡ് സ്വപ്നങ്ങൾ. ലോകത്ത് എന്തെങ്കിലും മാറ്റം യാത്ര ചെയ്യാത്തല്ലോ ആരും നടത്തിയതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താ? നമ്മൾ വിഷൻസ് വലുതാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ. വി ആർ മീറ്റിംഗ് പീപ്പിൾ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ലോകത്ത് നമ്മുടേതല്ലാത്ത സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാനുള്ള ഒരു വെന്യൂ നമുക്ക് കിട്ടല്ലേ. അത് ഭയങ്കര സംഭവമല്ലേ. കാരണം അതിൽ എല്ലാ ഗ്രോത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ഒരു നിർബന്ധമായിട്ട് മാറാത്ത ഒരു സ്റ്റേജിൽ, നമുക്ക് ഭക്ഷണം കിട്ടാൻ ജോലി നിർബന്ധമായിട്ട് മാറാത്ത ഒരു സ്റ്റേജിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പാട്ടുകാരും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ വരും. അത് നല്ല കാര്യം. യൂണിവേഴ്സൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ AI വന്ന്, AI വന്നു മീൻസ് ആൾറെഡി ഇവിടെ ഉണ്ട്. AI റോബോട്ടിക്സ് ഒക്കെ വന്ന് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പറയട്ടെ ഞാൻ. ഇലക്ട്രിസിറ്റി കോസ്റ്റ് കാര്യമായിട്ട് കുറയും. കാരണം സോളാർ വൈദ്യുതിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് സോളാർ പാനലിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുക. ടെക്നോളജിയിൽ ഇനിയും ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്, സ്റ്റോറേജിൽ ഒപ്റ്റിമൈസേഷൻ വരുന്നുണ്ട്. ₹1 പോലും വേണ്ടി വരില്ല ഒരു യൂണിറ്റ് വൈദ്യുതിക്ക്. ചിലവ് കുറയും, ഗണ്യമായിട്ട് കുറയും. അപ്പോൾ
സോളാറിൽ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു, എനർജി കോസ്റ്റ് ഈസ് 0 അല്ലെങ്കിൽ നിയർ 0. ഓക്കെ, ഇനി റോബോട്ടുകളാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, AI ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. റോബോട്ടിന് വേണ്ടത് കറണ്ടാണ്, കറണ്ട് ഫ്രീ ആണ്. റോബോട്ടുകൾക്ക് വൺസ് മാനുഫാക്ചറിങ് കോസ്റ്റേ ഉള്ളൂ. ഈ റോബോട്ടിനെ സർവീസ് ചെയ്യാൻ അതിനകത്ത് റോബോട്ടുകൾ ഉണ്ടാവും. ലൈക്ക് പൊട്ടൻഷ്യൽ പറയാണ്. അപ്പോൾ AI ആണ് കൃഷി നിയന്ത്രിക്കുന്നതെന്ന് വെക്കുക. ഫുഡ് ഫ്രീ ആണ്. ഫുഡ് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? എല്ലാവർക്കും ഭക്ഷണം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇനി എല്ലാവർക്കും ഒരു വാണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, ചെയ്യണമെങ്കിൽ കയ്യിൽ പൈസ വേണമല്ലോ. അപ്പോൾ അതിന് എന്തുണ്ടാക്കുകയാണ്? ഡിമാൻഡ്, മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് ആൾറെഡി വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളെ ഹ്യൂജ് ടാക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻകം ആളുകളിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒരു കൺസെപ്റ്റാണ്. മറ്റൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഒരാൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് പകരം 2 മണിക്കൂർ വീതം 4 ആളാണ് വർക്ക് ചെയ്യട്ടെ, ഒരു ഓപ്ഷനാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വർക്ക് എന്നുള്ളൊരു എൻഗേജ്മെൻറ്റും കിട്ടും. അതേസമയം 4 ആൾക്ക് എപ്പോഴും 1,00,000 റുപ്യ മാസം ശമ്പളം വേണമെന്ന് പറയുന്നത് എൻ്റെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ മാസം 1,00,000 വേണമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഫുഡ് പോലത്തെ സോഷ്യലിസ്റ്റ് അപ്രോച്ച് വേണം. കാരണം പക്ഷേ സത്യം പറഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് ഉത്തോപ്പിയ എന്ന് പറയാം. പക്ഷേ ഈ ഒരു നല്ല രീതിയിൽ ക്ലാസ്ലെസ് സൊസൈറ്റി മാർക്സിന്റെ അടുത്ത ഘട്ടം. പക്ഷേ ഹ്യൂമൻ ഒരു ഇന്നേറ്റ് ആയിട്ട് ഒരു സാധനമുണ്ട്, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയും. ആ ഒരു സംഭവത്തിലാണ് ഞാൻ അത് നല്ല രസമായിട്ട് അല്ല ഇപ്പം ചില സാധനങ്ങൾ ഇപ്പം ആൾക്കാർ നമ്മുടെ അല്ല ടോപ്പ് 1% നിൽക്കുന്ന ആൾക്കാർ ചിലർ സ്പെൻഡ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ അന്തം വിട്ടു. കാര്യം ഇന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഇവർ ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കും. അവരെന്ത് ചെയ്യാലോ. കാര്യം അവിടെ ആ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഇൻഡിവിജ്വാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണെന്നറിയോ, ഇത് ലൈക്ക് വാലിഡാണ്. അതായത് ആളുകൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഉണ്ടാകും. സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹം, സ്റ്റാൻഡ് ഔട്ട് ഹാപ്പിനെസ് കുറയൂലേ? എല്ലാവരും ഒരേപോലെ ആകൂല. ഫസ്റ്റ് ഓഫ് ഓൾ അതായത് എഫേർട്ട് ഇടുന്നവന് ഡിഫറെൻ്റ് ആകാം. പിന്നെ അവന്യൂസ് ഫോർ ബീയിങ് ഡിഫറെൻറ്റ് അത് കൂടുമെന്നാണ് പറയുന്നത്. അതായത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടും. ഏതൊക്കെ രീതിയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഡെഫിനേഷനിൽ പൈസ ഉള്ളവനാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കൾച്ചർ കയ്യിലുള്ളവന്, ആർട്ടുള്ളവന്, ഇവർക്കൊക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ. ഇനി ഒന്നുമല്ല ഞാൻ പറയുന്നത്, ജോലികളില്ലാണ്ടായാൽ പേര് ചോദിച്ചു, ഓക്കെ ശ്രീകാന്ത് എന്ന് പേര് പറഞ്ഞു, അടുത്തെന്ത് പറയാം? ടൈറ്റിൽ പറയണം. അതാണല്ലോ നോർമൽ നമ്മളെ നാട്ടിലുള്ള രീതി. ഡിഫറൻസ് വരും. ടൈറ്റിലിൻ്റെ കാര്യത്തിൽ ജോലി ഉണ്ടാവില്ലല്ലോ. ഓക്കെ ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഇന്ന കമ്മിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. പുതിയ ടൈറ്റിൽസ് വരും. അത് കുറച്ചും കൂടെ സോഷ്യൽ ടൈറ്റിൽസ് ആയിരിക്കും. അതായത് ജോബ് റിലേറ്റഡ് ടൈറ്റിൽസ് തന്നെ ആവണമെന്നില്ല. അത് ആൾറെഡി ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് എടുക്കുന്ന കുറേ ആൾക്കാർ അങ്ങനെയല്ലേ പറയാം. അതായത് ആ ടൈറ്റിൽസ് സ്റ്റുഡൻസ് വരെ അതാ പറയുക. അതായത് 2 കൊല്ലമായിട്ടുണ്ടാവും കോളേജ് കഴിഞ്ഞിട്ട്, എന്നാലും പറയും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായിട്ടുണ്ടാവും. പക്ഷെ അവൻ ഇപ്പോഴും പറയാലോ അവൻ്റെ ഐഡൻറ്റിറ്റി അതാണ്, ലൈക്ക് കോളേജിൽ പഠിച്ചു പഠിച്ചു എന്നുള്ള ആ ഐഡൻറ്റിറ്റികളുടെ പുതിയ തലങ്ങൾ, പുതിയ സംവേദനങ്ങൾ ഇത് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ മനുഷ്യന്മാരാണ് ആരും. നമ്മളൊരു റോബോട്ടുകളെ പോലെ ഒന്നും ജീവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ സോഷ്യൽ എൻഗേജ്മെൻറ്റിലൂടെ പുതിയ മീനിങ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിനിടയിലും ബിസിനസ് ചെയ്ത് കഴിച്ചിലാവാൻ നോക്കുന്നവരുണ്ടാവും. കാരണം പുതിയ ടെക്നോളജി വരുമ്പോൾ ഇത് ഒരിക്കലും ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ഉണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് അംഗീകരിക്കുക. ഒരു കോൺസ്റ്റൻ്റ് ഇല്ല, എവർ ചേഞ്ചിങ് തന്നെയാണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചേഞ്ചിൻ്റെ കൂടെ പോകുന്നവർ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിൽ പങ്കാളികളാവും. അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ചേഞ്ച് കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നവർ, അതാണ് എൻ്റെ ഏറ്റവും വലിയ മെസ്സേജ്. അതാണ് നമ്മളിങ്ങനെ നോക്കി നിന്നാൽ ഇരിക്കത്തേ ഉള്ളൂ. അതല്ല ചേഞ്ചിൻ്റെ കൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ സൊസൈറ്റി ആവാം. ഇപ്പോൾ സിംഗപ്പൂർ പോലെയോ അല്ലെങ്കിൽ ഹൈ ഇൻകം എക്കോണമി എന്താ എല്ലാവരുടെയും ബേസിക് നീഡ്സ് ഫുൾഫിൽഡ് ആണ്, ഒരു ഹയർ ക്വാളിറ്റി ഓഫ് ലിവിങ് ഉണ്ട്, പൊല്യൂഷൻ ഇല്ലാത്ത, മീൻസ് അനാവശ്യ ട്രാഫിക് ഇല്ലാത്ത, എല്ലാവരുടെയും ഇൻഡിവിജ്വൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന, നല്ല ഭക്ഷണം കിട്ടുന്ന, ലൈക്ക് ഭക്ഷ്യവിഷബാധയൊന്നും ഇല്ലാത്ത, ലൈക്ക് അത് പോസിബിളാണ്. എല്ലാവർക്കും ഒരു ജോബ് കൊടുക്കാൻ കഴിയില്ല, പക്ഷെ എല്ലാവർക്കും ക്വാളിറ്റി ഓഫ് ലിവിങ് കൊടുക്കാൻ കഴിയും. അത് നമ്മൾ അവിടെയാണ് ടെക്നോളജി ലിവറേജ് ചെയ്യേണ്ടത്. അതായത് ആ പോയിന്റിലാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. ഇതിലെന്താണെന്നറിയോ, ഇത് പനാശ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒറ്റമൂലി ഇല്ല. ഇത് ഒരു കാര്യത്തിൽ ഒറ്റമൂലി ഇല്ല. ഇതിലെല്ലാത്തിനും ആൻസറും ഇല്ല. ദാറ്റ് ഇസ് ദ തിങ്. ജോലി പോകും. ജോലി പോയവരെന്താ ചെയ്യുക? പഠിച്ചവനാണ് അറിയില്ല. അതായത് ജോലി പോകും. അത് ലോകത്ത് ഇന്നും അത് ചർച്ചയാണ്. ഈ ഇത്രയും ഡിസ്പ്ലേസ്ഡ് ആവുന്നത് കാരണം ലോകത്ത്
ഇത്രയും വലിയ വോളിയത്തിൽ ആളുകളെ ഡിസ്പ്ലേസ്ഡ് ആക്കുന്ന ടെക്നോളജീസ് മുന്നേ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ വിശ്വസിക്കേണ്ട എന്ത്, പണ്ട് കമ്പ്യൂട്ടർ വന്ന പോലെ ഒരുപാട് ജോലികൾ ഇനി ഇത് കൊണ്ടുവരും. സംഗതി ശരിയാണ്, ജോലികൾ കൊണ്ടുവരും, പണ്ടത്തെ അത്ര വോളിയത്തിൽ വേണ്ടി വരില്ല. കാരണം ഇത് ഓട്ടോമേഷൻ ടെക്നോളജികളാണ് വരുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ ഓട്ടോമേഷൻ ടെക്നോളജികളുടെ പ്രത്യേകത എന്താണ്? അതായത് റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ഓട്ടോമേറ്റ് ചെയ്യാണല്ലോ, പിന്നെ മനുഷ്യനെ വേണ്ടല്ലോ, നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓട്ടോമേഷൻ തന്നെ ബേസിക്കലി റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. മനുഷ്യന് 2 തരത്തിലുള്ള പണിയെടുക്കാനേ അറിയൂ. ഒന്ന് കായികമായിട്ടുള്ള പണികൾ, അഥവാ നമ്മുടെ ഫിസിക്കൽ പവർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പണികൾ. 2 നമ്മുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന പണികൾ. ഈ ഫിസിക്കൽ പണി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ അധികവും ദിവസക്കൂലിയാണ്. അതായത് നമുക്കതിനൊരു മാർക്കറ്റിൽ കുറച്ച് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് 1000 രൂപയും ഫുഡും, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുണ്ട്. അതേസമയം ഈ ഇൻ്റലക്ച്വൽ പണികൾക്കാണ് ശരിക്കും ഇന്ന് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത്. ഈ 2 പണികളും യന്ത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ AI ഒക്കെ വരുമ്പോഴുള്ള ഒരു ചേഞ്ച്. അതാണ് ഈ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ മേജർ ചേഞ്ച്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ജസ്റ്റ് ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കി. AI മാത്രമല്ല വില്ലൻ. AI പ്ലസ് റോബോട്ടിക്സ് പ്ലസ് 3D പ്രിൻറ്റിങ്. റോബോട്ടുകൾക്ക് സ്വയം ഉണ്ടാക്കാം, കാരണം 3D പ്രിൻ്റ് ചെയ്താൽ പോരെ. അപ്പോൾ AI പ്ലസ് റോബോട്ടിക്സ് പ്ലസ് 3D പ്രിൻറ്റിങ് പ്ലസ് ബ്ലോക്ക് ചെയിൻ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം നെറ്റ്വർക്ക് ഉണ്ടാക്കാമെന്ന് പറയും. അത് അവർക്ക് കോൺഷ്യസ്നെസ് ഇല്ല കേട്ടോ. നമ്മളിത് പറയുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ കോൺഷ്യസ്നെസ് എന്നാണ് മനുഷ്യൻ എനിക്ക് മറ്റവൻ്റെ മേലെ പോകണം അല്ലെങ്കിൽ കീഴടക്കണം എന്നൊക്കെയുള്ള ബോധം വരുന്നത്. ആ ഒരു അതെന്നാണ്. അത് യന്ത്രത്തിനില്ല. അപ്പോൾ യന്ത്രം പലതും ചെയ്യുന്നത് വെറും സിമുലേഷൻ മാത്രമാണ്. അതായത് ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ടുള്ള കുറേ ഡാറ്റ കിട്ടുമ്പോൾ AIനോട് ഇന്ന ചോദ്യം ചോദിച്ചാൽ AI പറയും എനിക്ക് ലോകം നിയന്ത്രിക്കണം. അത് ഈ ട്രെയിനിങ് ഡാറ്റയിൽ മനുഷ്യന്മാരുടെ കോമൺ ട്രേറ്റ് ആണ്. എന്ത് ലോകം കീഴടക്കണം എന്ന് പറയാത്ത മനുഷ്യന്മാരാരാളുള്ളത്? കുറച്ചൊരു എന്താ പറയുക, ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ആരും പറയുന്നതാണ് ഐ വാണ്ട് ടു കോൺകർ ദ വേൾഡ് എന്ന് പറയാത്ത ആൾക്കാരുണ്ടാവില്ല. അത് അലക്സാണ്ടർ എന്ന് തുടങ്ങിയാലോ ഇപ്പോഴും അതാണ്. അല്ലാതെ അതൊരു ടെർമിനേറ്റർ AGI ASI എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടൻഷ്യൽസ് വേറെ പറയുന്നുണ്ട്. പക്ഷെ അതുപോലും ഒരു ഭയങ്കര വേഴ്സ്റ്റ് കേസിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോഴത്തെ സിനാരിയോയിലില്ല. ലൈക്ക് നമുക്ക് ഫ്യൂച്ചർ എന്താകും എന്നുള്ളത് അഗെയിൻ സയൻസാണ്, ഏത് ഡയറക്ഷനിലും വേണമെങ്കിലും പോകാം. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് ആ ഒരു ഡേഞ്ചറിനെ പറ്റി അത്ര വറീഡ് ആകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് വാട്ട് ഈസ് ലൈക്ക് ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യേണ്ടത് അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്, കാലത്തിനൊപ്പം പോവുക, പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ്. ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സ്മാർട്ട് ഫോൺ ഒപ്റ്റിമം ഇതിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിവാദമായിരുന്നു. അത് എങ്ങനെ, അത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നിലവിലെ ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന ഫോണുകളിൽ മുന്നത്തെ ഫോണും നിങ്ങളിതിന് മുന്നേ ഉപയോഗിച്ച ഫോണും ഇപ്പോഴത്തെ ഫോണും നിങ്ങൾ ലൈക്ക് ഞാൻ എല്ലാ വർഷവും ഫോണും സ്വിച്ച് ചെയ്യുന്ന ആളാണ്. അത് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പുതിയ ഫോൺ, പുതിയ മാർക്കറ്റ്, അത്ര ഉള്ള മീൻസ് ഫീച്ചേഴ്സ് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഞാൻ 14 Pro Max ഉപയോഗിക്കുന്നത്, എനിക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഇപ്പോഴും അറിയില്ല. ഇതിന് മുന്നേ ഉപയോഗിച്ചത് അതിൻ്റെ മുന്നത്തെ വെർഷൻ ആയിരുന്നു. അത് ഫീച്ചേഴ്സ് നോക്കിയിട്ടൊന്നുമല്ല, കൊല്ലം മാറ്റുക. കാരണം ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ വീക്ക് ആകുമ്പോൾ ഞാൻ നല്ലോണം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ഡൗൺ ആവുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രഷ് ഫോൺ ആവുക. പിന്നെ ഒരു ഓണ്ടർപ്രണറൊക്കെ അല്ലേ, പുതിയത് വെക്കുമ്പോൾ ഒരു രസമാണല്ലോ, നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ മിനിമൽ ഡ്രസ്സിങ് ആണെങ്കിലൊക്കെ മിനിമലാണ്. അപ്പോൾ പിന്നെ നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അതിനൊരു 2-3 ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അതിലുള്ളൊരു ഫീച്ചർ അത്രേ ഉള്ളൂ. അല്ലാതെ പക്ഷേ ഫോണുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫോൺ നൽകുന്ന എക്സ്പീരിയൻസ് നോക്കുക. എനിക്ക് മുന്നത്തെ ഫോണിനേക്കാളും ഇത് ഭയങ്കര സ്പീഡായി തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരുപാട് ബാറ്ററി ബാക്കപ്പ്, അല്ലെങ്കിൽ ഒരുപാട് ക്യാമറ ക്വാളിറ്റി. ഇതൊരു റാഡിക്കൽ ചേഞ്ച് അല്ല, ഇതൊക്കെ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് ആണ്. ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് വരുന്നതിന് ഇപ്പോൾ ഫോൾഡ് തുറന്നാൽ കിട്ടുന്നത് കുറച്ചും കൂടെ വലിയ സ്ക്രീനാണ്. ഓക്കെ, കുറച്ചും കൂടെ സൂമുള്ള ഫോണൊക്കെ കുറച്ചും കൂടെ ദൂരമുള്ളത് കാണാം. നമ്മളെപ്പോഴും ചന്ദ്രനെ ഫോട്ടോ എടുത്തിട്ടായിരിക്കുക. ഇത് ഫണ്ടമെൻ്റൽ നീഡല്ല. അപ്പോൾ ഫോണിൻ്റെ ഫണ്ടമെൻ്റൽ നീഡിൽ ഫോൺ കാര്യമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ല. ഇനി ഫോണിൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളെ ഫോണിന് 10 ലക്ഷം പിക്സൽ, നിങ്ങളുടെ ഫോണിൽ 1 കോടി പിക്സൽ, ഡിഫറൻസ് പറയാൻ കഴിയുമോ? വളരെ കുറവാണ്. അതെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാനുള്ള എബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇതൊന്നും ഒരു റാഡിക്കൽ ഷിഫ്റ്റ് അല്ല. ഇതിൻ്റെ ബാക്കിലുള്ള ടെക്നോളജിക്കൽ വർക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഫോണുകൾക്കിടയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇറങ്ങുന്ന ഫോണുകൾക്കിടയിൽ, കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയിൽ ഇറങ്ങുന്ന സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു റാഡിക്കൽ ബ്രേക്ക് ത്രൂ മൊമെൻറ്റ് നമുക്ക് കാണാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഇനി ഒരു ചേഞ്ച് വരാനുള്ളത്, ഇതൊക്കെ 2 ഡയമെൻഷണൽ ഇൻറ്ററാക്ഷൻ്റെ
പരമാവധി പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വരേണ്ടത് 3 ഡയമെൻഷണൽ ഇൻട്രാക്ഷനാണ്. അത് മിക്സഡ് റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ VR ഇതിലൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ ഇനി ഫോൺ എന്നുള്ള കൺസെപ്റ്റ് ഈ സ്ലാബ് രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യണമെന്ന് എന്താ ഭാവിയിൽ ഒരു ഗ്ലാസ് ആയിരിക്കും, നോർമൽ ഗ്ലാസ്. അതായത് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ARലേക്ക് മാറി, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാ അതിലേക്ക് മാറി. അത് പോരെ, കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോരെ. കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണിൻ്റെ അടുത്ത് വെക്കുന്ന ഒരു ഡിസ്പ്ലേൻ്റെ അത്ര വലുപ്പം ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പോലും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എത്ര വലുതാക്കാനും എത്ര ചെറുതാക്കാനും പറ്റും. ഒരു VR ഗ്ലാസ് വെച്ച് നോക്കിയാൽ നമുക്കറിയാം എത്ര വലുതാക്കണം അത്ര വലുതാക്കുക, എത്ര ചെറുതാക്കണോ അത്രയും ചെറുതാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഫോൾഡും ഫ്ലിപ്പും ഒക്കെ അതിനേക്കാളും വലിയ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ക്യാരി ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവായില്ലേ. ഇപ്പോൾ ചുരുട്ടിയാലും പോക്കറ്റിൽ വെക്കേണ്ടല്ലോ, ഇതൊക്കെ ഇത് വെച്ചു, ഇത് കഴിഞ്ഞു. ഇനി അതല്ല കോൺടാക്ട് ലെൻസ് ആകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് റെവല്യൂഷൻ. അല്ലാതെ അതാണ് ഒപ്റ്റിമം. ഫോണുകൾ ഇന്നത്തെ രൂപത്തിൽ സ്ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ ഒപ്റ്റിമം റെവല്യൂഷനിലെത്തി. ഇത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇതിന് അങ്ങനെ ഒരുപാട് വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാനോ ടെക്നോളജിയിലും ഫണ്ടമെൻ്റൽ റിസർച്ചിലൊക്കെ വരുന്ന ചേഞ്ചുകൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊന്നും അല്ല പോസിബിൾ, ഇതിൻ്റെയൊക്കെ ഒരുപാട് മേലെ പോസിബിളാണ്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ പീനട്സ് ആയിട്ട് തോന്നില്ലേ. ഇപ്പോൾ നമ്മളെ നാട്ടിലെ ഒരു 5 നിലയുള്ള ബിൽഡിങ് കാണുമ്പോൾ വാവ് വലിയ ബിൽഡിങ്, 100 നിലയുള്ള ബിൽഡിങ്ങുള്ള ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മളുടേതെടുത്ത് കിണറ്റിലിടാൻ തോന്നുകയെന്ന് പറയില്ലേ. ആ ഒരു സാധനം, അതായത് ടെക്നോളജിനെ കൊണ്ട് എന്ത് പോസിബിളാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിന്നാണ് ആ ഒരു വീക്ഷണം ഷെയർ ചെയ്യുന്നത്. നമുക്കും അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒരു 5 വർഷം എടുത്താലും ഒന്നും കാര്യമായിട്ടില്ലല്ലോ. അതാ പറഞ്ഞത്, നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ അതാ. വി തിങ്ക് ദാറ്റ് കാലം ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചിന്തിക്കുക ഇന്നലെ ഇപ്പം എന്താ സംഭവിച്ചത്, കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ നാളെ ഒന്നുമില്ല, മീൻസ് അങ്ങനെ തന്നെ പോകും. അങ്ങനെയല്ല, നമ്മളെപ്പോഴും പാറ്റേൺസ് നോക്കണം. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ചാൽ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നതിന് അവന് ഒരുപാട് ലെസൺസ് ഉണ്ട്. അതായത് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷി തുടങ്ങിയത് മുതൽക്ക് ഇതുവരെ പഠിക്കുക. ലോകം ഇവൻറ്റ്ഫുൾ ആയത് കഴിഞ്ഞ 10-20 കൊല്ലത്തിലാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും കഴിഞ്ഞൊരു 10-20 കൊല്ലത്തിൻ്റെ അകത്തുള്ള സംഭാവനയാണ്. ഇപ്പോൾ ഓട്ടോണമസ് കാറ് വരും എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഒരു 100 കൊല്ലത്തേക്ക് ഇവിടെ വരില്ല. കാറ് വന്നിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. ലോക ചരിത്രത്തിൽ കാറ് വന്നിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയും വന്നിട്ട് ഒരു 10-20 കൊല്ലമായിട്ടുള്ളൂ. എന്നിട്ട് അവൻ പറയുകയാണ് അടുത്ത 100 കൊല്ലത്തേക്ക് ഇവിടെ ഒന്നും നടക്കില്ല. അതെന്ത് വ്യൂവാ? ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു നീഡ്സ്. പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ, നിലപാടുകൾ സൃഷ്ടിക്കാൻ, അതൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് പഠിക്കും. ശ്രീകാന്ത്, നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ഇപ്പം ജോബ്ലെസ് ആയാലും ലേസി ആയി പോവില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നീ. നമ്മളൊരിക്കലും ജോലി ഇല്ലെങ്കിലും ലേസി ആവില്ല. എന്തെങ്കിലും പണി നമ്മൾ കണ്ടുപിടിക്കും, പ്രൊഡക്റ്റീവ് എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അതായത് കുറേ കാലം ആർക്കും വെറുതെ ഇരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ അതിൽ മടുത്തു പോകും. മടുപ്പിലൊരു മടുപ്പുണ്ടാവും. അതായത് മടിയന്മാരിൽ പോലും ഒരു മടുപ്പുണ്ടാവും. കാരണം എല്ലാവർക്കും ഓർഗനൈസ്ഡ് ആവാൻ ഇഷ്ടമാണ്. പക്ഷെ അതിന് പണിയെടുക്കണം എന്ന് പറയുമ്പോഴാണ് മടി. ഈ പണിയെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സത്യം, അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു എന്താ പറയുക, സന്തോഷം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു പെയിൻ ഉണ്ടാവണം. അപ്പോഴാണ് ആ സന്തോഷം എൻജോയബിൾ ആയിട്ട് മാറുക. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ടല്ലോ. അപ്പോൾ മേലെ ഒരു മുള്ള് കൊണ്ടു, ഓക്കെ, ആ മുള്ള് എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പെയിന് ഭയങ്കരമായിട്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ വാ, അല്ല സംഭവം എന്താ വെച്ചാൽ ആ പെയിന് നമ്മൾ ഇൻഫ്ലിക്റ്റ് ചെയ്താൽ പോലെ അതാണ്. നമ്മളിപ്പോൾ ബ്രൗസ് ചെയ്യുന്ന തന്നെ അത് സത്യം പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പോലെ ചെയ്യുന്ന രീതിയുണ്ട്. ഭയങ്കര രസമാണ്. ഭയങ്കര അതൊന്നും ഓരോ ഇൻസൈറ്റ് കിട്ടുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഉണ്ടാവും. കണ്ടുപിടിക്കുന്നത് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ അതിലേക്ക് എത്തിയത് ഭയങ്കര കോമഡിയാണ്. എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ ഡിഗ്രിക്ക് സപ്ലി ഉള്ളത് കൊണ്ട് സിവിൽ സർവീസിന് പോയ ആളാണ്. എന്താ വെച്ചാൽ എനിക്ക് 10ാം ക്ലാസ്സിൽ ഒരു A+ ആയിരുന്നു IT-യിൽ. അപ്പോൾ ഞാൻ എന്നിട്ടൊരു ഗവൺമെൻറ് സ്കൂളിൽ മെറിറ്റ് കോട്ടയിൽ 6ാമതായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു ഏകദേശം നിലവാരം എനിക്കറിയാമല്ലോ. 70% മാർക്ക് വെച്ചിട്ട് +1 മെറിറ്റ് കോട്ടയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സയൻസിന്, ഹ്യൂമാനിറ്റീസ് ഒന്നുമല്ല, സയൻസിന്. അപ്പോൾ അവിടെ അത്യാവശ്യം നന്നായി പഠിച്ചപ്പോൾ ഒരു 64% +2 മാർക്ക്. അപ്പോൾ ലൈക്ക് MBBS എന്തായാലും ആ ഭാഗം ചിന്തിക്കേ വേണ്ടല്ലോ. മാർക്കും ഇല്ല, ഒന്നാമത് എനിക്ക് ബ്ലഡൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പോഴും ഒരു കോഴി നന്നായിട്ട് കഴിക്കുമെങ്കിലും കോഴിനെ അറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കഴിയില്ല. മീൻസ് അത്രയും വീക്ക് ഹാർട്ടഡാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ നമുക്ക് നല്ലത് എന്താണ്,
എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോവാം. അപ്പോൾ ഞാൻ എഞ്ചിനീയറിങ്ങിന് എടുത്തത് കമ്പ്യൂട്ടർ സയൻസാണ്. ഓക്കെ. റീസൺ എന്താ? എനിക്ക് ഐ ടിയിലാണ് A+ ഉള്ളതല്ലേ? അത് മാത്രമുള്ള അതിൻ്റെ ലോജിക്ക്, അല്ലാതെ വേറൊരു കരിയർ ലോജിക്ക് ഇല്ല. അപ്പോൾ അത് തമിഴ്നാട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പല കാരണങ്ങളാൽ നിർത്തേണ്ടി വന്നു. ഞാനത് പുറത്ത് തമാശയ്ക്ക് പറയാറുള്ളത്, നിങ്ങളൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കുന്ന ആയതുകൊണ്ടാണ് 4 കൊല്ലം എടുക്കുന്നത്. എനിക്ക് അറിവ് കിട്ടിയാൽ മതി, അത് കിട്ടിയപ്പോൾ പോന്നാന്ന് പറയും. വേറെ പല കാരണം കൊണ്ട് വേണ്ട നിർത്തിയത്, പക്ഷെ അങ്ങനെ പറയല്. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് നാട്ടിൽ വന്നിട്ട് ഐ ടിയിൽ തന്നെ ഡിഗ്രി ചെയ്തു. എഞ്ചിനീയറിംഗ് അല്ല, BSc ചെയ്തു. അപ്പോൾ എഗെയിൻ കാരണം ഇതാണ്, ഐ ടി ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച എന്താ പറയുക A+ കിട്ടിയതല്ല. എനിക്ക് ഒരേ ഒരു സബ്ജക്റ്റിൽ A+ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഐ ടി. അപ്പോൾ അതല്ല ഇതിനകത്ത് വരുന്നത് എന്നുള്ളത് മനസ്സിലായത്. കാരണം അത് ജിമ്പിലൊരു ചിത്രം വരയ്ക്കാനും പിന്നെ 1-2 ബേസിക് സാധനം ചെയ്താൽ A+ കിട്ടുമല്ലോ. അതല്ല ഇവിടെയെന്ന് മനസ്സിലായത്. സപ്ലി കുടുങ്ങി. മാത്സ് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സിലും സപ്ലി ഉണ്ടായിരുന്നു. എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടിയപ്പോഴും ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. പിന്നെ ആ സമയത്ത് എന്നാൽ പിന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകാം, PSC കോച്ചിങ്ങിനേക്കാളും ഒരു ഗ്രേഡാണല്ലോ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും തമാശ എന്താ വെച്ചാൽ ഒരു LD ക്ലർക്കെങ്കിലൊക്കെ നമുക്ക് എഴുതാനുള്ള ഒരു വിവരം കിട്ടുന്നുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിമിനറി പാസ്സായപ്പോൾ നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് ഔട്ട് ഫീൽ വന്നില്ലേ. കാരണം നാട്ടിലൊരു മനുഷ്യൻ പ്രിലിംസ് പാസ്സായിട്ടില്ല. ഞങ്ങൾ തന്നെ ഒരു 25 പേരുള്ളതിൽ 2 പേരാണ് പാസ്സായത്, പ്രിലിംസ് പാസ്സായത്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് ഔട്ട് ഫീൽ വന്നു. പിന്നെ മെയിൻസും കൂടെ പാസ്സായപ്പോൾ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ഫീലായി. കാരണം കുടുംബത്തിലൊന്നും ഒരു മനുഷ്യൻ ഇതുവരേക്കും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എവിടെ പോകുമ്പോഴും ആ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്ന കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് പഠിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു റെക്കഗ്നീഷൻ കിട്ടി തുടങ്ങിയത് ഈ സിവിൽ സർവീസ് മേഖലയിലാണ്. കാരണം എവിടെയാണെങ്കിലും അതിൻ്റെ മുന്നേ വരെ ഒരു നോർമൽ ഡിഗ്രി, നോർമൽ ഇത്. അപ്പോൾ അതിൽ മാറിയിട്ട് ലൈഫിൽ ആദ്യമായിട്ട് നമുക്ക് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു, അറിവല്ല തിരിച്ചറിവാണ് പ്രധാനം എന്ന് പറയും. അതായത് നമ്മളെപ്പോഴും ബാക്കിയുള്ളവരോട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ എബിലിറ്റിനെ അളക്കുക. ഇപ്പോൾ അവൻ അത് ചെയ്തു, ലൈക്ക് എന്താ എന്നെ കൊണ്ട് പറ്റാത്തത്. അത് അവൻ്റെയും എൻ്റെയും സർക്കംസ്റ്റാൻസസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ള ബോധം ഉൾക്കൊള്ളില്ല. നമ്മൾ ഒരേ ഒരു വേറെ 90 കാര്യങ്ങളിൽ ഞാൻ ഓനെക്കാളും നല്ലതായിരിക്കും, പക്ഷേ ഒരു 10% അല്ലെങ്കിൽ വിസിബിൾ കാര്യത്തിൽ നമ്മളെ രക്ഷിതാക്കളും അങ്ങനെ കമ്പയർ ചെയ്യാം. അവന് മാർക്കുണ്ട്, ഓക്കെ, ചോദിക്കേണ്ടതാ ഓൻ്റെ രക്ഷിതാവ് അതാ, നമ്മളെ രക്ഷിതാവ് ഇതല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ. വീട് എന്നുള്ള അറ്റ്മോസ്ഫിയറിന് വലിയ പങ്കുണ്ട് നമുക്ക് ഇതാക്കുന്നതിൽ. നമ്മുടെ ജീൻസിന് പങ്കുണ്ടാവും, പലതിനും പങ്കുണ്ടാവും. അതെന്ന് വെച്ചാൽ ഓരോരുത്തരും യുണീക്കാണെന്ന് അംഗീകരിക്കുന്ന ഒരു പോയിന്റ്. അപ്പോൾ എന്നെക്കൊണ്ട് പലതും സാധിക്കുമെന്ന് എനിക്ക് ഫസ്റ്റ് ലൈഫിൽ വിശ്വാസം വന്നത് ഈ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ്. കാരണം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണത്. ഓക്കെ. ഞാൻ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് സിവിൽ സർവീസ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ അതൊരു കോൺഫിഡൻസാണ്, ലൈക്ക് നമുക്കും പോസിബിളാണ് പലതും എന്നുള്ള. അപ്പോൾ ഈ സിവിൽ സർവീസ് കാലഘട്ടത്തെ ഞാൻ കാണുന്നത് എൻ്റെ തിരിച്ചറിവിൻ്റെ കാലഘട്ടമായിട്ട്. അതായത് പഠിക്കണം, അറിയണം, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ടോപ്പിക്സ് ആയിട്ടാണെങ്കിൽ അല്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നേരം സംസാരിച്ചു. നമ്മൾ ലൈഫിൻ്റെ പല എക്സ്റ്റൻഷൻസാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി മാത്രമായിട്ടല്ല, അത് ലൈഫിലേക്ക് എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ജോഗ്രഫിയും ഹിസ്റ്ററിയും സയൻസും ഒക്കെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ ഒരു എൻറ്റയർ പുതിയ ഏരിയ കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പഠിക്കുക എന്നുള്ളത് രസമായിട്ട് മാറാൻ തുടങ്ങി, ഫണ്ണായ ഒരു സ്റ്റേജിൽ ഞാൻ പലതും വായിക്കാൻ തുടങ്ങി. ഞാൻ ലിറ്ററേച്ചർ വായിക്കും. എനിക്ക് എൻ്റെ സിവിൽ സർവീസിൽ ആദ്യത്തെ ഓപ്ഷനിൽ ജോഗ്രഫി ആയിരുന്നു. അപ്പോൾ അത് കുറേ വായിച്ചു. ഒരു നിയർലി ഒരു PG ലെവലിൽ പഠിക്കണം. അപ്പോൾ അത് നല്ല രസമായിട്ട് ഇങ്ങനെ വായിച്ചു. പിന്നെ തോന്നി അല്ല മലയാളം ലിറ്ററേച്ചറാണ് നല്ലത്. ഓക്കെ, പിന്നെ മലയാളം ഒരു PG ലെവലിൽ പഠിക്കുകയാണ്. അങ്ങനെ രസമായി. അപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ ഞാൻ PG എടുത്തു. ഫറൂഖ് കോളേജിൽ ഹിസ്റ്ററിക്ക് PGക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാമിൽ എഴുതി, സെക്കൻഡ് ഇയർ ഫൈനൽ എഴുതിയില്ല. അപ്പോൾ ലൈക്ക് എക്സ്പ്ലോറിങ് ഭയങ്കര രസമായി. പിന്നെ എക്കണോമിക്സിൽ ഒരു ഇഷ്ടം കയറി. കാരണം എന്താ വെച്ചാൽ ഈ ടെക്നോളജി പഠിക്കുമ്പോഴാണ് എക്സ്പോണൻഷ്യൽ എക്കണോമിക്സ് എന്നുള്ള ഒരു ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ഈ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എക്കണോമിക് പേസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു താല്പര്യം. അപ്പോൾ ഡിഫറെൻറ്റ് ഡൈവേഴ്സ് ഏരിയകളാണ്, പക്ഷേ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ളൊരു ബോധത്തിൽ നിന്ന് വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അതൊരു ഒരു ന്യൂ കൈൻഡ് ഓഫ് ഒരു ഇതാണ്. അപ്പോൾ കിക്ക് കിട്ടി. അപ്പോൾ വായിക്കുന്ന ഇഷ്ടമാണ്. ആ വായിച്ച അറിവിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് ഞാൻ ഡിസ്റ്റിങ്ക്ഷ്ഡ് ആകുമ്പോൾ അത് എന്നെ ഫർദർ മോട്ടിവേറ്റ് ചെയ്യുന്നു, കൂടുതൽ കിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എഗെയിൻ അതുമ്പോൾ വീണ്ടും ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ, ഒരു സാധനത്തിൽ കിക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മളത് പിന്നെയും ചെയ്യും. ഇപ്പോൾ ചില കുട്ടികളുണ്ടല്ലോ, അവരിങ്ങനെ പാട്ടൊക്കെ പാടുന്നു, 4 ആൾ കൈയടിക്കുന്നു, എന്നാൽ പിന്നെ പെരും പാട്ടുകാരനായിരിക്കും, എസ്റ്റാബ്ലിഷ്ഡ് പാട്ടുകാരനായിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ സോഷ്യൽ സയൻസസിൽ ട്രെയിൻഡാണ്, IT ഗ്രാജുവേറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ഈ ചിന്തകളൊക്കെ കൊണ്ടാണ് ഞാൻ വരുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം ഞാൻ ലിറ്ററേച്ചറും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ അതാണ്. അതായത്
വീഡിയോ ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഉണ്ടാക്കുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അത് ഇങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പങ്കുവെക്കുക മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് ഡിഫറെൻ്റാണ്. ആ ഒരു എന്താ പറയുക, കണ്ടൻറ് ഉണ്ടാക്കാനായിട്ടൊരു സാധനം വായിക്കാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഞാൻ അറിയാൻ വേണ്ടി വായിക്കും. അപ്പോൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല പ്രസൻറ്റ് ചെയ്യുക, ഞാൻ മനസ്സിലാക്കിയത് പ്രസൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ പ്രസൻറ്റേഷൻ കണ്ടാലും അറിയുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അത് ഞാനൊരു ലെയ്മാനാണ്. അപ്പം ഞാനത് എങ്ങനെയാണോ മനസ്സിലാക്കാൻ എനിക്ക് ടൈം എടുക്കും, വായിക്കണം, പിന്നെയും വായിക്കണം. ഒരുപാട് തവണ വായിച്ചിട്ടായിരിക്കും ആ ഒരു ക്ലാരിറ്റി അച്ചീവ് ചെയ്യുക. ആ ക്ലാരിറ്റി അച്ചീവ് ചെയ്ത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് സാധാരണക്കാരനെ മനസ്സിലാവും. ജസ്റ്റ് ബിക്കോസ് ഞാൻ സാധാരണക്കാരനായതുകൊണ്ടാണ്. ലൈക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി അവിടെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ആവശ്യമാണ്, ഈ മാറ്റങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ്, അറിയൽ ആവശ്യമാണ്. അപ്പോൾ സിവിൽ സർവീസ് മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വിച്ച് 25-ാമത്തെ വയസ്സിൽ ഞാൻ ആ പരിപാടി നിർത്തിയിട്ടുണ്ട്. നോർമൽ ഒരാൾ തുടങ്ങുന്ന ടൈമിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. അടുത്തെത്തിയിട്ട് അത് നിർത്തിയല്ലോ. സ്വപ്നങ്ങൾ വലുതായതുകൊണ്ടാണ്. സ്വപ്നങ്ങൾ വലുതായതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞത്, തിരിച്ചറിവിൻ്റെ കാലമായിരുന്നു. എനിക്ക് ഇതിനേക്കാൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് തുടങ്ങിയ കാലമായി. നമ്മൾ എപ്പോഴും ചെറുതിന് ഇതിനേക്കാൾ ചെയ്യാൻ റിഗ്രറ്റ് കുറയ്ക്കാന്ന് പറയും. ഒരു റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിം വർക്ക് എന്ന് പറയും. നമ്മൾ ലൈഫിൽ അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു എന്നുള്ള റിഗ്രറ്റുകൾ ഉണ്ടല്ലോ, അത് കുറയ്ക്കുക എന്നുള്ളതാണ് ലൈഫിൽ ഭയങ്കരമായിട്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. മുൻപ് നമ്മളൊക്കെ ചെറുപ്പക്കാരാണല്ലോ, നമ്മുടെ ഒരു സ്വഭാവം വെച്ച് ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ 2-3 തവണ ബൈക്കിൽ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മുൻപിൽ ലൈവായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഞാൻ സ്റ്റോണ്ടായി പോകും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്റ്റോണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇഷ്യൂ എന്താണെന്നറിയോ? റിഗ്രറ്റാണ്. അതായത് എനിക്ക് ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു സോഷ്യൽ ഇൻഡിവിജ്വൽ, ഞാനാണ് അങ്ങനെ കിടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ന ആരും നോക്കിയിട്ടില്ലെങ്കിൽ, ലൈക്ക് അതിങ്ങനെ ആ റിഗ്രറ്റ് ഇങ്ങനെ കിടന്നടിക്കും. അപ്പോൾ ആ ആക്സിഡൻറ്റ് കഴിഞ്ഞിങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. എൻ്റെ ഇനാക്ടിവിറ്റി ഒരു പ്രശ്നമാണ്. പക്ഷേ എനിക്ക് കയ്യും കാലും അനങ്ങുന്നുണ്ടാവില്ല, തരിച്ചിട്ടുണ്ടാവും. ലൈക്ക് ആ ആക്സിഡൻറ്റ് കണ്ടിട്ട്, അത് ഞാൻ മോശക്കാരനായതുകൊണ്ട് ആവണം എന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പല ആൾക്കാർ സ്റ്റോണ്ട് ആയതുകൊണ്ടായിരിക്കും ഒന്നും ചെയ്യാത്തത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ലൈവ് ഇടുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ല. പകരം പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ലൈക്ക് പേടിച്ചിട്ടാവാം, പലതും ആവാം. അപ്പോൾ ഒരു 2-3 വട്ടം ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ഉള്ളിലേക്ക് കൊള്ളാൻ തുടങ്ങി. ലൈക്ക് ഞാൻ ആസ് എ സോഷ്യൽ ഇൻഡിവിജ്വൽ ഞാനിങ്ങനെ കിടക്കാൻ, ലൈക്ക് അതെന്നെ മനസ്സിലേക്ക് വരും പിന്നെ ലൈക്ക് ഞാനിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ ബാക്കിയുള്ളവരും ചെയ്യുക. അപ്പോൾ അവിടെ അങ്ങനൊരു നമ്മളൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു പേടിക്കണം, തീർച്ചയായിട്ടും നമ്മൾ പേടിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു തവണ ഇതുപോലെ ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ആ വണ്ടിക്കാരും ഉള്ളൂ. രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം വണ്ടി ഒതുക്കിയിട്ട് അവരെ ചെന്നിട്ട് എടുത്ത്, അപ്പോഴേക്ക് പിന്നെ ഒരു പോലീസ് വണ്ടി അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നാട്ടുകാരെല്ലാം വന്ന്, ഒച്ച കേട്ടിട്ടെല്ലാം നാട്ടുകാരെല്ലാം വന്ന്. പക്ഷേ എനിക്ക് ആ സൈറ്റിൽ നിന്ന് പോയപ്പോൾ മനസ്സ് ഭയങ്കര ഫ്രീ. അത് ലൈഫിൽ ഭയങ്കര അത് റിഗ്രറ്റ് മിനിമൈസേഷനാണ്. അതായത് എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും ഞാൻ ചെയ്യാതെ പോയ സംഭവങ്ങളെ ഓർത്തിട്ട് നമ്മളെല്ലാവർക്കും ഒരുപാട് റിഗ്രറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ കേസിൽ എനിക്കത് കുറഞ്ഞു. അതായത് അതെന്താ വെച്ചാൽ അത് ത്രൂ ആക്ഷൻ കുറഞ്ഞു. അപ്പോൾ ലൈഫിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് എനിക്കത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്ന് കരുതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തായാലും കുറേ ഉണ്ടാകും. വയസ്സാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ റിഗ്രറ്റുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാതെ പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് കഴിയുമെന്ന് തോന്നിയിട്ടും ചെയ്യാതെ പോയ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മളെ ലൈഫിൻ്റെ സ്റ്റെയറിങ് നമ്മളെ കയ്യിലാണെന്ന് ചിന്തിച്ചിട്ട് കുറച്ച് റിസ്ക്കുകളൊക്കെ ഉണ്ട് എടുത്ത് തുടങ്ങി. റിസ്ക് ടേക്ക് ചെയ്യുക. കാരണം റിസ്ക് എടുത്തോനെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സിവിൽ സർവീസ് വിട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ഈ തരത്തിൽ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് അടുത്തെത്തിയിട്ടല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഒരു മീൻസ് എനിക്ക് കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ അതെത്തിയിട്ട് ഈ നിർത്തിയില്ലെന്ന് ചോദിക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കണ്ണിൽ എനിക്ക് എത്താൻ പറ്റാവുന്ന പരമാവധി ഉയരായിരിക്കും അത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്. ഐ ബിലീവ് ഐ ക്യാൻ ഡു മച്ച് ബെറ്റർ. അങ്ങനെ ആകുന്ന സമയത്ത് അതിലെ താഴേക്ക് സെറ്റിൽ ചെയ്യുന്നത് ഞാൻ എന്നെ വില കുറച്ച് കാണുന്നതിന് തുല്യമല്ലേ. ഭയങ്കര ബുദ്ധി ഉള്ള ആൾക്കാർ, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് നല്ലോണം പഠിക്കണവർ, അവരെ ഒരു ഭയങ്കരമായിട്ട് എയിമായിരിക്കും സിവിൽ സർവീസ് എടുക്കണം. പക്ഷെ അവർ അതിനെക്കാട്ടി അവരെ ഇൻ്റലിജൻസ് വെച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഇൻ്റലിജൻസ് വേണോ ഒരു സിവിൽ സർവൻ്റ്? അത് ഡിഫറെൻറ്റ് ചോദ്യമാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അത് എക്സ്പോഷറിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ ചെറുപ്പത്തിലെല്ലാം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം JCB.
അപ്പോൾ JCB കൊണ്ടിട്ട് ഞങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കുമ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിടുന്ന കാണുമ്പോൾ JCBൻ്റെ ഡ്രൈവറാകണം വലുതായിട്ട്. പവർ, അതാണ് പവർ. ഹീറോയിസ്. മീൻസ് പവറാണ് നമ്മളെ മോട്ടിവേഷൻ. അതാ അതിൻ്റെ കാരണം എന്താ, JCB ഡ്രൈവർ എന്നുള്ളതൊരു മോശം പണിയാണെന്നല്ല പറയുന്നത്. ദ തിങ് ഈസ് എൻ്റെ എക്സ്പോഷർ ലിമിറ്റഡ് ആയിരുന്നു. ഞാൻ JCB ഡ്രൈവർ എന്നുള്ള ഒരു പണിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. വിമാനം കാണുമ്പോൾ അതിൻ്റെ ഡ്രൈവറാകെ പറക്കാലോ. അതായത് അത്ര ലിമിറ്റഡ് തോട്ട്സേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് എക്സ്പോഷറിൻ്റെ കുറവാണ്. ഇതിനേക്കാളും വലുതുണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ലോകമുണ്ട് എന്നുള്ള കാഴ്ച കാണാത്തതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഇങ്ങനെ മീൻസ് ഒരു ഓഡിയൻസിൽ പറഞ്ഞതാണ്. അതായത് എൻ്റെ മുന്നിലൊരു 100-300 പേരുണ്ട്. അവരോട് പറഞ്ഞത്, അതായത് ലൈഫിൽ എപ്പോഴെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളൊരു വലിയ നാട്ടിലൊക്കെ പോകണം, പറ്റുകയാണെങ്കിൽ ദുബായിൽ പോയിക്കോളി. എന്നിട്ട് ഷെയ്ഖ് സായിദ് റോഡിൻ്റെ സൈഡിൽ 10-16 വരിയുള്ള ഒരു റോഡാണ്, അതിൻ്റെ സൈഡിൽ നിൽക്കണം. അപ്പോൾ പല ജാതി വണ്ടികൾ ലൈക്ക് സ്പീഡിൽ പോകുന്നതും ആ റോഡ് മുഴുവൻ സ്കൈ സ്ക്രാപ്പേഴ്സാണ്. 2 സൈഡ് ഫുള്ള് സ്കൈ സ്ക്രാപ്പേഴ്സാണ്. അപ്പോഴാണ് മനുഷ്യൻ്റെ അംബീഷൻസിനൊന്നും ഒരു പരിധി ഇല്ല എന്നുള്ളതും എത്ര വലിയ സ്വപ്നങ്ങൾ കാണാത്തതാണ് നമ്മളെ പ്രശ്നം എന്നുള്ളതും ഒക്കെ മനസ്സിലാവുക. അപ്പോൾ നമ്മളുടെ വീട് നാട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ നൊസ്റ്റാൾജിയാസ് ഉണ്ടാകും. അതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ സ്വപ്നം കാണാനുള്ള ഒരു അംബീഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ അംബീഷൻ വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളുടെ ഒരു സിനാരിയോ ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞത്. അത് അപ്പോൾ ചില ആൾക്കാർ അതിനും വന്ന് കമൻറ്റ് ചെയ്യും, ദുബായിക്കുള്ള ടിക്കറ്റ് എൻ്റെ അപ്പനെടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പോയിൻ്റ് അതല്ലല്ലോ. പോയിൻ്റ് ഓന് നാട്ടിലിരുന്നാൽ മതി, ഓൻ അവിടെ തന്നെ ഇരിക്കട്ടോ, വേറെ എവിടെയും പോകരുത്. കാരണം എന്താ വെച്ചാൽ പോയിൻ്റ് എന്താ വെച്ചാൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ദർ ആർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അവിടെ നമ്മൾ കാഴ്ചകൾ കാണണം, വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈഫിൽ ഒന്നും എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഒന്നും തെറ്റല്ല. ഒക്കെ ലൈഫിൽ തോന്നിയ വലിയ പ്രശ്നം ഇതായിരിക്കും, ഒരുപാട് ശരികളിൽ നിന്ന് നമ്മുടെ ശരി തിരിച്ചറിയാനുള്ള പ്രയാസമായിരിക്കും. തെറ്റ് കുറച്ചും കൂടെ എവിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ലെസ്സർ ഈവിളാണ് അവിടെ ചോയ്സ്. മറ്റേത് ഒരുപാട് പലതും ശരിയാണ്. ആ ശരികളിൽ നിന്ന് നമ്മളെ എല്ലാവർക്കും ബേസിക്കലി നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും അവരുടെ ബയാസുകൾ നമ്മുടെ ബയാസുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവൻ്റെ നന്മ എനിക്ക് നന്മയല്ല ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർ റേസിസ്റ്റ് ആവുന്നത്, അബ്യൂസീവ് ആകുന്നത് അവൻ ലഭിച്ചിട്ടുള്ള ഇൻസൈറ്റുകൾ അതായിരിക്കും. അതിൽ അവർ ആ രീതിയിലേക്ക് ആകുന്നത്. ഇങ്ങനെ ഉൾക്കൊള്ളാൻ കുറച്ചെങ്കിലും തോന്നി തുടങ്ങിയാൽ നമുക്ക് എല്ലാവരിലും നന്മ കണ്ടെത്താൻ കഴിയും ഒരു പോയിൻ്റ് വരേക്കും. അപ്പോൾ അംബീഷ്യസ് ആവാം, എല്ലാം ആകാം, പക്ഷേ ബാക്കിയുള്ളവരെയും കൂടെ ഉൾക്കൊള്ളാം. ഇതൊക്കെ വായിച്ചാൽ മതി. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ലൈക്ക് വായിക്കാൻ തുടങ്ങുക, അറിയാൻ തുടങ്ങുക, ആളുകളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഞാൻ മാളിലൊക്കെ പോയിട്ട് വെറുതെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കും. വെറുതെ നോക്കുക. ലൈക്ക് നിങ്ങൾ നല്ല ക്രൗഡുള്ള എവിടെ പോയിട്ട് നോക്കണ്ടേ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു സ്ട്രീറ്റിൽ പോയിട്ട് നോക്കണ്ടേ, പല ടൈപ്പ് ലൈഫുകൾ കാണാം. ഓടുന്ന ആൾക്കാരുണ്ടാവും, വെറുതെ കമ്പനി അടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ അറിയില്ല, ചോറ്റുംപൊതിയും കൊണ്ടിട്ട് നടക്കുന്ന മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഉള്ളിൽ കൂടെയൊക്കെ ഒരു ഇതാണ്. എന്താ വെച്ചാൽ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തൊരു ഭാര്യ ഉണ്ടാവും ആ വീട്ടിൽ, അല്ലെങ്കിൽ മീൻസ് മേ ബി അയാൾ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലോ, പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങാണ്ട് ഇതാക്കുന്ന ഒരു സേവ് ചെയ്യുന്ന ഒരു പാരൻ്റ് ഉണ്ടാവും അതിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അയാൾ ഒരു 19 വയസ്സായിട്ടും അയാൾ ഇപ്പോഴും ആ ഒരു റുട്ടീനൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം ഫാമിലിയുടെ കാര്യത്തിൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ലൈക്ക് നമ്മളത് നോക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കിയാലേ കാണും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും. അത് നമ്മളെ പണിയാണത്, നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ ബ്രോ, നേരത്തെ പറഞ്ഞില്ലേ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രോത്ത്. ഇപ്പം ദുബായ് അല്ലെങ്കിൽ ഒരു കേരള കമ്പാരിസൺ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് IT പാർക്ക് വന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബൂം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അത്ര ഒരു IT അത്ര ബൂം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ട്, ബട്ട് ഇവിടുന്ന് അവർ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ അത് ഫസ്റ്റ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ, അതോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണോ, എന്തുകൊണ്ടായിരിക്കാം? ബ്രോ ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആണല്ലോ, അപ്പം എനിക്കത് പൂർണ്ണമായിട്ടും അഭിപ്രായം പറയാൻ മാത്രം ഐഡിയ ഇല്ല. പക്ഷേ ഒരു വീക്ഷണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആറ്റിറ്റ്യൂഡിൽ വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ഞാനൊരു എഡ്യൂപ്രണറാണ്, എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ChatGPTയുടെ ഒരു കോഴ്സൊക്കെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കളിയാക്കുന്നുണ്ട്, അതായത് ChatGPTക്ക് ഒരു കോഴ്സൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം ഇന്നത്തെ യൂത്തിനും ആവശ്യമില്ല.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ സാധനത്തിലേക്ക് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ വേണ്ട, അല്ലാതെ നമുക്ക് ചോദിച്ചൊക്കെ പോവാം. പക്ഷെ അത് നമുക്ക് തരുന്നൊരു ടൈം സേവിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ യൂസ് കേസുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അതിനെടുക്കുന്ന ഒരു ടൈം സേവിങ്സ് ഉണ്ട്. ആ ടൈം സേവിങ്സിന് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നത്, നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് അതിന് ക്യാപ്സ്യൂൾ രൂപത്തിൽ തരുന്നു. അപ്പോൾ ആ ക്യാപ്സ്യൂൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യും. അതിന് നമ്മളൊരു ചാർജ് ഇടുന്നു, കാരണം ഈ എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് നമ്മുടേതാണ്. അപ്പോൾ ഈ നമ്മുടെ ഗൂഗിൾ സെർച്ച് തന്നെ ചെയ്യുന്ന സത്യം പറഞ്ഞ അഡ്വാൻസ്ഡ് സെർച്ചിങ് ആർക്കും അറിയുന്നില്ല. 99% ആൾക്കാർ വേണ്ട, എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നില്ലേ? അത് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നവർ എത്ര പേരുണ്ട്? കുറച്ച് ശതമാനം. എത്ര ലക്ഷം യൂട്യൂബ് ചാനലുണ്ട്, അതിൽ മൊണറ്റൈസ്ഡ് എത്ര ഉണ്ടാവും? അത്ര ആലോചിച്ചാൽ മതി. അതായത് ഇതിൻ്റെ പോയിന്റ് അതാണ്. അപ്പോൾ പക്ഷേ എന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് എന്ത് ചെയ്യുന്നവർ വെറുതെ തരുമോ? ആൾക്കാരുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ്. 2 വാക്കിനാണ് ആ കച്ചവടം തെറ്റിപ്പിരിഞ്ഞത്. എന്താണെന്ന് വെച്ചു, ഞാൻ വെറുതെ തരുമെന്നാണ് ചോദിച്ചത്. അതാണ് ആ 2 വേർഡ്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ട് മനുഷ്യന്മാർക്ക്. അതായത് എന്തുണ്ടെങ്കിലും ബാക്കിയുള്ള ഒരാളുടെ എഫേർട്ടിനെ മാനിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അയാളുടെ ഇത് എന്തുണ്ടെങ്കിലും എനിക്ക് വെറുതെ കിട്ടണം എന്നാൽ നമ്മളെന്നാണോ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നത് അന്ന് മാത്രം നമ്മൾ ബാക്കിയുള്ളവരുടെ എഫേർട്ട് ഫ്രീ ആയിട്ട് കിട്ടാൻ ആഗ്രഹിക്കണം. അപ്പോൾ അത് ഈ ഒരു ഫ്രീ എക്കോണമി സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നല്ലോണം നശിപ്പിച്ചിട്ടുണ്ട്. എന്തും ഫ്രീ കിട്ടി ശീലിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് കുറയും. അപ്പോൾ ഫ്രീ തരാത്തവൻ നമുക്ക് മോശക്കാരനാകും. അതൊക്കെ അതിൻ്റെ ഒരു റിപ്പർക്കഷൻസാണ്. അപ്പോൾ നമുക്ക് കേരളം ഒരു മെച്ചുവർഡ് സിസ്റ്റം ആയിട്ടില്ല എപ്പോഴും. ഇന്ത്യയിൽ താരതമ്യേന ബെറ്റർ എഡ്യൂക്കേറ്റഡ് എന്നേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും നമ്മൾ ലിറ്ററസിയേ ഉള്ളൂ. അത് എപ്പോഴും ചിന്തിക്കണം. നമുക്ക് എഴുത്തും വായനയും അറിയാവുന്നേ ഉള്ളൂ, അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ മേലെ എത്തിയെന്ന് അവകാശപ്പെടാനൊന്നും നമുക്ക് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. അപ്പോൾ എഴുത്തും വായനയും യൂണിവേഴ്സലായി 90% എബോവ് ആൾക്കാർക്കായി എന്ന് പറയുമ്പോൾ അത് ഒരു ഭാഗത്തുണ്ട്. അതേസമയം ഒരു നല്ലൊരു ഓൺട്രപ്രണറിയൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ നാട്ടിൽ കുറവാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റംസ് ഇപ്പോഴും രക്ഷിതാക്കൾ നോക്കുക, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതായത് 100 പേര് എടുത്തു കഴിഞ്ഞാൽ 2 പേര് വർക്ക് ചെയ്യുന്ന ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് ബാക്കി 98% ആൾക്കാരോടും സിസ്റ്റം പറയുന്നത്. അപ്പം ആ നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, പകൽ പോലെ വ്യക്തമാണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്കാർസിറ്റി മെൻറ്റാലിറ്റി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ ഒറ്റമൂലി ഇതിനില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള ഒരുപാട് നല്ല ഇനീഷ്യേറ്റീവുകൾ നാട്ടിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനിവൻ ഞാനൊരു സജഷൻ പറഞ്ഞിരുന്നേ, ലൈക്ക് അത് ഒരു ഡിസ്കഷൻ പോയിൻ്റാണ്. ഞാൻ പറയാം, നമ്മളൊരു വലിയ ഗ്രാൻഡ് ചലഞ്ചുകളൊക്കെ കൊണ്ടുവരിക. കോമ്പറ്റീഷൻ, ഗെയിം കളിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ ഗെയിം കളിക്കുന്ന രസത്തിൽ നാട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. എന്നിട്ട് അതിന് ഗവൺമെൻറ് ഒരു ഗ്രാൻഡ് പ്രൈസൊക്കെ വെക്കുക. ഇനി ഗവൺമെൻറ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇത് പബ്ലിക്കിനും ചെയ്യാം. അതായത് എല്ലാവരും കൂടെ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉപയോഗിക്കുന്നത്. ലൈക്ക് എല്ലാ മലയാളീനെ എത്താൻ ഇൻഫ്ലുവൻസേഴ്സ് മാത്രം വിചാരിച്ചാൽ മതി, എല്ലാ മുക്കിലും മൂലയിലും എത്താം. എല്ലാ കാറ്റഗറിയിലും ആൾക്കാരുണ്ടല്ലോ. എന്നിട്ട് നാടിൻ്റെ കോമൺ പ്രോബ്ലംസ് അങ്ങ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ആക്ഷനബിൾ ഗോൾസ് ആക്കി മാറ്റാം. നാട്ടിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ജോബില്ലാത്തത്, അല്ലെങ്കിൽ അർബൻ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിന് പല കാറ്റഗറിയിൽ, അതിന് നമുക്ക് UNSDG ഒക്കെ റെഫർ ചെയ്യുക, ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒക്കെ റെഫർ ചെയ്യുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, അതിന് ആക്ഷനബിൾ മിഷൻസ് ആക്കി മാറ്റും, മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്നിട്ട് അതിലേക്ക് ഈ കമ്പൈൻഡ് സോഷ്യൽ മീഡിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. എന്നിട്ട് ഇതിനൊക്കെ പ്രൈസ് വെക്കുക. പ്രൈസിന് സ്പോൺസർ ചെയ്യാൻ ബ്രാൻഡ്സ് വരും, കാരണം ഓട്ടോമാറ്റിക്കലി എന്താ അവർക്ക് ഗെയിൻ ഉണ്ട്, കാരണം ഇത്രയും ആളുകളിലേക്ക് വിസിബിലിറ്റി എത്തുക. എന്നിട്ട് ഇത് ഓപ്പൺ കോൺടെസ്റ്റുകൾ അല്ലെങ്കിൽ ഓപ്പൺ ചലഞ്ചുകൾ. ഇപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ഗ്രോത്ത് വരാൻ കാരണം 1920s നടന്നൊരു ചലഞ്ചാണ് അത്ര. അതായത് അറ്റ്ലാന്റിക്കിനെ ക്രോസ് ചെയ്തിട്ടോ അതോ പസഫിക്കിനെ ക്രോസ് ചെയ്തിട്ടോ വിമാനം പറത്തണം എന്നുള്ള ഒരു ചലഞ്ച് വന്നു. അതിന് എത്രയോ $1 മില്യൺ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടി കോമ്പീറ്റ് ചെയ്തിട്ട് ആൾക്കാർ അതിൻ്റെ 100 ഇരട്ടി 1000 ഇരട്ടിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അതാണ് പിന്നീട് അതുണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് റെക്കഗ്നീഷൻ കിട്ടുമല്ലേ, കാരണം നാടിൻ്റെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഐഡൻറ്റിഫൈഡ് ആണ്. ഒരു 50 ആക്ഷനബിൾ ഗോൾസ്, ഓക്കെ, അപ്പോൾ 50 വിന്നേഴ്സ്. ഈ 50 വിന്നേഴ്സിൽ ഒരാളാകാൻ വേണ്ടി ആൾക്കാർ ടീമപ്പ് ചെയ്ത് എനർജി ഉണ്ടാക്കി ഐഡിയാസ് ഡെവലപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. പ്രൈസ് മണി വലിയ എമൗണ്ട് വെക്കുക, 5 കോടിയോ 10 കോടിയോ ഒക്കെ ഓരോന്നിനും വെക്കുക. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽഡ്. ഓക്കെ, മാത്രമല്ല റെക്കഗ്നിഷനോ, വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ, ആ രീതിയിലൊക്കെ ഐഡിയാസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാലും നടക്കും. എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയാൻ ഭയങ്കര ഈസിയാണ്. എന്നാൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പക്ഷേ യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, നമ്മൾ വിചാരിച്ചാൽ കഴിയും. നമ്മൾ വിചാരിച്ച യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും.
കമ്പൈൻഡ് ആയിട്ട് എല്ലാവരും കൂടെ ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഇൻഫ്ലുവൻസ് അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നാട് നേരിടുന്ന പ്രശ്നങ്ങളെ ലിസ്റ്റ് ചെയ്ത് അതിനെ ആക്ഷനബിൾ ഗോൾസ് ആക്കി മാറ്റി അതിനൊരു പ്രൈസ് മണി വെച്ച് അതിലേക്ക് എത്താനുള്ള റോഡ് മാപ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്ന സിംപ്ലിസിറ്റിയിൽ കുട്ടികൾ നാട്ടിലെ പ്രശ്നം സോൾവ് ചെയ്യും. ഒരുപാട് കൊല്ലം എടുക്കില്ല, കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നാട് മാറും. അത് ഇങ്ങനെ പറയാൻ തന്നെ ഒരു ധൈര്യം വേണം. ലൈക്ക് അത് എന്താ പറയുക, അത് കോൺഫിഡൻസ് ആണ്. അത് എന്താ പറയുക, ചെയ്യാൻ പറ്റും. ഞാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, കാരണം ടെക്നോളജി ഇന്ന് അതിന് വേണ്ടുന്ന ഒരു ബേസിക് നില ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പറയാണ്, ആമസോൺ വിജയിക്കാനുണ്ടായ കാരണം അമേരിക്കയിൽ ആദ്യം ഇൻ്റർനെറ്റ് വന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു ടെക്നോളജി എക്കോസിസ്റ്റം ഇല്ലെങ്കിൽ ആമസോൺ ഇല്ല. 2, അമേരിക്കയിൽ നല്ല പോസ്റ്റൽ സംവിധാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവരുടെ ഡെലിവറി സിസ്റ്റംസ് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ആയി. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആമസോൺ ഇല്ല. ഓക്കെ, അതുപോലെ ഇന്ന് ഇത്തരം സോഷ്യൽ ചേഞ്ചുകൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ബേസിക് നെസസിറ്റീസ് അവിടെ ഉണ്ട്. ഒന്ന്, ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ ഉണ്ട്, വൺ തിങ്. രണ്ടാമത്തേത്, നമുക്ക് വലിയൊരു സാധനം, അതായത് ഇവിടെ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇവിടെ എന്താ പറയുക, ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക, ബേസിക് ലിറ്ററസി ഇവിടെ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇനി ഇതിനങ്ങോട്ട് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഡൂവബിൾ ആണ്. ദ തിങ്, ഞാനത് എങ്ങനെ പറയാ, എനിക്ക് കിട്ടുന്ന വേദികളിൽ പറഞ്ഞു, ഇനി ലൈക്ക് നമുക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാമല്ലോ, ഞാൻ റെഡിയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടെക്നോളജിയെ പറ്റി, പിന്നെ എന്തിനും കാഴ്ചപ്പാടുകളെ പറ്റി. പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് ഇൻപുട്ടും അങ്ങോട്ട് തന്നു തോന്നുന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും, പിന്നെ അവിടെ നിന്ന് എവിടെ പ്രശ്നമുണ്ട്, കാട് കയറിപ്പോ നമ്മൾ ഏതോ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞിട്ട് വേറെ എവിടെയോ എത്തി. ഒരു വിഷനറി ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. കാര്യം ഇങ്ങനെയൊന്നും നമ്മുടെ അടുത്ത് ഒന്നും ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ കേട്ടിട്ടില്ല, കുറവാണ്. ഇതിനു മുന്നേ ഞാൻ വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അല്ല, പലപ്പോഴും ഈ നമ്മുടെ ദാസൻ പറഞ്ഞ പോലെ ഒരു ആവറേജ് ഇന്ത്യൻ്റെ ഒരു പ്രൈം എയിം എന്ന് പറയുന്ന IAS എന്ന് പറയുന്ന ഒരു സംഭവമാണ്, ഒരു ഡ്രീമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളത് അത് പുതിയൊരു ചിന്താഗതിയാണ്. കാര്യം IAS ആണ് പ്രൈം എന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നതാണ് ഒരു പ്രൈം എയിം എന്നാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല, നമുക്കിപ്പോൾ സോഷ്യലി എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഇമ്പാക്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതൊരു കടമ്പയല്ല എന്നുള്ളത്, കടമ്പയല്ല എന്നുള്ളത്. അതെ, ഓരോ നല്ല എപ്പിസോഡായിരുന്നല്ലേ ബ്രോ. നമ്മൾ സാധാരണ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു കോഡ് പറയാറുണ്ട് ഗസ്റ്റ്, എന്തെങ്കിലും ഒരു മൈൻഡിൽ തോന്നുന്നൊരു വേർഡ്. ഞാൻ അഡാപ്റ്റ് ചെയ്യാന്ന് പറയുന്ന ആൾക്കാരാണ്. കാലത്തിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് അഡാപ്റ്റ് എന്നുള്ളത് തന്നെ ഒരു കോഡായിട്ട് ഉപയോഗിച്ചാലോ. അഡാപ്റ്റ് എന്ന കോഡോടുകൂടി നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് നമ്മുടെ വിശ്വാസം. നമുക്കിവിടെ എപ്പിസോഡ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നമ്മൾ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യാം. എൻ്റെ പേര് തന്നെയാണ്, വേറെ പിന്നെ. ഓക്കെ, അങ്ങനെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പോഴിന്ന് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഖിൽദാസ്, ഞാൻ ബിനു, ഞാൻ ശ്രീകാന്ത്, ഞാൻ ഉമർ. And we are signing off. Thank you.